നമ്മുടെ ഈ കൂട്ടായ്മ, ഈ ഒരുമിച്ച് കൂടൽ കേവലം റമദാനു ഷരീഫിൽ ഏതാനും ദിവസങ്ങൾ, ഏതാനും മണിക്കൂറുകൾ ഇവിടെ ഒരുമിച്ച് കൂടൽ മാത്രമല്ല, അതിന്റെ ഒരു വലിയ ഒരു മുതൽക്കൂട്ടാണ്. പ്രത്യേകിച്ച് ഈ പരിപാടിയുടെ ഒരു പരിശ്രമവും ഈ പരിപാടിയുടെ ഒരു ലാഭവുമാണ് നമ്മുടെ ഈ ഉയർന്നു വരുന്ന പള്ളിയും ഇവിടെ നടക്കുന്ന ദർസും ശരീഅത്ത് കോളേജും ദീനിയായ സംരംഭങ്ങളെല്ലാം. നമുക്കറിയുന്നതുപോലെ ഏതാണ്ട് 2 കോടിയോളം, 2 കോടിയുടെ അടുത്തേക്ക് ഇപ്പോൾ ചെലവ് എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ പുതിയ പണി എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ളതല്ല, ഇപ്പോൾ പുതിയതായി ഉണ്ടായ 3-ാം നിലയും 4-ാം നിലയും ഒക്കെ അതിന്റെ വാർപ്പും മറ്റുള്ള പണികളൊക്കെ കൂടെ തന്നെ നിങ്ങളെ അറിയിച്ചതുപോലെ 1,80 ലക്ഷത്തിലധികം രൂപയുടെ പണി ഇപ്പോൾ നടന്നു കഴിഞ്ഞു. അതിലേക്ക് ഈ മഹല്ലുകാരും അല്ലാത്തവരുമൊക്കെയായി മിക്കവാറും ഈ മഹല്ലിന്റെ നിവാസികളുടെ, മഹല്ല് അംഗങ്ങളുടെ സഹായം തന്നെയാണ്. അതേപോലെ സഹോദരിമാരെ ആഭരണങ്ങളും മറ്റുമൊക്കെ നൽകി കഴിഞ്ഞ വർഷമൊക്കെ ഏറെക്കുറെ 1,41 ലക്ഷത്തിൽ ചില്ലറ ആണ് അതിലേക്ക് വരവുണ്ടായിട്ടുള്ളത്. എന്നാലും പണികൾ കൂടുതൽ പ്രയാസമില്ലാതെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഫണ്ട് തുടങ്ങിയത്, അതിന്റെ ഫണ്ട് പ്രഖ്യാപിച്ചത് ബഹുമാനപ്പെട്ട കുരുവമ്പലം ഉണ്ണിക്കോയ തങ്ങൾ നമ്മുടെ റമദാൻ പ്രഭാഷണത്തിന് വന്ന ഒരു ദിവസമാണ്. റമദാൻ പ്രഭാഷണ പരിപാടിയിലാണ് ഇതിന്റെ ഫണ്ടിന്റെ തുടക്കം കുറിച്ചത്. അപ്പോൾ ഈ ഒരു പരിപാടി തന്നെ അതിന് വളരെ വലിയ മുതൽക്കൂട്ടായി എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസുകളിലൊക്കെ ദുആ ചെയ്തതുപോലെ നമ്മളെപ്പോലെ ഇതേപോലെ വന്നിരുന്ന പലരും, പ്രായമുള്ളവരുണ്ട്, ഉപ്പമാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, പല ആളുകളും മരണപ്പെട്ടു പോയവരുണ്ട്. ഈ റമദാനിനും വെള്ളിയാഴ്ചയും ഒക്കെ ഇവിടെ വന്നിരുന്ന് ദുആയിലൊക്കെ പങ്കെടുത്ത ആളുകൾ, അവർക്കൊക്കെ ഈ വലിയ ഹദിയകൾ പടച്ച റബ്ബ് അവരുടെ ഖബറുകളിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. നമ്മളും മരിച്ചുപോയാൽ നമുക്കും പ്രതീക്ഷിക്കാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. ആ ഒരു നല്ല നിയ്യത്താണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടത്. ആ ഒരു നിയ്യത്തോടുകൂടെയാണ് ഈ മഹത്തായ സദസ്സിനെ നമ്മൾ കാണുന്നതും ഉപയോഗപ്പെടുത്തുന്നതും. കേവലം ഒരു ആസ്വാദനമോ അല്ലെങ്കിൽ എന്തെങ്കിലും കളിതമാശകളോ ഒന്നുമല്ല ഈ സദസ്സിന്റെ ലക്ഷ്യം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ദീനിയായി പഠിക്കാനും ആ കേൾക്കുന്നതും പഠിക്കുന്നതും നമ്മുടെ ഈമാൻ വർദ്ധിക്കാനും കൂടുതൽ നന്നാവാനും കൂടുതൽ മെച്ചപ്പെടാനും നമ്മുടെ ജീവിതം നന്നാവാനും ഒക്കെ കാരണമായാൽ അൽഹംദുലില്ലാഹ്. അതേപോലെ ഇത്രയും ആളുകൾ, ധാരാളം ആളുകൾ പങ്കെടുക്കുന്നൊരു സദസ്സാകുമ്പോൾ ഉസ്താദുമാരുണ്ട്, ആലിമീങ്ങളുണ്ട്, കുഞ്ഞുമക്കളുണ്ട്, മുത്താലിമീങ്ങളുണ്ട്, ഹാജിമാരുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ട്, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ. അവരൊക്കെ ആമീൻ പറയുമ്പോൾ ആ കൂട്ടത്തിലൊന്ന് ഉൾപ്പെടുക, അതും നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും വലിയ ലാഭം. അൽഹംദുലില്ലാഹ് പല വഴികളിൽ നമ്മൾ സദഖകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നതോടൊപ്പം മറ്റുള്ള പല കാര്യങ്ങൾ, ഇന്നലെ നമ്മൾ ഒരു സ്ഥാപനം, അസാമിലെ ഒരു സ്ഥാപനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിലൊക്കെ നല്ല നിറഞ്ഞ മനസ്സോടെ ആളുകൾ സഹായിച്ചു. അതേപോലെ കഴിഞ്ഞ വർഷം വെസ്റ്റ് ബംഗാളിലെ പല പദ്ധതികൾക്ക് വേണ്ടി പല കാര്യങ്ങൾ, അവിടെ നടക്കുന്ന പള്ളികൾ, നമ്മുടെയൊക്കെ പരിശ്രമ ഫലമായി ഉണ്ടായ മദ്രസകൾ, അവിടെ നടക്കുന്ന ദീനീ പ്രവർത്തനങ്ങൾ, നോമ്പ് തുറ, ഉളുഹിയത്ത്, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി സഹായിച്ചവരുണ്ട്, വസ്ത്രം കൊടുത്തവരുണ്ട്. ഈ പരിപാടി അതിനൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ ജില്ലയിൽ തന്നെ പല മേഖലകളിലായി പാവപ്പെട്ട മദ്രസകൾ, പള്ളികൾ, അതിനെയൊക്കെ സഹായിക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ അള്ള നിഅമത്ത്, നമ്മൾ വലിയ മുതലാളിമാരായിട്ടല്ല, പക്ഷേ അൽഹംദുലില്ലാഹ് ഉള്ള നിഅമത്തിൽ നിന്ന് നമ്മൾ ആ വഴിക്കൊക്കെ നമ്മൾ കൊടുക്കുന്നു, ചെലവഴിക്കുന്നു. പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് കൊടുക്കാനുള്ള പദ്ധതിയിലേക്ക് നമ്മൾ സഹായിച്ചു. മറ്റുള്ള പല റിലീഫ് പ്രവർത്തനങ്ങൾ, ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കൾ പ്രഖ്യാപിച്ച പല പദ്ധതികളിലേക്കും നമ്മൾ സഹായിച്ചു. അതൊക്കെ ഇതിനോടൊപ്പം നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാം പടച്ച റബ്ബ് കബൂൽ ചെയ്യട്ടെ. അതോടൊപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ മഹല്ലുകളിലും നാടുകളിലും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കുമൊക്കെ, പ്രത്യേകിച്ച് റമദാനായി
സക്കാത്തായും സദഖയായും നമ്മുടെ കഴിവിന്റെ പരമാവധി ഓരോരുത്തരും നല്ല ഉദാര മനസ്സോടെ അകമഴിഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാം കബൂൽ ചെയ്യട്ടെ. അതിനുള്ള സമ്പത്തും അതിനുള്ള സന്മനസ്സും അതിനുള്ള തൗഫീഖും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ആ ഒരു നല്ല പ്രതീക്ഷ തന്നെയാണ് നമുക്കൊക്കെ ഉള്ളത്. നമ്മുടെ ഈ അനുഗ്രഹീതമായ സദസ്സ് നിരവധി ഉസ്താദുമാരും പണ്ഡിതന്മാരും പങ്കെടുക്കുന്നു. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നത് ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ ചൊവ്വാഴ്ച ബഹുമാനപ്പെട്ട കോഴിക്കോട് വലിയ ഖാളി പാണക്കാട് സയ്യിദ് നാസർ അബ്ദുൽ ഹയ്യ് ശിഹാബുദ്ദീൻ തങ്ങൾ നമ്മുടെ സദസ്സിൽ ദുആക്ക് നേതൃത്വം നൽകും. ഇൻഷാ അല്ലാഹ് ഓരോ നേതാക്കളെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന സമസ്തയുടെ സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദ് ഒരു ദിവസം വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അതേപോലെ അത്തിപ്പറ്റ ഉസ്താദ് പങ്കെടുക്കും. അങ്ങനെ പല നേതാക്കളും ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ ഉസ്താദുമാരും തങ്ങന്മാരും അവരൊക്കെ വന്നതുപോലെ നമ്മുടെ ഈ മജ്ലിസിലേക്ക് അവരൊക്കെ എത്തിച്ചേരുമ്പോൾ നമുക്ക് വലിയ ഒരു ഉണർവും സന്തോഷവുമാണ്. അവരെ കൊണ്ടൊക്കെ നമുക്ക് ദുആ ചെയ്യിപ്പിക്കണം. സഹായിക്കുന്ന ആളുകൾക്ക് വേണ്ടി, സാമ്പത്തികമായി നൽകുന്ന ആളുകൾക്ക് വേണ്ടിയൊക്കെ അവരെ കൊണ്ടൊക്കെ ദുആ ചെയ്യിപ്പിക്കണം. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട ജലീൽ റഹ്മാനിയാണ് ഇന്ന് നമ്മോട് പ്രഭാഷണം നടത്തുന്നത്. ബഹുമാനപ്പെട്ടവര് നമുക്കൊക്കെ അറിയാം, നിരവധി സദസ്സുകൾ നിരവധി നാടുകളിൽ, നമ്മുടെ കേരളത്തിലും പുറത്തും വിദേശ നാടുകളിലൊക്കെ വലിയ വലിയ സദസ്സുകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു യുവ പ്രഭാഷകനാണ്. വ്യത്യസ്തമായ വിഷയങ്ങളിൽ വളരെ പ്രത്യേകമായ മനോഹരമായ ശൈലിയും അദ്ദേഹത്തിന്റെ ആകർഷണീയമായ ശൈലിയും അതോടൊപ്പം തന്നെ ബൈത്തുകളും പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തി അതൊക്കെ നമുക്ക് വളരെ വലിയ താല്പര്യമാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹം നമ്മുടെ ഈ സദസ്സിൽ പങ്കെടുത്തു. ഈ വർഷവും നമ്മൾ ക്ഷണിച്ചപ്പോ വളരെ റാഹത്തോടുകൂടി അത് ഏറ്റെടുത്ത് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുകയാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. അതേപോലെ നമ്മുടെ നേതാക്കളൊക്കെ ഇൻഷാ അല്ലാഹ് മുടങ്ങാതെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബ് ഉൾപ്പെടെ അറിയപ്പെട്ട പല പ്രഭാഷകരും, നമ്മുടെ സാലിം ഫൈസി, അവരൊക്കെ നമ്മൾ താല്പര്യമുള്ളവരും നമ്മുടെ സദസ്സിന് ഉപകാരപ്രദമായ പല വിഷയങ്ങളും കൈകാര്യം ചെയ്തവരാണ്. ഇൻഷാ അല്ലാഹ് അവരുടെയൊക്കെ ദുആയും നസീഹത്തും നമ്മുടെ ഈ സദസ്സിൽ ഇപ്രാവശ്യവും വളരെ ഭംഗിയായി ലഭിക്കണം. അവരുടെയൊക്കെ ദീർഘായുസ്സിനും ആഫിയത്തിനും വേണ്ടിയൊക്കെ നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ജലീൽ റഹ്മാനി ഉസ്താദിനെ നമ്മോട് പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഒരു പരിപാടി കഴിഞ്ഞാണ് വരുന്നത്. നോമ്പ് നോറ്റ് രാവിലെ ഒരു ക്ലാസ്, ഈ ലോഹർ വരെ ഒരു ക്ലാസ് കൈകാര്യം ചെയ്താണ് അദ്ദേഹം വരുന്നത്. പടച്ച റബ്ബ് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين
الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت هيلتنا فأدركنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صدق الله العلي العظيم. قال النبي المصطفى المختار سيدنا محمد صلى الله عليه وسلم: إذا تزوج العبد فقد استكمل نصف الدين فليتق الله في النصف الباقي. صدق رسوله الكريم. സമാദരണീയരായ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, മുഅല്ലിംകൾ, കാരണവന്മാർ, സ്നേഹത്തിന്റെ പ്രതീകങ്ങളായ ചെറുപ്പക്കാർ, ക്ലാസിൽ ഒരുപാട് ആലിമീങ്ങളുണ്ട്. കസേരയിൽ ഇരിക്കുന്നതുകൊണ്ട് ആദ്യമായി ക്ഷമ ചോദിക്കുകയാണ്. കാരണം ദീർഘമായ യാത്രകളും പരിപാടികളും. അപ്പോ കാലിനൊരു ചെറിയ കടച്ചിൽ മാറിക്കുട്ടിയിരുന്നാല് ഈ നോമ്പുകാലായതുകൊണ്ട് പകൽ സമയത്ത് നഷ്ടപ്പെട്ടൊക്കെ രാത്രിയിൽ തിന്ന് കളാവ് കൂട്ടുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. ഇപ്പൊ ലഗേജ് കുറച്ച് കൂടും. അതുകൊണ്ട് രണ്ട് കാൽമൽ ഇങ്ങനെ നിൽക്കുമ്പോ കാലിന് ലഗേജ് കൂടിയിട്ട് ചിലപ്പോൾ നീരിറക്കം അതൊക്കെ വരും. അതുകൊണ്ട് ഇരുന്നാല് ഒരു സുഖമാണ്, ഒരു സ്വസ്ഥതയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാം. ബഹുമാനപ്പെട്ട ഉസ്താദ് സലാഹുദ്ദീൻ ഫൈലി കുടുംബം, നിക്കാഹ് ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് പോകാനാണ് എന്നോട് പറഞ്ഞത്. ഒരുപാട് സുഹൃതങ്ങൾ കേരളത്തിൽ പല ആളുകളും ഉറ്റുനോക്കുകയും മാതൃകയോഗ്യമായ നിസ്വാർത്ഥ സേവന സമർപ്പണത്തിലൂടെ മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പള്ളിയും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് ഒക്കെ സ്തുത്യർഹമായി വളരെ സന്തോഷകരമായ അസൂയാവഹമായ മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വക്താക്കൾ, പ്രയോക്താക്കൾ, നിർമ്മാതാക്കൾ, സൂത്രധാരകന്മാർ, പ്രവർത്തകന്മാർ, സേവകന്മാർ എല്ലാവരെയും അല്ലാഹു തആല രണ്ട് ലോകത്തും ഇസ്സത്തിലാക്കി തരട്ടെ. അമുഖമായി വേറെ കാര്യങ്ങളൊന്നും പറയാതെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നിക്കാഹ് എന്ന വാക്ക് നൂന് കൊണ്ടാണ് തുടങ്ങുന്നത്. അത് അറബ് ഭാഷയിലെ നൂറ് എന്നതിൽ ആദ്യത്തെ അക്ഷരമാണ്. നിക്കാഹിന് വേണ്ടി തേടിയ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തും സൂറത്തു നൂറിലാണ്. വാങ്കിഹുൽ അയാമ മിൻകും, അത് സൂറത്തു നൂറിലാണ് ആയത്തുള്ളത്. ഈ വാക്ക് തുടങ്ങുന്നതും നൂന് കൊണ്ടാണ്. അത് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഒരു വാക്കിന്റെ ആദ്യത്തെ വാക്കാണ്, അക്ഷരമാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്. അല്ലാഹു നൂറാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിക്കാഹ് എന്ന വാക്ക് തുടങ്ങുന്നത്. രണ്ടാമത്തെ സ്പെല്ലിംഗ് അക്ഷരം കാഫാണ്. അത് അള്ളാന്റെ കരീം എന്ന ഇസ്മിൽ ആദ്യത്തെ അക്ഷരമാണ്. മൂന്നാമത്തേത് അലിഫാണ്. അത് ഖുൽ ഹുവല്ലാഹു അഹദ്, അഹദിയത്തിലെ അക്ഷരമാണ്. നാലാമത്തേത് ഹ ആണ്. അത് അള്ളാന്റെ ഹലീം എന്ന ഇസ്മിൽ ആദ്യത്തെ അക്ഷരമാണ്. ഹലീം. സത്യത്തിൽ ഈ ലഫ്ള് തന്നെ അത്ഭുതകരമാണ്.
ഈ ഒരു ലഫ്ള് തന്നെ അത്ഭുതകരമാണ്. വലിയ വലിയ പ്രാധാന്യമുള്ള കാര്യത്തിന്റെ മേലുള്ള സിഗ്നലുകളാണ് ഇതിന്റെ എടുപ്പന്നെ. ഇനി അതൊന്ന് കെട്ടഴിച്ചാൽ അതിനേക്കാൾ അത്ഭുതമാണ്. കുടുംബം എന്ന് പറയുന്നത് സത്യത്തിൽ തൗഹീദിന്റെ നിലനിൽപ്പിന്റെ സംവിധാനമാണ്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് ഭാര്യയില്ല, കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല, എണ ചേരൂല്ല. എന്തേ കാരണം? അവിടെയാണ് ചിന്തിക്കേണ്ടത്. എന്താ കാരണം? ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ ജിബ്രീൽ അലൈഹി ഇസ്ലാം നടത്തും. ഇടയിൽ മരിക്കൂല. ഒക്കെ കഴിഞ്ഞിട്ട് മനുഷ്യന്മാരൊക്കെ മരിച്ചു, എല്ലാം കഴിഞ്ഞിട്ടാണ് ജിബ്രീലും മീക്കായിലൊക്കെ അസ്രായിൽ അലൈഹി സ്വലാമൊക്കെ മരിക്കുക. മരിക്കും, ഓലും മരിക്കും, അസ്രായിൽ വരെ മരിക്കും. എന്നിട്ടല്ലേ അത് ആത്മഹത്യാവൂല. സ്വന്തം റോഹിനെ പിടിക്കൽ ആത്മഹത്യാവെന്ന് ചോദിക്കണ്ട, ആത്മഹത്യാവൂല. അള്ളാഹു തആലാണ് മരിക്കാൻ പറഞ്ഞാൽ മരിക്കുമ്പോ എന്താ ആത്മഹത്യ? എല്ലാരും മരിക്കും. അതുവരെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഏൽപ്പിച്ച പണി മുറിയില്ല. ഇടയിലൊരു പനിയോ ജലദോഷമോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും. അസ്രായിൽ അലൈഹി ഇസ്ലാമിനെ ഏൽപ്പിച്ചൊരു പണിയുണ്ട്, മനുഷ്യന്റെ റൂഹിനെ പിടിക്കുക. അത് അസ്രായിൽ അലൈഹി ഇസ്ലാം ഉള്ളിടത്തോളം കാലം, എന്നാണ് ഖിയാമത്ത് നാൾ വരെ ആ സംഗതി നടക്കും. തുറന്ന കാലത്തിലെ ഊത്തോടുകൂടി പിന്നെ ആ പരിപാടി മുറി. എന്നാലും അസ്രായിൽ നിലനിൽക്കും കുറച്ച്, അതുവരെ സംഗതി നടക്കും. അതുകൊണ്ട് ഓൽക്ക് കല്യാണം കഴിക്കണ്ട. സൂര്യൻ എണ ചേരൂല, കാരണം സൂര്യനെ അള്ളാഹ് ഏൽപ്പിച്ചൊരു പണിയുണ്ട്, അത് ഖിയാമത്ത് നാൾ വരെ നടക്കും. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. അത് ഖിയാമത്ത് നാൾ വരെ നടക്കും. ഇദാ ശംസു കുവ്വിറത്, അത് വരെ പണി നടക്കും. അപ്പൊ അതുകൊണ്ട് സൂര്യനെ എണ ചേരേണ്ട, കുടുംബത്തിന്റെ ആവശ്യമില്ല. പിന്നെ കുടുംബത്തിന്റെ ആവശ്യം ആർക്കാ? ഇടക്ക് മരിച്ചോണവർക്ക്. അപ്പൊ നമ്മളിവിടെ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ വൈസ് തുടക്കത്തിൽ തന്നെ ഓരോരുത്തരും മരിച്ച, കഴിഞ്ഞ വെള്ളിയാഴ്ച പങ്കെടുത്ത ആൾക്കാർ മരിച്ച കാര്യം പറഞ്ഞിട്ട് ദ്വാരക്കാണ്. KVM കാരാകുറിശി എന്നുള്ള കാര്യം കണ്ടായിരുന്നു. നോമ്പിന് 4 ദിവസം അയാൾ മരിച്ചത്, മരണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സ്റ്റേജിൽ വീണിട്ടാ മരിച്ചത്. ഇവിടെ അടുത്തവിടെ അയാള് കഥ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഥ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അയാളെ ചർച്ചയിൽ മരണം കടന്നു വരികയാണ്. അദ്ദേഹം മരണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സ്റ്റേജിൽ വീണിട്ട് മരിക്കുകയാണ്. ഒരു പ്രഭാഷകൻ പരിപാടിക്ക് പോണതിന്റെ മുമ്പ് സോക്കർ ഉണ്ടെങ്കിൽ വിളിച്ചറിയും സംഘാടകർക്ക് എനിക്കിന്ന് വരാൻ കഴിയില്ല, തളർച്ച ഉണ്ടെന്ന്, വേറെ ആളെ വിടുക. ആള് സ്റ്റേജിൽ എത്തി എന്നുള്ളത് എത്തുന്നേരെ സോക്കറില്ല എന്നുള്ളതിന് തെളിവാണ്. പരിപാടി അവതരിപ്പിച്ച് തുടങ്ങുമ്പോഴാണ് അറ്റാക്ക് വന്നെങ്കിൽ ആള് പറയും, എന്റെ നെഞ്ഞിടിപ്പുണ്ട്, എനിക്ക് അറ്റാക്ക് ഉണ്ട്, എനിക്ക് അടുത്ത് വേദനയുണ്ട്, വേർക്കുന്നുണ്ട്, എനിക്ക് തളർച്ചയുണ്ട്, വാക്കുകൾ കിട്ടണില്ല, അതുകൊണ്ട് വേറെ ആളെ കൊണ്ടുവരും, എനിക്ക് ആശുപത്രി പോകണമെന്ന് പറയും. അപ്പൊ സ്റ്റേജിൽ നിന്ന് നമ്മൾ ആംബുലൻസ് കൊണ്ടുപോകും. അതും അയാൾക്ക് ഉണ്ടായിട്ടില്ല. ആള് മനോഹരമായിട്ട് ആള് നീട്ടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റക്കാണ്. കാരണം മനുഷ്യൻ എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് പെട്ടെന്ന് മരിച്ചു പോകുന്ന ആൾക്കാർക്കാണ് കല്യാണത്തിന്റെ ആവശ്യം. കാരണം എന്താണ്? നമ്മൾ അള്ളാഹു ഏൽപ്പിച്ചൊരു പണിയുണ്ട്. സൂര്യനെ ഏൽപ്പിച്ചതുപോലെ, മലക്കുകളെ ഏൽപ്പിച്ചതുപോലെ ഇൻസാനെ ഏൽപ്പിച്ചൊരു പണിയുണ്ട്. ആ പണി നമ്മൾ അങ്ങോട്ട് മരിച്ചു പോകുമ്പോ പിൻഗാമി ഏൽപ്പിച്ചിട്ട് പോകണം. അതിനാണ് കല്യാണം. അതാണ് നിക്കാഹ്, നൂറ്. ഇത് നൂറാനിയത്തിന്റെ സംഗമമാണ്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കുക എന്നുള്ളത് തന്നെ ഒരു അമലാണ്. സന്താനോൽപാദനവും തെർബിയത്തുൽ ഔലാദും അതൊക്കെ വേറൊരു കാര്യം. കല്യാണം കഴിക്കുക എന്നുള്ള തന്നെ സവാബ് കിട്ടുന്ന അമലാണെന്നാണ്. എല്ലാ അമ്പിയാക്കളും കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ മനസ്സിലൊക്കെ ഈസാ നബി ഉണ്ടാവും എനിക്കറിയാം. വിവരമില്ലാതെ പ്രസംഗിക്കാൻ നടക്കണമെന്ന് ചിലപ്പം തോന്നുന്നുണ്ടാവും. അതിന് ഈസാ നബി മരിച്ചിട്ടില്ലല്ലോ. ഈസാ നബി ഇനി കല്യാണം കഴിച്ചിട്ടേ മരിക്കുള്ളൂ. കല്യാണം കഴിച്ചിട്ടേ ഈസാ നബി മരിക്കുള്ളൂ, വഫാത്താവുള്ളൂ. ചില അമ്പിയാക്കൾ കല്യാണം കഴിച്ചിട്ട് ഭാര്യയായിട്ട് ബന്ധപ്പെട്ടിട്ടും കൂടില്ല. യഹ്യ നബി സ്വലാം തസവ്വജ യഹ്യ വലം ഇജാമിഅ, ഇമാം ഗസ്സാലി റളിയല്ലാഹു പറയാം. യഹ്യ നബി സ്വലാം കല്യാണം കഴിച്ചു, പക്ഷേ ശാരീരിക സംസർഗം നടന്നിട്ടില്ല. കാരണം കല്യാണം കഴിക്കുക എന്നുള്ളൊരു അമലാണെന്ന്. മറ്റുള്ള വേറെ കാര്യം. എന്തുകൊണ്ട്? ഇത് വലിയൊരു അമലാണ്. ഇത് വലിയൊരു അമലാണ്. അനിക്കാഹു മിൻ സുന്നത്തി നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്റെ സുന്നത്തപ്പെട്ടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലിയൊരു അമലാണ് കല്യാണം കഴിക്കുക എന്നുള്ള വലിയൊരു അമലാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന ശിരസ വഹിക്കുക എന്നുള്ളതാണ് അതിലൊന്ന്. അല്ലാഹു അങ്കിഹു എന്ന് പറഞ്ഞാണ്
പിന്നെ നിക്കാഹ് എടുത്ത് തന്നെ. കല്യാണം കഴിക്കാതിരിക്കുന്നത് ഉത്തമല്ല എന്നാണ്. ഒരുപാട് ഔലിയാക്കൾ കല്യാണം കഴിക്കാത്തവരുണ്ട്. അവരൊക്കെ നാളെ സ്വർഗത്ത് പോയാൽ കല്യാണം കഴിക്കായിരുന്നു എന്ന് ചിന്തിക്കുന്നതാണ്. ഒരു മഹാന്മാരാണ്, ഒരു സ്വർഗത്തിൽ തന്നെയാണ്. പക്ഷെ കല്യാണം കഴിച്ചവർക്കുള്ള ഒരു സീറ്റ് ഉണ്ട്, അവിടെ അവർക്ക് ഇരിക്കാൻ പറ്റൂല. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, കല്യാണം ഒന്നും കഴിച്ചു വന്നാൽ മതിയായിരുന്നു. ഇബ്രാഹിം നബി റളിയല്ലാഹു അൻഹു വരെ കല്യാണം കഴിച്ച കുട്ടികളും പെണ്ണുങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കാട് കയറിയ സംഭവങ്ങൾക്ക് അറിയാം അല്ലേ? ഇബ്രാഹിം അത് 18 രാജ്യം വീട്ടവർ കരിമ്പടം പുതച്ചിടുന്നേ. 18 രാജ്യങ്ങളെ ഭരണമൊക്കെ ഒഴിവാക്കിയിട്ട് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ആയിട്ട് കാട് കയറി. അവര് പിന്നെ ഒരിക്കലും ഒരു ആലിമിനെ കണ്ടിട്ട് ആലിമ് ചോദിച്ചു, നിങ്ങൾ വലിയൊരാളെന്നെ കേട്ടോ, കാരണം നിങ്ങൾ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഒഴിവാക്കിയിട്ട് കാട് കയറിയില്ലേ, നിങ്ങൾ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ അള്ളാഹ് കൊണ്ട് ഒഴിവാക്കിയില്ല എന്ന് വെച്ചാൽ. അതിൽ ഇബ്രാഹിം നബി പറഞ്ഞു, അത് നിങ്ങൾക്ക് ഇൽമില്ലാത്തതുകൊണ്ടാണ് ആ വിഷയത്തിൽ, എന്നെക്കാളും മഹാങ്ങളാണ്. കാരണം എനിക്ക് പെണ്ണുങ്ങളും കുട്ടികളെയും ഇടയിൽ നിന്നാൽ തെക്കവുണ്ടാവില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ ഒഴിവാക്കിയതാണ്. അതൊരു മഹത്വമല്ല, അതിന് നുക്സാനാണ്. പക്ഷെ നിങ്ങൾ അവരെ അടിയിൽ നിന്നിട്ട് നിസ്കരിക്കണം, അവരെ അടിയിൽ നിന്നിട്ട് ദിക്റിലാണ്, അവരെ അടിയിൽ നിന്നിട്ട് ദർശനത്തിന്, അവരെ അടിയിൽ നിന്നിട്ട് ഇബാദത്ത് ചെയ്യുന്നത്. നിങ്ങളാണ് ആൺകുട്ടി, എനിക്കതിന് പറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്നെക്കാളും നിങ്ങൾ ചെറുതാവണ്ട, എന്നെക്കാളും നിങ്ങൾ വലുതാണെന്നാണ്. അവര് വരെ അങ്ങനെയാണ് വീക്ഷിച്ചതാ കാര്യം. നമ്മളെ കൂടെ ചില ആൾക്കാർ മനസ്സിലാക്കൽ എന്താ, ഓ പെണ്ണും കുട്ടിയും കൂടി ഇല്ല, പെണ്ണും കുട്ടിയില്ല എന്നുള്ളൊരു മഹത്തല്ല. പെണ്ണും കുട്ടി ഉണ്ടാവലാണ് മഹത്വം. കാരണം അതാ റസൂലുള്ളാഹിന്റെ സുന്നത്ത്, അത് അമ്പിയാക്കളെ സുന്നത്ത്. അല്ലാത്തൊരു കുറ്റം പറയാൻ പോണ്ട, അല്ലാത്തവരുണ്ടാവാ. പക്ഷെ കുറ്റം പറയാൻ പോണ്ട, അതിനേക്കാളും മഹത്വം കല്യാണം കഴിച്ച ഔലിയാക്കൾക്കാണ്. കല്യാണം കഴിച്ച ഔലിയാക്കൾക്കാണ് മഹത്വം. എന്തുകൊണ്ട്? നമ്മൾ ഉമ്മത്ത് മുഹമ്മദ പ്രത്യേകിച്ച് നമ്മുടെ നേതാവ് കല്യാണം ഒന്നല്ല ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഒന്നൊന്നല്ല, ചിന്തിക്കണേ. അതിന് ഒരുപാട് കെട്ടാൻ പോകണ്ടട്ടോ, സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാക്കണ്ടേ. എന്നാ പിന്നെ ഇത്തിവാണ്ട് സമ്പൂർണ്ണ ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. റമദാൻ കഴിഞ്ഞോണ്ട് നന്നായിട്ട് കെട്ടി നടക്കണ്ട. ഉള്ള ഒന്നിനെ മര്യാദക്ക് നോക്കാത്ത നമ്മള് രണ്ടാമത്തും കൂടി പോയി കൊളത്തിയാല് ഇനി വാളില്ലാതാവും. അതുകൊണ്ടാ. അപ്പൊ അതുകൊണ്ട് കല്യാണം കഴിക്കുക എന്നുള്ളൊരു മഹത്വമാണ്. കല്യാണം കഴിക്കുക എന്നുള്ളതൊരു മഹത്വമാണ്. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമൊന്ന് അള്ളാന്റെ കൽപ്പനയെ ശിരസാവഹിക്കലാണ്. 2 മുത്തുനബിയെ സന്തോഷിപ്പിക്കലാണ്. എങ്ങനെയാണ് സന്തോഷിപ്പിക്കല്? അള്ളാന്റെ റസൂല് പറയുകയാ, തസവ്വജുൽ വലൂദൽ വദൂദാ ഫഇന്നീ മുകാഫിറും ബികുമുൽ ഉമ്മമ യൗമൽ ഖിയാമ. നബിയുനാ മുഹമ്മദ് മുസ്തഫ. തസവ്വജുൽ വലൂദൽ വദൂദ. വലൂദ് എന്ന് പറഞ്ഞാൽ ഫൗൽ വസനാണ്. ഒരുപാട് പ്രസവിക്കുന്ന പെണ്ണിനെ സെലക്ട് ചെയ്തോളിന്നാണ്. നാം 2, നമുക്ക് 2 ഒന്നുമല്ല. അതൊക്കെ പോയത്തെ തരാം. എങ്ങനെ പറ്റിയ? പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് ഗർഭാർബുദം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗർഭത്തിനുള്ളിൽ ക്യാൻസർ. ഇതിന് കാരണം എന്താ അറിയോ? പരിപാടി നിർത്തിയിട്ടാണ്. കാരണം മസല പറഞ്ഞാൽ ചിലപ്പം ജനങ്ങൾ കേൾക്കൂല, ഞെട്ടിച്ചാൽ ചിലപ്പം കേൾക്കും. അതുകൊണ്ടാണ് ഗർഭത്തിനുള്ളിൽ അർബുദം ഉണ്ടാകാനുള്ള ഒരു കാരണം പ്രസവം നിർത്തിയിട്ടാണ്. ഓരോ ഗർഭപാത്രത്തെ അള്ളാഹു താല സൃഷ്ടിക്കുമ്പോ ഇത്ര കുട്ടികൾ എന്നൊരു കണക്കിനാണ് അള്ളാഹ് സെറ്റപ്പ് ചെയ്യുന്നത്. അള്ളാഹു താലാക്ക് ഈ ഗർഭപാത്രത്തിൽ ഇത്ര കുട്ടികൾ ഉണ്ടാക്കണം എന്നുള്ള തീരുമാനം ഗർഭപാത്രം ഉണ്ടാക്കുമുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹ്ക്ക് 9 കുട്ടികൾ ഉണ്ടാക്കാൻ തീരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ 3-ാമത്തിന് പിന്നെ ലോക്ക് ചെയ്യാം. അപ്പൊ ഗർഭപാത്രം അടങ്ങിക്കൂലാന്നാണ്. കാരണം മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ പാർട്സുകൾക്കും അതിന്റേതായ ജീവത്തുടിപ്പുണ്ട് എന്നാണ്. നമുക്ക് മൊത്തം ശരീരത്തിൽ ഇടക്കിടക്ക് ഇങ്ങനെ ഇറച്ചി തുടിക്കണ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതെന്താ അറിയോ? ഇടക്കുണ്ടാവില്ല ഒരു വിരല് ഇല്ലേ? ഒരു വിരലില്ലേ? നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല ഇല്ലേ? എനിക്കുണ്ടാവില്ലുണ്ട് ഒരു വിരല് ഇല്ലേ? എന്താ നമുക്കറിയില്ല. എന്താ അറിയോ? അത് അസറായിലെ നമ്മളങ്ങനെ വന്ന് നോക്കുകയാണ്. അപ്പൊ നമ്മളെ ശരീരത്തിന്റെ പാർട്സുകൾ അസറായിലിനെ കാണുക, അപ്പൊ ഇറക്കുകയാണ്. അതാണ്. കാരണം ഒരു മനുഷ്യന്റെ നബി ഇസ്രായേൽ അലൈഹി സ്വലാം ഒരു ദിവസം പല പ്രാവശ്യം വന്നു പോകുന്നുണ്ടെന്നാണ്. ചിലപ്പം വരുമ്പോ ഭയങ്കര നോട്ടം നോക്കും, അപ്പൊ ഇറച്ചൊക്കെ കൂടി ബേജാറാകണം. എന്നതുപോലെ ശരീരത്തിൽ ഗർഭപാത്രത്തിനും അതിന്റേതായ തുടിപ്പുണ്ട്. അപ്പൊ ഇത് 8-9 കുട്ടികൾ ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലാണ് ഗർഭപാത്രം അള്ളാഹ് സൃഷ്ടിച്ചെങ്കിൽ നമ്മൾ 3-ാമത്തേല് ലോക്കാക്കി എന്തുണ്ടാവുന്നറിയോ? ഗർഭപാത്രം അടങ്ങിക്കൂല. ഗർഭപാത്രം എന്ത് ചെയ്യും? കിട്ടേണ്ട സമയത്ത് കുട്ടിനെ കിട്ടിയിട്ടില്ലെങ്കിൽ കൃത്രിമമായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ കൂടി വാരിയിട്ട് ഉരുട്ടിയിട്ടൊരു മുഴ ഉണ്ടാക്കും. അതാണ് കുട്ടി. അത് ക്യാൻസറാണ്. കാരണം അള്ളാന്റെ റസൂൽ വലൂദ് എന്ന് പറഞ്ഞു. നീ ഏത് ബുദ്ധിരാക്ഷസന്മാർക്ക് വേണ്ടി അത് കട്ട് ചെയ്താലും ദുന്യാവിൽ അതിന്റെ അദാബ് ഉണ്ടാവും, പരലോകത്ത് അതിന്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. കാരണം റസൂലുള്ളാന്റെ നാവ് നിന്നാണ് വലൂദ് എന്ന് വന്നത്.
അതിനർത്ഥം ഒരുപാട് പ്രസവിക്കുന്ന പെണ്ണെന്നാണ്. തസവ്വജുൽ വലൂദ, ധാരാളമായി പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിച്ചോ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവിടെ ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ സംശയം വരും. ധാരാളം പ്രസവിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിച്ചോന്ന് പറയുമ്പോൾ പുതുവെണ്ണായിട്ട് വരുമ്പോ മക്കളെ കൂടി പ്രകടനം നടത്തിക്കൊണ്ടിരേ. അത് ധാരാളം പ്രസവിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കുമെന്ന് പറയുമ്പോ ഈ പരിപാടി നേരത്തെ ഒരുപാട് ചെയ്യണമല്ലോ. അപ്പൊ പുതിയെണ്ണായിട്ട് മണിയറിയൊക്കെ വരുമ്പോ മൂത്തവും വലത്ത് ഇടത്തവും സൈഡില്, പിന്നെ ചെറിയ മക്കളെ കൂടി ബാക്കില്, മുമ്പില് വേറെ കുറച്ച് കുട്ടികളെ കൂടി ഉമ്മ നടക്കി വാപ്പാന്റെ റൂമിൽ നിന്ന് കൊണ്ടുവരിക. ചെനുള്ള ആടിന് മാർക്കറ്റ് ഉണ്ട്, ചെനുള്ള പെണ്ണിന് മാർക്കറ്റ് ഇല്ലല്ലോ. ഉണ്ടോ? ചെനുള്ള പെണ്ണിന് മാർക്കറ്റ് ഉണ്ടോ? നാളെ ഏതൊരു പേപ്പറിൽ വായിച്ചു, സുന്ദരിയും സുശീലിയും വയറ്റിലുള്ള പെണ്ണിന് വരുന്ന ആവശ്യമുണ്ടെന്ന്. വായിച്ചിട്ട് ആകെ ഇടങ്ങറായി. എന്താ ഇപ്പൊ ഇത് ഇങ്ങനൊക്കെ എഴുതുന്നു? സുന്ദരിയും സുശീലിയും ഓക്കെ, പക്ഷെ വയറ്റിലുള്ള പെണ്ണിനാണ് വരുന്ന ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അതിപ്പോ എങ്ങനെ നടക്കുക റബ്ബ്? ഇനി പിറ്റേന്ന് വയറ്റിലല്ല കുവൈറ്റിലാണ് ഒരു കൂ പോയതാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി ഓരോ ദിവസത്തെ പേപ്പർ വിശ്വസിക്കാൻ പറ്റൂല, ജമ്മാക്കി 2 ദിവസം കൂടി കൂട്ടി ഘടിപ്പിച്ചിട്ട് വേണം മാനാക്കാന്. അല്ല ഇലയ മനുഷ്യൻ പൊട്ടുവോ? അപ്പൊ ഇത് ചാനലിലെ പെണ്ണാണെങ്കിൽ മാർക്കറ്റ് ഉണ്ടാവില്ല. വലൂദ് എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാല് നേരത്തെ ഒരുപാട് പ്രസവിച്ചിരിക്കണമെന്നും അല്ല. അതാണ് ജനതിക ശാസ്ത്രം. അതാണ് ജീനിയായ സ്വഭാവം, പാരമ്പര്യ ഗുണം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇത് ലോകത്ത് കൃത്യമായിട്ട് അവതരിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ. അതാ ഒരൊറ്റ വാക്കിൽ ഉൾപ്പെട്ടു. കാരണം ഊതീതു ജവാമിയൽ കലിം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ വാക്കിൽ വലിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മുസ്തഫ നബിക്ക് അറിയും. ആ വലൂദ് എന്നുള്ള വാക്കിലൊക്കെ പെട്ടു, എല്ലാ ജനരിക ശാസ്ത്രം പെട്ടു. തസവ്വജുൽ വലൂദൽ വദൂദ, നിങ്ങൾ നന്നായി സ്നേഹിക്കുകയും ധാരാളം പ്രസവിക്കുകയും ചെയ്യുന്ന പെണ്ണിനെ കല്യാണം കഴിക്കുക. എങ്ങനെയാണ്? നമ്മൾ കെട്ടുന്ന പെണ്ണിന്റെ ഉമ്മാനെ നോക്കിയാൽ മതി. ഉമ്മര് 13 പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഇവളിലൂടെ 9 നമുക്ക് പുറത്തുണ്ട്. ഉമ്മര് 13 ഒരു 9 എങ്ങനെയാലും ഉണ്ടാവും. ജീനിയ പാരമ്പര്യ ഗുണം ഉണ്ടാവും. കല്യാണത്തിന്റെ ഒന്നാമത്തെ നിയ്യത്ത് എന്താണെന്ന് അറിയാം? ഒന്നാമത്തെ നിയ്യത്ത് മുസാഹബത്താണ്. ഒരു സാലിഹത്ത് ഒരു സാലി ഒരുമിച്ച് വിടുക എന്നുള്ളതാണ്. കുട്ടികൾ ഉണ്ടാലൊക്കെ വേറെ കാര്യമാണ്. വികാര പൂർത്തീകരണം മറ്റൊരു കാര്യമാണ്. തെർബിയത്തുൽ ഔലാദ് മറ്റൊരു കാര്യമാണ്. ഇൻഫാഖുൽ മാൽ മറ്റൊരു കാര്യമാണ്. ഇത്ആമു മറ്റൊരു കാര്യമാണ്. താലീമുൽ ഇൽമു മറ്റൊരു കാര്യമാണ്. ഒന്നാമത്തെ നിയ്യത്ത് ഒരു സാലിഹും സാലിഹത്തും തമ്മിൽ ഒരുമിച്ച് വിടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തുങ്കവുൽ മറത്തുലി അർബഈൻ ലിമാലിഹ വലി ജമാലിഹ വലി ഹസബിഹ വലി ദീനിഹ ഫൾഫിർ ബിദാത്തിദ്ദീൻ എന്ന ഹദീസിനെ ഇമാം നവവി ബാബു മുസാഹബത്തി സാലിഹീൻ എന്ന ഹെഡിങ്ങിലാണ് കൊണ്ടുവന്നത്. ഹെഡിങ്ങും ഹദീസും തമ്മിൽ മുനാസബ വേണല്ലോ, ബന്ധം വേണല്ലോ. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഹദീസിനെ ഒരു കിതാബിൽ കൊണ്ടുവന്നത് ബാബു മുസാഹബത്തി സാലിഹീൻ എന്ന ഹെഡിങ്ങിലാണ്. സ്വാലിഹ്യങ്ങളേറ്റ് സാഹസിക്കുന്നതിന്റെ ഗുണം പറയുന്ന ബാബ് നേരെ ചോട്ടില് നല്ല പെണ്ണിനെ തെരഞ്ഞെടുത്തു എന്നുള്ള ഹദീസ്. കാരണം എന്താണ്? ഇതിന്റെ ആദ്യത്തെ നിയ്യത്ത് എനിക്കൊരു നല്ലോളെ കൂടെ ജീവിക്കണം എന്നതാണ്. അത് കുട്ടി ഉണ്ടായാലും ഇല്ലെങ്കിലും ഉണ്ടാവും. എനിക്ക് നല്ല പെണ്ണിന്റെ കൂടെ ജീവിക്കണം. അപ്പൊ പെണ്ണിനോ നല്ല ആണിന്റെ കൂടെ ജീവിക്കണം. ഈ മുസാഹബത്തിൽ ഈമാൻ അടിച്ചു കയറും. അതാണ് അള്ളാന്റെ ഒന്നാമത്തെ തീരുമാനം. അതാണ് കുട്ടികൾ ഉണ്ടാവണം, ഉണ്ടാവാതിരിക്കാം, എന്നാലും നിയ്യത്ത് പൊളിയില്ല. കാരണം നിയ്യത്ത് ഒരു സാലിയത്തിന്റെ കൂടെ കിടക്കണം എന്നുള്ളതാണ്. നിയ്യത്ത് പെണ്ണിനൊരു സാലിയന്റെ കൂടെ ജീവിക്കണം എന്നുള്ളതാണ്. അതിനുള്ള ലക്ഷ്യം ഈമാൻ പൂർത്തിയാവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മുസ്തഫ നബി പറഞ്ഞത്, ഇദാ തസവ്വജൽ അബ്ദു, അള്ളാന്റെ അടിമ കല്യാണം കഴിച്ചാൽ ഫഖദ് ഇസ്തക്മല നിസ്വദ്ദീൻ, അവൻ ദീനിന്റെ പകുതിയെ പൂർത്തിയാക്കി എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇസ്തക്മല എന്നുള്ളത് മാളിയ ഫീലാണ്. അതിൽ ഖദ് വന്നാൽ തഹ്ഖീഖ് എന്നാണ് നിയമം. ഫഖദ് ഇസ്തക്മല, ഫഖദ് ഇസ്തക്മല, ഫഖദ് ഇസ്തക്മല. ഈ സംശയിക്കാൻ പാടില്ല എന്നാണ്. ദീനിന്റെ അർദ്ധഭാഗം ഓൻ കയ്യിലാക്കിയെന്ന് മുഹമ്മദ് മുസ്തഫ. അത് വെറും കുട്ടികളുണ്ടാകുമെന്ന് മാത്രമല്ല, അതുകൊണ്ട് വളരെ വളരെ വിലപ്പെട്ട കനപ്പെട്ട പ്രധാനപ്പെട്ട ലക്ഷ്യമാണതിനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണതിനുള്ളത്.
മറ്റൊരു റിവായത്തിൽ ഫഖദ് അഹറദ സുലുസൈ ദീനിഹി എന്നാണ്. അവന്റെ ദീനിന്റെ 2 ഭാഗത്തെയും അവൻ പൂർത്തീകരിച്ചു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ ഒരുമിച്ച് കൂടൽ തന്നെ ഒരു വലിയ ബർക്കത്താണ്. പക്ഷെ എന്ത് വേണമെന്നറിയോ, അതിൻ്റെതായ മുഖച്ഛായന്നെ മാറിയെന്ന്. അതാണ് ഇപ്പൊ വലിയൊരു കഷ്ടപ്പാട്. കല്യാണം തുടങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അതിനെന്നെ ഒരു രീതിയും ഒരു രൂപ സ്വഭാവങ്ങളൊക്കെ അല്ലേ, അതന്നെ അങ്ങോട്ട് മാറി. ഇപ്പൊ നിശ്ചയത്തിന് പോണ ആരാ? നാട്ടിലെ ഏറ്റവും വലിയ റൗഡികള് അല്ല. ഒരു പെണ്ണു ആണും ഭാര്യയും ഭർത്താവ് ആവണം എന്ന് നിശ്ചയിക്കാൻ വേണ്ടി പോണത് കുടുംബത്തിലെ ഏറ്റവും വലിയ റൗഡികള്. എല്ലായിടത്തെയും അവസ്ഥ അല്ല ഞാൻ പറയുന്നത്, പല സ്ഥലങ്ങളിലുള്ള അവസ്ഥയാണ്. കൈമല ചരടൊക്കെ കെട്ടി ഹാഫ് കൈന്റെ ബനിയനായിരിക്കും, എന്നിട്ട് പിന്നെ അന്നാണ് കയറ്റിയേക്കും. ഇതൊക്കെ കയറ്റിവെച്ച് നിസ്കരിക്കൂല്ല, പൊന്തി മറിച്ചിട്ടാലും പടിഞ്ഞാട്ട് വീകൂല്ല, പാന്തം കെട്ടി വലിച്ചാലും പള്ളിയൊക്കെ കേറൂല, എല്ലാ കള്ളും കഞ്ചാവും പെണ്ണും ഉണ്ടാവും. അങ്ങനത്തെ ഒരു 10 രൂപത്തിനാണ് നിശ്ചയിക്കാൻ പറഞ്ഞേക്കാം. എന്താണെന്നറിയോ, അത് ചെക്കന്റെ വാപ്പാനൊന്ന് ഞെട്ടിക്കാനാണ്. ഇവരങ്ങനെ കൊണ്ടുപോയിട്ട് നിരത്തിയാണ്ട് ഇരുത്തും നിശ്ചയത്തിന് കൊലായ്മല്. ഒറ്റ നിസ്കരിക്കണ ആ കൂട്ടത്തിൽ ഉണ്ടാവില്ല. എന്നാ കുടുംബത്തിൽ കുറെ നിസ്കരിക്കണ നല്ലവരുണ്ട്, അവരൊന്നും ഇതിന് പറഞ്ഞേക്കൂല. അതിനത് ഞെട്ടിക്കൽ പ്രോഗ്രാമാ. ഇത് നിരത്തിയിട്ട് കൊലായ്മ കൊണ്ടുപോയിരുത്തും. അപ്പൊ ഇറ്റിങ്ങളെ കൂടി കാണുമ്പോ തന്നെ ചെക്കന്റെ വാപ്പാക്ക് വേറെ തുടങ്ങി. അവസാനം ഇതൊക്കെ ഏതാ പറഞ്ഞു കൊടുക്കും. ആ തലക്കുള്ള നീല വനയിട്ട ചങ്ങായി ഉണ്ടല്ലോ, മറ്റാൾ പരിചയപ്പെടുത്താണ്. അതിന് നിങ്ങൾക്ക് അറിയോ? ഇല്ല. അവനാണ് ഒറ്റടിക്ക് SIനെ കൊന്ന കുഞ്ഞാമത്. അത് നിങ്ങളെ കുടുംബത്തിൽ വിട്ടാളാ? ഇയാൾക്ക് ബേജാറ് തുടങ്ങി. അതിന്റെ അപ്പുറത്തുള്ള ആ ചോപ്പ് വനയിട്ട ആ ചങ്ങായിനറിയോ? ഇല്ല. അവനാണ് പൂരപ്പറമ്പില് അടിണ്ടാക്കിയിട്ട് മാലിലെ സെക്രട്ടറിന്റെ മൂക്കിന്റെ വാലം പൊട്ടിച്ചത്. ആ ലത്തീഫ് നിങ്ങളെ കുടുംബക്കാരനാ? ഇയാൾക്ക് തുടങ്ങി ബേജാറ്. 5-8 എണ്ണിയിടും. അതിൽ ഇയാള് മോനോട് പോയി പറയും, മോനെ എന്തുണ്ടെങ്കിലും ഇപ്പാന്റെ കുട്ടി തൊലാക്കല്ലരുത്. കാരണം അന്റെ നരകവും സ്വർഗമൊക്കെ ആ പെണ്ണാണ്. അത് അള്ള എന്താ കളായി ചെയ്തത് അതുപോലെ ഉണ്ടാവും. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. കാരണം എന്താണ്, കൊടുന്നി എത്തിക്കണ ആ സൈസിനാണ്. ഇങ്ങനെയാണ് പരിപാടി തുടങ്ങുന്നത് അല്ലേ. പിന്നെ അങ്ങനത്തെ അനാചാരങ്ങൾ, പെണ്ണ് കാണാൻ പോക്കാണെങ്കിലും പെണ്ണ് കാണാൻ പോക്ക് ഒരു ജുമാക്കുള്ള ആളൊക്കെ ഉണ്ടാവും, 10-40 ആൾക്കാരുണ്ടാവും ഒരു പെണ്ണിനെ കാണാൻ. എന്നിട്ട് എല്ലാരും കൂടി ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ക്ലബിൽ പറ്റിക്കാൻ അതിന്റെ ഇടയിൽ ചോദിക്കാണ്, എനിക്ക് വെച്ചിക്കണോ ബനാ കെട്ടണ്, മറ്റവനക്കും പറ്റണം. കെട്ടുനാൾക്ക് മാത്രം പറ്റിയാ പോരാ, മറ്റവനും പറ്റണം. എനിക്കും പറ്റിക്കണോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എനിക്കും പറ്റിക്കണം. 40 ആൾക്കും പറ്റിയാ ബനും പറ്റിക്കണം. ഈ തുടക്കം തന്നെ ശൈത്താനിയത്തായി, തുടക്കം തന്നെ ലാനത്തായി. ഇന്നത്തെ രീതിയിലുള്ള സംസ്കാരമൊക്കെ അള്ളാന്റെ റസൂലിനെ എങ്ങാനും ഇവിടെ വന്നിട്ട് പറയുകയാണെങ്കിൽ അന്നിക്കാവും ഈ സുന്നത്തി എന്നുള്ളത് മാറ്റും, അന്നിക്കാവും ഇൻ ലാനത്തി എന്ന് പറയും. ഇക്കോലത്തിലുള്ള നിക്കാവിന്റെ സമ്പ്രദായം എന്റെ ലാനത്ത് തട്ടാൻ കാരണമാണ്. എന്നാ കാണില്ലേ? കാണുന്നുണ്ട്. തോറലു അലൈ അമാലുക്കും കാണുന്നുണ്ട്. കണ്ട് അള്ളാന്റെ റസൂലൊക്കെ കാണുന്നുണ്ട്. എന്താണ് ഇന്നത്തെ ജഗപുക? പുതിയാപ്പിളൊക്കെ പോണേ കണ്ട ബദർക്ക് അബൂജായിൽ പോണ കാര്യമാണ്. ഒരു പുതിയ തുടക്കാണ്, ഒരു ജീവിതത്തിന്റെ സുപ്രധാനമായ അധ്യായത്തിന്റെ ആരംഭം കുറിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ പോയിട്ട് മുസ്ലിമീങ്ങൾ പുതിയാപ്പിള പോണണ്ട, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും റോഡിന്റെ സൈഡിൽ നിന്നിട്ട് മൂക്കത്ത് വേരലിച്ചിട്ട് അത്ഭുതപ്പെടുകയാണ്. മുസ്ലിമീങ്ങൾ പോണണ്ടാൽ ഇവരിങ്ങനെ പോവില്ല, ഹൈന്ദവരിങ്ങനെ പോവില്ല. ഓർക്ക് അതിന്റെ മര്യാദ ഒക്കെ ഉണ്ട്. ഒരു പെണ്ണിനെങ്ങനെ കൊണ്ടിരുന്ന ഓർക്കറിയാം, ഒരാണെങ്ങനെ പോണ്ടെന്ന് ഓർക്കറിയാം. ഓല് ഇങ്ങനെ പോവില്ല. ഇതൊരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് പന്തലിന് ഒരു പുതിയാപ്പിളാണ്ട് ഇറങ്ങിപ്പോയാൽ പോണ സ്ഥലത്ത് കുട്ടികളൊക്കെ തൊട്ടിന്ന് ഉണരുക, പടക്കം പൊട്ടിയിട്ട് സ്വാലീങ്ങളൊക്കെ ശപിക്കുക. കാരണം വണ്ടിയിൽ കയറി ഓരോരുത്തര് എന്നിട്ട് മൃഗങ്ങളെ നാണിപ്പിക്കുന്ന പേക്കൂത്ത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊന്നും പറയാനും തൊടാനും പ്രതികരിക്കാനും ആളും ഇല്ലാതായി പോയി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ചിന്തിക്കണേ. നിക്കാഹ് വളരെ സുപ്രധാനമായ ഒരു അമലാണ്. അതിന് അനാചാരങ്ങളുടെ പേക്കൂത്ത്, ആറാട്ട്, ബഹളാമയമായ അന്തരീക്ഷത്തിൽ കരിവാരിത്തച്ചാൽ അത് ദീന് പൊളിക്കലാണ്. ദീന് പൊളിക്കലാണ്. ഇതിൽ വലിയൊരു ലക്ഷ്യമാണുള്ളത്. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് ദീനായിരിക്കണം അഡ്രസ്. അതാണ് ഫൾഫർ ബിദാത്തിദ്ദീൻ. ഫൾഫർ വിദാത്തിദ്ദീൻ ദീനുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചോന്നല്ല അതിന്റെ മാന. അല്ല,
ഹദീസ് അത്ഭുതമല്ലോ. തുങ്കോൽ മറത്തുലി അർബൈൻ, 4 കാര്യത്തിന് വിവാഹം നടക്കാറുണ്ട്. ലി മാലിയ, ചിലര് മാല് ആഗ്രഹിക്കും. വലി ജമാലിയ, ചിലര് ഭംഗി ആഗ്രഹിക്കും. വലി ഹസബിയ, ചിലര് തറവാട് ആഗ്രഹിക്കും. വലി ദീനിയ, ചിലര് ദീനും ആഗ്രഹിക്കും. അതുകൊണ്ട് ദീനുള്ള പെണ്ണിനെ ഈ കല്യാണം കഴിച്ചോന്നല്ല പറഞ്ഞത്, അതിന് തസവ്വജ് ബിദാത്തിദ്ദീൻ എന്നാ പറയാ. അള്ളാന്റെ റസൂല് അവിടെ അങ്ങോട്ട് മാറ്റി, ഭാഷ മാറ്റി. ഫൾഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ള പെണ്ണിനെ കൊണ്ട് നീ വിജയിച്ചോ എന്ന് മുഹമ്മദ് മുസ്തഫ. അതിന് കല്യാണം കഴിക്കുന്ന സമയത്ത് അഡ്രസ് ദീനായാൽ വിജയം ഉറപ്പാണ്. വിജയം ഉറപ്പാണ്. ഇതാരാ പറഞ്ഞത്? തെറ്റാത്ത നാക്കിന്റെ മുത്ത് മുത്തൊലി മുഹമ്മദ് മുസ്തഫ. അതാണ് ഈ മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ അതിനാണ് പറയാ. ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിന് മവദ്ദത്ത് എന്നാണ് പറയല്. മവദ്ദത്ത് എന്നാണ് മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടി കല്യാണം കഴിക്കാന്നാണ്. അവിടെ വലിയൊരു സുഖം ഉണ്ടാവും. വേറെ ലക്ഷ്യത്തിന് വേണ്ടി കല്യാണം കഴിച്ചാല് ഏത് പ്രയാസങ്ങളെയും അതിജയിക്കാൻ കഴിയും, ഏത് പോരായ്മകളെയും നികത്താൻ കഴിയും. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 25ാമത്തെ വയസ്സുള്ളപ്പോഴല്ലോ 40 വയസ്സുള്ള ഖദീജാവിനെ കല്യാണം കഴിച്ചത്. ഉമ്മാന്റെ പ്രായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6ാം വയസ്സിൽ ആയിഷാവിനെ കല്യാണം കഴിച്ചത് പറഞ്ഞിട്ട് ചില മുത്തശ്ശി പത്രങ്ങളൊക്കെ പേനയുന്തികളെ രംഗത്തിറങ്ങിന്ന്. ഓല ആദ്യത്തെ കല്യാണത്തെ കുറിച്ച് പഠിച്ചില്ല എന്നാ ഈ സംശയം നീങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 25ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുന്നത് ഉമ്മാന്റെ പ്രായമുള്ള പെണ്ണിനെയാണ്. 15 വയസ്സ് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ പ്രായമാവാ. എന്റെ ഉമ്മാക്കും എന്റെ താത്താക്കും തമ്മിൽ 15 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. അപ്പൊ ഒരാളെ ഉമ്മ ആവാൻ 15 വയസ്സ് ധാരാളമാണ്. അതും ആവണ്ട, അതിന്റെയും താഴാവാ. ആ ഉമ്മാന്റെ പ്രായമുള്ള ഒരു പെണ്ണിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിക്കുന്നത്. നമ്മൾ പോയി കല്യാണം കഴിക്കുന്ന സമയത്ത് അന്വേഷണ സ്വഭാവത്തിലുള്ള ഒരു പെണ്ണിനെ പോയി കണ്ടു, ചെറുപ്പക്കാരൻ കണ്ട് ഇഷ്ടപ്പെട്ടു. തിരിച്ചു വരുമ്പോ ബ്രോക്കർ ചോദിച്ചു, എന്റെ പ്രായം ഞാൻ ചോദിക്കാൻ പറഞ്ഞു എത്രയെന്ന് നമ്മളോട്. നമ്മൾ പറഞ്ഞ 25 വയസ്സെന്ന്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചോദിച്ചു നോട്ടുക, അല്ല ഓളെ പ്രായം ഇപ്പൊ എത്ര? ഓൾക്കും 25 പറഞ്ഞാൽ ഒന്നാണ് കൊടുക്കും നമ്മള്. അത് ശരി, മനുഷ്യനെ കളിയാക്കാം. ഇവിടുക്കാ കൊണ്ടുപോയി വളർത്തിയത്. രണ്ടാക്കും ഒരേ പ്രായമുള്ളൂ, എന്നാലും നമുക്ക് സഹിക്കൂല. ആ സമയത്ത് നമ്മളെക്കാൾ 2 വയസ്സ് മൂത്തതാണ് മറ്റേന്ന് പറഞ്ഞാലോ അടി മൂത്ത് കാവില്ല, ചവിട്ടുകൂരെ കാണിക്കാം അല്ലേ? ഇവിടെ അതല്ല, ഇവിടെ ഉമ്മാന്റെ പ്രായമാണ്. 40 വയസ്സെന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ പ്രായം. ഉമ്മാന്റെ പ്രായമുള്ള പെണ്ണിനാണ് കല്യാണം കഴിച്ചത്. എന്നിട്ടും ആ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. വയസ്സിന്റെ ഡിഫറൻസ് ഞാൻ പറയുന്നത്. ഇനി ഭംഗിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭംഗി അപേക്ഷിച്ച് ഖദീജാബി ഒന്നുമല്ല. കാരണം അള്ളാന്റെ റസൂലിന്റെ ഭംഗി എത്രയാണ്? ഖുർആൻ പറഞ്ഞത് സിറാജ് മുനീർ എന്നാണ്. إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. സിറാജാണ്, മുനീറാണ്, ഫജ്റാണ്. വൽ ഫജ്രി, പ്രഭാതം പോലെയുള്ള മുത്തുനബി തന്നെയാണ് സത്യം. വലയാലിൻ അശറത്തുൽ മുബശ്ശിരീങ്ങളും തന്നെയാണ് സത്യം. വല്ലുഹ, നബിയുടെ പുണ്യപൂമുഖമായ പൂർവാനം തന്നെയാണ് സത്യം. വല്ലൈലി, മുത്തുനബിയുടെ മുടി തന്നെയാണ് സത്യം. അങ്ങനെ ലുഹ, ഫജ്ർ, വന്നജ്മി, താരകം പോലെ തിളങ്ങുന്ന മുഹമ്മദ് നബി തന്നെയാണ് സത്യം. ഇദാഹവ, മിറാജ് കഴിഞ്ഞുകൊണ്ട് താഴെ ഇറങ്ങിയാൽ. അള്ളാന്റെ റസൂലിനെ കുറിച്ച് നജ്മ്, ഷംസ്, അങ്ങനൊക്കെ തഫ്സീറുണ്ട്. നജ്മ്, ഷംസ്, ലുഹ, സിറാജ്, മുനീർ. ഖുർആൻ എന്തൊക്കെയാ പറഞ്ഞത്? സഹാബാക്കളും പറഞ്ഞ എങ്ങനെയല്ലേ? മാ റഅയ്നാ ശൈഅൻ അഹ്സന മിൻ വജ്ഹി റസൂലില്ലാഹ്. റസൂലുള്ളാഹിന്റെ മുഖത്തേക്കാൾ ശോഭയുള്ള, പ്രഭയുള്ള, പ്രകാശമുള്ള, അതാ സൗന്ദര്യമുള്ള ഒരു വസ്തുവിനെയും ഞങ്ങൾ കണ്ടിട്ടില്ല. അക്കലും ഒയറാക്കുലയിൽപ്പെട്ട്, മഅക്കൂല് ഒയറ് ബുദ്ധിയുള്ളതും ഇല്ലാത്തൊക്കെ ഷൈഅ നിലയിൽപ്പെട്ട്. റസൂലുള്ളാഹിനേക്കാൾ ഭംഗിയുള്ള ഒരു വസ്തുവിനെ കണ്ടിട്ടില്ലാന്ന് കണ്ടോലാ പറഞ്ഞേ, നമ്മളല്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂലാണ് ഏറ്റവും ഭംഗി. ഇനി അതിനെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടില്ല. പാട്ടുകളും അറബിയിലുണ്ട്, ഉറുദുവിലുണ്ട്, അല്ലേ? എല്ലാ ഭാഷയിലും കൂടി എഴുതി മോയിൻകുട്ടി എഴുതി, അല്ലേ? എല്ലാ ഭാഷയിലും എഴുതി. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലാണ് ഏറ്റവും വലിയ ഭംഗി. എന്നാൽ റസൂലുള്ളാഹിന്റെ ഭംഗിയെ അപേക്ഷിച്ചിടത്തോളം ഖദീജ ബീവിയുടെ ഭംഗി ഒന്നുമല്ല. പ്രായം കുറെ വ്യത്യാസം, ഭംഗിയിൽ ഒരുപാട് മാറ്റം. എന്നിട്ടും ആ ദാമ്പത്യ ജീവിതത്തില് ഇജ്ജെന്തേ അങ്ങനെ കാട്ടി, നിങ്ങളെന്തേ എങ്ങനെ കാട്ടി എന്നൊരു അഭിപ്രായ വ്യത്യാസം കൂടി ഉണ്ടായിട്ടില്ല. കാരണം സ്നേഹം മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു. സ്നേഹം മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ഇക്കിളി ജീവിതത്തിന്റെ സ്വാർത്ഥതക്കും സ്വകാര്യ താല്പര്യങ്ങൾക്കല്ല, മറ്റൊരു ലക്ഷ്യത്തിനാണ്.
മറ്റൊരു ലക്ഷ്യത്തിനാണ്. ചിലര് പറയലുണ്ട് ഖദീജാബിന്റെ മുതൽ കണ്ടിട്ടാണ് മുഹമ്മദ് നബി പ്രായം കൂടിയ പെണ്ണിനെ ഏറ്റെടുത്തതെന്ന്. അത് പറയുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കണം, എന്നാ ഈ മുതൽ എവിടെ പോയി? ഖദീജാബി വഫാത്താണ് സമയത്ത് സമ്പൽ സമൃദ്ധിയിലെ രാജാത്തിയായ ഖദീജാബി കണ്ടം വെച്ച കുപ്പായിട്ടിട്ടാണ് വഫാത്തായി കിടക്കുന്നത്. വളരെ പട്ടിണിപ്പാവായിരുന്നു. മുഹമ്മദ് നബി വഫാത്താണ് സമയത്തോ തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദിറാഉ മർഹൂനിൻ ഇൻദൽ യഹൂദി, ഇമാം ബുഖാരി. അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി കിടക്കുന്ന സമയത്ത് തന്റെ പടയെങ്കി യഹൂദിയുടെ കസ്റ്റഡിയിൽ പണയത്തിലാണ്. ഇതെന്തിനാ പണയം വെച്ചെന്ന് അറിയങ്ങള്? അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് വിരുന്നേര് വന്നു. വിരുന്നേരെന്നപ്പോ ഭക്ഷണം കൊടുക്കാനൊന്നും ഉണ്ടായില്ല. അപ്പോൾ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ മദീന സൂക്കിലുള്ള യഹൂദിയുടെ കടയിലേക്ക് പറഞ്ഞേക്കുകയാണ്. ഒരൽപ്പം പൊടി തരാൻ വേണ്ടി പറ, അതിനുള്ള ക്യാഷ് പിന്നീട് കൊടുക്കാം. പറ്റ് വാങ്ങാൻ വേണ്ടി പോവാണ്. യഹൂദിന്റെ കടയ്ക്ക് സയ്യിദ് റളിയല്ലാഹുവിന്റെ ദത്തുപുത്രൻ പോയി. എന്നിട്ട് പറഞ്ഞു, ഞാൻ മുഹമ്മദ് നബിന്റെ വീട്ടിൽ നിന്ന് വരികയാണ്. എന്താ വേണ്ടേ? അവിടെ ഒരു 3-4 വിരുന്നേര് വന്നിട്ടുണ്ട്, ഭക്ഷണം കൊടുക്കൊന്നുമില്ല. എന്നിട്ടോ കുറച്ച് പൊടിയും വെളിച്ചെണ്ണൊക്കെ തരാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. പൈസ ഉണ്ടോന്ന് ഇല്ലായിരുന്നു. കടം തരാൻ ഇവിടെ റക്തത്തിന്റെ പരിപാടിയാണ്, കടമില്ല. അത് ആരെ പറയുന്നു വന്നിട്ടും കാര്യമില്ല. ഇത് വേറൊരു കാര്യം മനസ്സിലാക്കണം. റസൂലുള്ള മദീന ഭരിക്കുന്ന സമയത്താണിത്. ഭരണ റസൂലുള്ളാന്റെ കയ്യിലാണ്. അപ്പോഴാണ് യഹൂദി പൗറ് പറയണത്, ഇവിടെ ആരെ പറയുന്നു വന്നിട്ട് കാര്യമില്ല, പൈസ നാലേ സാധനം തരുള്ളൂ. നമ്മളാണെങ്കിലോ ഭരണകാലം ഇരിക്കുന്ന സമയം മുഴുവനും അയാളെ തകർക്കാൻ വേണ്ടിട്ട് അഞ്ഞ് നോക്കുക. ഇത് അങ്ങനെ ഒരാളിന്റെ നാട്ടിലോ, പ്രത്യേകിച്ച് സ്വന്തം മതത്തിൽപ്പെട്ട ആളും കൂടിയല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞപ്പോഴേ ഫബക്കാ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂൽ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഓൻ തരാണെങ്കിൽ ഞാൻ കൊടുത്തിരുന്നല്ലോ. ലി അന്നി അമീനും ഫിസ് സമാഇ വ അമീനും ഫിൽ അർളി മുഹമ്മദ് മുസ്തഫ. ഞാൻ ആകാശത്തും അമീനാണ്, ഭൂമിയിലും അമീനാണ്. എന്നിട്ട് എന്തേ അവൻ തരാഞ്ഞെന്ന് വെച്ചു. എന്നിട്ട് റസൂലുള്ള പടയം എടുത്തിട്ട് കൊടുക്കാണ്, അവിടെ കൊണ്ടുവച്ചിട്ട് പൊടി ഞാൻ കൊണ്ടുവരാ. അങ്ങനെ കൊണ്ടുവച്ച ആ പടയെങ്കിൽ വഫാത്താണ് സമയത്തും തിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഖദീജാവിന്റെ സമ്പത്ത് എവിടെ പോയി? അതാണ് ചിന്തിക്കേണ്ടത്. രണ്ടാളെടുത്തില്ലല്ലോ, ഇനി ഇത് എവിടെ പോയത്? ഖദീജാവിന്റെ സമ്പത്തുകൊണ്ട് മുഹമ്മദ് നബി ടെക്സ്റ്റൈൽസ് തുറന്നെന്ന് പറയാൻ പറ്റോ? ജ്വല്ലറി തുറന്നെന്ന് പറയാൻ പറ്റോ? ഈത്തപ്പഴത്തോട്ടം വാങ്ങിയെന്ന് പറയാൻ പറ്റോ? കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റോ? സിറ്റികൾ തുറന്നെന്ന് പറയാൻ പറ്റോ? ചരിത്രത്തിൽ തെളിയിച്ചാൽ കയ്യിന്റെ ഉള്ളിൽ നിന്ന് വെളുത്ത രോമണ്ട് കുറച്ചത്. പിന്നെ എവിടെ സമ്പത്ത് പോയത്? രണ്ടാളും പാവമാണ്, രണ്ടാളും പട്ടിണി പാവമാണ്. പിന്നെ എങ്ങോട്ട് പോയി സമ്പത്ത്? അത് മൊത്തം പാവങ്ങളിലേക്ക് ഒഴുകുകയാണ്. ഇങ്ങനൊക്കെ ഉണ്ടായിട്ടും ആ കുടുംബത്തില് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ലല്ലോ. അഭിപ്രായ വ്യത്യാസം ധാരാളം ഉണ്ടാകാൻ പറ്റുന്ന കാലമായിരുന്നു അത്. കാരണം സകല മർദ്ദന, തണ്ടന, താടന, പീഡനവും അതിശക്തമായി നടന്നിരുന്ന സമാനാണ്. 3 വർഷം ഷേബ് അബീ താലിബില് കുടുംബ ബഹിഷ്കരണം കൊണ്ട്, സാമ്പത്തിക ഉപരോധം കൊണ്ട് നിക്കക്കല്ലിയല്ലാതെ പോരെ ഒഴിവാക്കിയിട്ട് ഖദീജാവിയും ഫാത്തിമയും മുത്തുനബിയും ഭാര്യമാരും മറ്റുള്ള അങ്കുലി പരിമിതമായ സഹാബാക്കളൊക്കെ കൂടി ആ മലഞ്ചെരുവിൽ പോയി കിടന്നയിലെ 3 കൊല്ലല്ലേ പട്ടിണിപ്പാവങ്ങളായി തിന്നല്ലാതെ കഷ്ടപ്പെട്ടത്. എന്തായിരുന്നു ഖദീജാവി അന്ന് കുടിച്ചിരുന്ന ജ്യൂസ് എന്നറിയോ? കാട്ടിലെ ഇലകൾ പറിച്ചിട്ട് അതുകൊണ്ട് പിഴിഞ്ഞിട്ട് ചാറ് കുടിച്ചിട്ട് അണ്ണാക്ക് പഴുത്തിരുന്നു ഖദീജാവിന്റെ. എന്നാ ഒരു പ്രാവശ്യം ഈ പെണ്ണൊരുത്തി പറഞ്ഞോ, നിങ്ങളെ കൊണ്ടാണ് ഇതൊക്കെ വന്നത്, ഞാൻ നല്ല സുഖത്തില് വ്യവസായം നടത്തി ജീവിക്കായിരുന്നു, എന്റെ കച്ചവടമൊക്കെ നിങ്ങളെ കൊണ്ട് പോയി എന്ന് പറഞ്ഞോ? ഇല്ല. സുബ്ഹാനല്ലാഹ്. കാരണം മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് വിവാഹം. അപ്പോൾ പരീക്ഷണങ്ങളുടെ പാറക്കെട്ടുകള് പൂമാല പോലെ സ്വീകരിക്കുന്നതാണ്. ലക്ഷ്യമെന്തായിരിക്കണോ? അള്ളാന്റെ ദീന് നിലനിർത്തലായിരിക്കണോ? അള്ളാഹു എന്നെ ഏൽപ്പിച്ചൊരു ഡ്യൂട്ടിയുണ്ട്, അത് അള്ളാന്റെ ഇബാദത്താണ്, അള്ളാന്റെ മാരിഫത്താണ്, അള്ളാന്റെ മഹബ്ബത്താണ്, അള്ളാന്റെ ഇഹ്സാനാണ്, അള്ളാഹ്ക്കുള്ള ഇഖ്ലാസാണ്, ദീനിനുള്ള ദഅവത്താണ്. അത് ഞാനങ്ങ് കുഴിമാടമായ ഖബറിന്റെ ഇരുത്തറയിൽ പോയി കഫൻ തുണിയിൽ പൊതിയപ്പെട്ട് കിടക്കുമ്പോ എന്റെ മകൻ ഇവിടെ നടത്തേണ്ടതാ. അതിന് തലമുറയെ എന്നിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടതാണ്. അതിന് ഹലാലായൊരു സംവിധാനമുണ്ടാകേണ്ടതാണ്. അതിനാണ് 100 അക്ഷരം കൊണ്ട് തുടങ്ങിയ നിക്കാഹ്. അതിനാണ് നിക്കാഹ്. ഭാര്യ ഭർത്താവല്ലേ, അണിയും തുണയാണ്. ഭാഷയിൽ അങ്ങനെയൊക്കെ പറയാം, അവിടെ കുഴപ്പമില്ല. ഇങ്കാഹ് തസ്വീജ് എന്ന വാക്കുകൊണ്ടാണല്ലോ ഈ പണി നടക്കുന്നത്. ഇങ്കാഹ് തസ്വീജ് എന്ന് പറഞ്ഞാൽ പലതായി തെറിച്ചിക്കണേന് ഒന്നാക്കി അണക്കണേനാണ് അറബി പറയാം.
അല്ലാതെ നമ്മുടെ ഭരണമണ്ഡലല്ല ഭാര്യ, അങ്ങനെ മനസ്സിലാക്കണ്ട. ചില ഭാര്യമാർക്കൊക്കെ ദുഷിച്ച സ്വഭാവമായിരിക്കും, എന്നാലും ടെൻഷൻ വേണ്ട. ഹദീസ് മൻ സബറ അലാ സൂഇ ഖുലുഖി ഇംറഅതിഹി ആതാഹു അല്ലാഹു മിസ്ല മാ ആതാ അയ്യൂബ് അലൈഹിസ്സലാം. ആരെങ്കിലും സ്വന്തം ഭാര്യന്റെ ദുഷിച്ച സ്വഭാവത്തിൽ ക്ഷമിച്ചു മുന്നേറിയാൽ അയ്യൂബ് നബി ഇസ്ലാമിന് കൊടുക്കുന്ന കൂലി ഓൻ അള്ളാഹു കൊടുക്കുന്നു. മുഹമ്മദ് മുസ്തഫ നേരെ പുറത്തുണ്ടിട്ട ഹദീസ് പെണ്ണുങ്ങളില്ലാത്തതുകൊണ്ട് പറയേണ്ടില്ല, എന്നാലും നിങ്ങൾക്ക് നിങ്ങളെ പെണ്ണുങ്ങൾക്ക് പോയി പറഞ്ഞു കൊടുക്കാം. എന്ത് ഒമൻ സബറത്ത് അലാ സൂഇ ഖുലുഖി സൗജിഹി ഫഖദ് അതാഹ അല്ലാഹ് സവാബ ആസിയ റളിയല്ലാഹു അൻഹ. ആരെങ്കിലും സ്വന്തം ഭർത്താവിന്റെ ദുഷിച്ച സ്വഭാവത്തിന് മേൽ ക്ഷമിച്ചു മുന്നേറിയ ആ പെണ്ണിന് ആസിയാബിക്ക് കൊടുക്കണ കൂലി അള്ളാഹു തആല കൊടുക്കുന്നതാണ്. നോമ്പിന്റെ 4 ദിവസം മുമ്പ് പുതുപ്പറമ്പിൽ ഒരു പരിപാടിക്ക് പോയപ്പോ അവിടുന്ന് തൊയ്ഫൈസിനോട് പറഞ്ഞു, ഒരു ക്ലാസ് എടുത്തപ്പോ ഒരു സഹോദരി എഴുതി കൊടുത്തോലോ, ഭർത്താവിന്റെ ദുഷിച്ച സ്വഭാവത്തിന് രക്ഷപ്പെടാൻ വേണ്ടി 1000 രൂപയാണ്. ഇവർക്ക് എത്തിട്ടിയതാണ്. ഈ പള്ളി നിർമ്മാണത്തിക്ക് അങ്ങനത്തെ എന്തെങ്കിലും കിട്ടിക്കണോന്ന് എനിക്കറിയില്ല. അതന്നെ അതിന്റെ മാന, അതന്നെയാണ് ഭർത്താവ് നന്നാവനെന്ന് പറഞ്ഞാൽ അതന്നെ അതിന്റെ മാന. പക്ഷെ അങ്ങനെ എഴുത്തിട്ടിയപ്പോഴേ ദ്വാരക്കാൻ നിന്നപ്പോ മൂപ്പർക്കറിയാം ഏതാ ഭർത്താവ് എന്ന്. ഭർത്താവ് മുമ്പ് തന്നെ ഉണ്ട്. ഏത് ഭർത്താവിനെതിരെയാണ് എഴുത്ത് തന്നത്? അയാൾ ടവലിട്ട് മുമ്പ് തന്നെ ഉണ്ട്. അപ്പൊ പിന്നെ ദ്വാരക്കാൻ കുറച്ച് പേടിയാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ദ്വാരക്കാന്നപ്പോ ഈ ഭർത്താവ് എണീച്ചെന്ന്, കാരണം മൂപ്പർക്ക് മനസ്സിലായി ഇത് ഓള് കൊടുത്തയച്ചാണെന്ന്. 1000 രൂപ എവിടുന്നാ കിട്ടിക്കണെന്ന് മൂപ്പർക്ക് അറിയാം. മൂപ്പര് വെച്ചോടുന്നെടുത്താണ്. അതിൽ മൂപ്പര് പറഞ്ഞേ, മൂലാരെ ദ്വാരക്കണേന് മുമ്പ് ഒരു കാര്യം വരാണ്ട്, ഞാൻ അങ്ങോട്ട് വരുമ്പോ അലമാരയിൽ 5000 രൂപ വെച്ചിട്ടുണ്ട്. അതിന് തിരിച്ചു പോയിട്ട് 1000 എങ്ങാനും കാണാതാലും അപ്പോഴാണ് എന്റെ സ്വഭാവം ഉണ്ടായത്, ഇതിമൊന്നും തീരൂലെന്ന് പറഞ്ഞു. ഞാൻ 5000 രൂപ അവിടെ വെച്ചിട്ട് അവിടെ പോകുന്നതാണ്. തിരിച്ചു പോയിട്ട് അതെങ്ങാനും അവിടെ ഇല്ലാതാല് അത് ഈ സ്വഭാവത്തിമൊന്നും ഒതുങ്ങൂല. അപ്പൊ 2000 തന്നാലും തീരൂല. അപ്പോഴെന്റെ സ്വഭാവം ശരിക്കാർ എപ്പോഴൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് കുടുംബം തന്നെ. കൂടുമ്പം ഇമ്പെന്നാ. ഇന്ന് കൂടുമ്പം ഇമ്പല്ല, ഭൂകമ്പാണ് തന്നെ. ഒരു സമാധാനം എന്ന് പറഞ്ഞില്ലല്ലോ. ഇന്നത്തെ ചില മനഃശാസ്ത്ര വീക്ഷണത്തിൽ പറയണ എന്താ അറിയോ, ചില ഭാര്യമാരിൽ 30% പേരിൽ ഭർത്താവിന്റെ കൊല്ലുമെന്നുള്ള ബേജാറാണല്ലോ. എന്തേ അങ്ങനെ ബേജാറാൻ കാരണം? അങ്ങനത്തെ റിപ്പോർട്ടാണ് എന്നും കാണുന്നത്. മാധ്യമത്തിൽ കാണുക, ശ്രാവ്യ ദൃശ്യ മാധ്യമങ്ങളിലൂടെ എന്നും വായിക്കുന്നതും കാണുന്നതും കേൾക്കുന്ന റിപ്പോർട്ട് എന്താ അറിയോ, അവിടെ ഭർത്താവ് കൊന്നു, ഇവിടെ കൊന്നു, അവിടെ ചവിട്ടി, ഇവിടെ കൊന്നു. അപ്പൊ കേൾക്കും തോന്നുക ഈ ഹംകേറ്റ് ഇനിയും കൊല്ലുവോ? സംഗതി പറയില്ല. കിടക്കാൻ വേണ്ടി വന്ന ഭർത്താവിനെ ബെഡ്റൂമിൽ നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് ചോദിക്കാൻ പറ്റുമോ? പക്ഷെ ഉള്ളില് പേടി. കാരണം അങ്ങനെയാണ്. ഈ പുത്തമ്പള്ളി ഭാഗത്താണ് ഒരു പെണ്ണ്, ഭർത്താവ് ഗൾഫിൽ നിന്ന് വരികയാണ്. അതിന്റെ നേരെ 2 മൈൽ അപ്പുറമാണ് ഞാൻ നിൽക്കുന്നത്. ഞാനന്ന് ഖത്തർക്ക് ഒരു പ്രവാസത്തിന് പോയതായിരുന്നു. തിരിച്ചു വന്നപ്പോ എയർപോർട്ടിൽ നിന്ന് എന്നെ സ്വീകരിക്കാൻ വന്ന കുട്ടികൾ ആദ്യം പറഞ്ഞത് ഇതാണ്. ഒരു പെണ്ണ് ഗൾഫിൽ നിന്ന് നാട്ടിൽ വരുന്ന ഭർത്താവിനോട് പറഞ്ഞു, ഗൾഫിൽ നിന്ന് വരുമ്പോ ഭർത്താക്കന്മാർ ചോദിക്കുമല്ലോ എന്താ വേണ്ടതെന്ന്. ഇവള് പറഞ്ഞു നിങ്ങൾ മൂർച്ചയുള്ളൊരു കത്തി കൊണ്ടിരുന്നു. അപ്പൊ അയാൾ പറഞ്ഞു വല്ലാതെ തമാശാക്കണ്ട, അവിടെ കത്തിയും സാധനങ്ങളൊന്നും ഇല്ലയെന്ന് വെച്ച്. ഇയാളിത് വേറെ മാനൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അവള് പറഞ്ഞു ഇല്ലായിട്ടാണ് നിങ്ങളോട് പറയണത്, ഉള്ളതുകൊണ്ട് മെനക്കിടുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയുള്ളൂ, നിങ്ങൾക്ക് മൂർച്ചയുള്ള കത്തി അവിടെ നിന്ന് കിട്ടൂലേ. അങ്ങനെ ഒന്ന് കൊണ്ടിരുന്നു. അയാൾ 2-3 കത്തിയൊക്കെ വാങ്ങി. ഇവളിത് കൊണ്ടുവരാൻ പറഞ്ഞ് മൂപ്പര അറക്കാൻ തന്നെയാണ്. ഈ സാധു ഇതൊന്നും അറിയില്ല. അയാൾ മൂർച്ചയുള്ള കത്തി വാങ്ങി നാട്ടിലേക്ക് വന്നു. അന്ന് രാത്രി അവർ 2 കൂടി കിടന്നുറങ്ങി. എന്താണെന്ന് ആർക്കും അറിയില്ല. അന്ന് രാത്രി പോലെ 2 കിടന്നുറങ്ങിയാണ്. ബാപ്പ നല്ല ജമാഅത്തിലൊക്കെ കാർക്കശിയുള്ള ആളാണ്. സുബഹി വാങ്ങിക്കൊടുത്തപ്പോ ബാപ്പ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നപ്പോ മോനെ വിളിക്കണോന്ന് തോന്നി. അപ്പോ ഇന്ന് രാത്രി വന്നിട്ട് കിടന്നുറങ്ങല്ലേ, നമ്മൾ ജമാഅത്തിന് കൊണ്ടിട്ട് കഷ്ടപ്പെടുത്തണ്ട, ഞാൻ ജമാഅത്ത് കഴിഞ്ഞ് നേരെ വന്നിട്ട് വിളിച്ചിട്ട് പൊരയുന്ന 2 കൂടി നിസ്കരിച്ചോളും എന്നൊക്കെ തോന്നി. ആള് റൂമിന്റെ അടുത്ത് കൂടി പോകുമ്പോ ഈ പശു മുക്കറിടുന്ന ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ ഇയാൾക്ക് തോന്നി ഉറക്കിന്റെ ഊക്കിൽ കൂർക്കം വലിക്കണമെന്ന്. സംഗതി കൂർക്കം വലിക്കല്ല, ഓൾ അറുത്തിട്ടതാണ്. അറുത്തിട്ടിട്ട് കിടന്ന് പടഞ്ഞിട്ടാണ് ഈ ശ്വാസം വലിക്കുന്നത്. ഈ സാധുവായ അറിയില്ല. ഇയാളെ അച്ഛൻ ഗൾഫിൽ നിന്ന് ക്ഷീണിച്ച് വന്നല്ലേ, യാത്രാ ക്ഷീണത്തിൽ കൂർക്കം വലിച്ച് ഉറങ്ങണമെന്ന്. ഇവള് രാത്രി ഉറങ്ങിക്കിടക്കണ ഭർത്താവിനെ ഈ കത്തിയോണ്ടാണ് പണിയെടുത്തിട്ട് നമ്മള് ഉദയത്തിറക്കണ വേണ്ടി 2 കഷ്ണാക്കാൻ പറ്റും. എന്നിട്ട് ഈ പെണ്ണ് 2 കുട്ടികളെടുത്തിട്ട് കിണറ്റി ചാടി തോളും വെച്ചു. ഓരോ കുടുംബാണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടൊരു കാര്യം ചിന്തിക്കണം. ഒരു കാര്യം കേൾക്കുമ്പോ പ്രധാനമായിട്ടൊരു കാര്യം ചിന്തിക്കണം. അത് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞുതരാം. ഞങ്ങൾ നോക്കും. ആദ്യത്തെ ദമ്പതികൾ ആരാണ്? ആദം ഹവ്വ ദമ്പതികളല്ലേ. ഓലോട് അള്ളാഹു തആല മണ്ഡപത്തിക്ക് കയറാൻ എങ്ങനെയാ പറഞ്ഞത്? ഓലെ മണ്ഡപം സ്വർഗ്ഗമായിരുന്നല്ലോ. എങ്ങനെയാ അള്ളാഹ് പറഞ്ഞത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. ആദ്യത്തെ പ്രഥമ ദമ്പതികൾ ആദം ഹവ്വ ദമ്പതികളാണ്. ശ്രദ്ധിക്കണേ, അല്ലാഹു തആല അവരോട് മണ്ഡപത്തിൽ കയറാൻ വേണ്ടി പറഞ്ഞെന്തറിയോ, ഈ ആദമോ അതിൽ ഭർത്താവിനെയാണ് വിളിക്കുന്നത്, രണ്ടാളും വിളിക്കണില്ല. ഈ ആദമോ ഹവ്വാവോ എന്ന് പറയില്ലല്ലോ, വിളിക്കണത് ഭർത്താവിനാണ്. ഈ ആദമോ, ആദമേ ഉസ്കുൻ കയറിക്കോന്നാണെങ്കിൽ ഉദുഫുൽ എന്ന് പറഞ്ഞാൽ പോരെ. കുടുംബത്തിലെ തലവനോട് പറഞ്ഞത് കയറിക്കോന്നല്ല, ഉസ്കുന്ന സമാധാനത്തോടെ കയറിക്കൊള്ളുന്നത്. അവിടുന്നാണ് മസ്കൻ വന്നത്. കാരണം കുടുംബം ജീവിക്കണ പരക്ക് മസ്കൻ എന്നാ പേരിടുക. മസ്കൻ എന്ന് പറഞ്ഞാൽ കേവലം വീടല്ല, കേവലം വീടിന് ബൈത്ത് എന്ന് പറഞ്ഞാൽ പോരെ. ബൈത്ത് എന്നുള്ള ബാത്തെ ബീത്ത് എന്ന് വന്നാണ്. രാപ്പാർക്കുള്ള ഒരു സ്ഥലം അത്രേ ഉള്ളൂ വീട്, അല്ലാതെ ഭയങ്കര ആക്കൊന്നും വേണ്ട. രാത്രി കിടക്കാനുള്ള ഒരു സ്ഥലം. കാരണം ഇത് ഉമ്മാന്റെ ഗർഭാശയ ആകുന്ന വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് വന്നാണ്. ഇനി കബറാകുന്ന വാതിൽ തുറന്നിട്ട് ഉള്ളിൽ പോവാണ്. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ നമ്മള് മഴ ചെയ്താണ്ടല്ലോ ഷെഡിൽ കയറിക്കണ്. എന്നാൽ കയറിക്കാനുള്ള ഒരു ചെറിയ ഷെഡാണ് ഇപ്പൊ വീട്. ഒരു എബീത്തു ബാത്തെ ബീത്തു ബൈത്ത്, രാപ്പാർക്കുള്ള ഒരു സ്ഥലം. ഈ വീടിന് മറ്റൊരു പേരുണ്ട് ദാറ് എന്നാണ്. അത് ദാറ് യദൂറിൽ നിന്ന് വന്നാണ്. കാരണം പഴയ കാലത്ത് വീട് എന്ന് പറഞ്ഞാൽ പോകുമ്പോ ഒപ്പം കൊണ്ടുനടക്കേണ്ട സാധനമായിരുന്നു. കുടുംബക്കാരെങ്ങനെ പോകും, എവിടെ പോയത് അവിടെ 4 കാല് വെച്ചിട്ട് അവിടെ ഇറങ്ങും, പിന്നെ അവിടെ നിന്നാണ്ട് പോകും, അവിടെയും കാല് അവിടെ ഇറങ്ങും, ഇത്രയുള്ള സാധനം. പിന്നെ ഒരു മസ്കൻ എന്ന് അതൊന്നുമല്ല, അത് ആദ്യമായിട്ട് പറഞ്ഞത് ഉസ്കുന്ന, അതിന് ഒന്നാണ് മസ്കൻ. അപ്പൊ ഭാര്യയും ഭർത്താവും കുട്ടികളും കിടക്കുന്നത് ബൈത്തായ പോരാ, മസ്കനാവണം, അവിടെ സമാധാനം ഇറങ്ങണം. അതാണ് കുടുംബം. മസ്കൻ സമാധാനാണ്. സമാധാനമില്ല. ഇവിടെ നിങ്ങളൊക്കെ ആദനവിനെ വിളിച്ചിട്ടാണ് നിങ്ങൾ സമാധാനത്തോടെ കയറിക്കൊള്ളി നടന്നത്. കാരണം ആ റിജാലു കവ്വാമൂൻ ആലിന് സ്റ്റെയറിംഗ് പഠിക്കേണ്ടത് ആണുങ്ങളാണ്. അത് പെണ്ണിനെ ഏൽപ്പിക്കുന്നത്. ആ പെണ്ണിനെ ഏൽപ്പിച്ചാൽ കൊള്ളായി. അല്ല നിങ്ങൾ നോക്കൂ, പെണ്ണ് ചമ്മന്തി ഉണ്ടാക്കണം, തെങ്ങുമ്പ കയറേണ്ട നമ്മളാണ്. അല്ലെ നമ്മളിങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുക, ഓളിങ്ങനെ തേങ്ങ കിട്ടുക, എന്താ പേര് അർത്ഥം? അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ചിന്തിച്ചു നോക്കാൻ നിങ്ങൾ. പെണ്ണ് ചമ്മന്തി ഇറക്കണം, നമ്മളോ തേങ്ങ ഇട്ട് കൊടുക്കണോ? നേരെ മറിച്ചെങ്കിൽ എന്തിച്ചോക്കെ, നമ്മള് അമ്മി കുട്ടിയും ചമ്മന്തിയും, ഓളിങ്ങനെ തെങ്ങിന്റെ മുകളിലും. നാ കൊല വെട്ടല്ലേ. സ്റ്റെയറിംഗ് ആണിന്റെ കയ്യിലാണ് വേണ്ടത്, സ്റ്റെയറിംഗ് പെണ്ണിനെ കൈ കൊടുക്കരുത്. കാരണം അള്ളാഹു തആല വിളിച്ചത് ആദം നബിനെയാണ്. അള്ളാഹ്ക്ക് എങ്ങനെയാണ് പറഞ്ഞൂടെ, ആദമേ ഹവ്വ ഉസ്കുന എന്ന് പറഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞില്ല. ആദം നബിനെ വിളിച്ചിട്ട് പറഞ്ഞു ഉസ്കുൻ, നിങ്ങളാണ്ട് സമാധാനത്തോടെ കയറിക്കോളി. എന്താ നോക്കിക്കണ നിങ്ങൾ തന്നെ വസൗജുക, പൊന്ന് വേക്കിൽ വന്നോട്ടെ. അൽ ജന്ന, അതാണ് കല്യാണ മണ്ഡപം, സ്വർഗാണ്. പക്ഷേ കുടുംബമേ ലിമിറ്റ് വെച്ചു, എല്ലാതും തിന്നോളി, വലാ തഖറബ ഷജറ, ഇങ്ങോട്ട് പോണ്ടായിരുന്നു. കാരണം കുടുംബജീവിതത്തിൽ ആദ്യം തന്നെ അള്ള വെച്ചത് ലിമിറ്റാണ്. സ്വർഗത്തിൽ പോലും വലാ തഖറബ ഹാദിഹി ഷജറ, എന്തും നിങ്ങൾ തിന്നോളി, എന്തും കഴിച്ചോളി, എന്തും കുടിച്ചോളി. ഈ മരത്തിന്റെ ഫലം തിന്നണ്ടെന്നല്ല അറിഞ്ഞത്, അങ്ങോട്ട് അടുക്കന്നെ വേണ്ടാണ്. ആദമിനെ വിളിച്ചിട്ട് ഉസ്കുന്ന് പറഞ്ഞ അല്ലാഹു തആല വലാ തഖറബ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ തിന്നണ്ടെന്ന് പറഞ്ഞപ്പോ രണ്ടാളും പെടുത്തി. ഞാനിത് പെണ്ണുങ്ങളെ കൂടുതൽ ഒപ്പിക്കാന്ന് അള്ളാഹ്ക്ക് അറിയാം. കേറാൻ പറഞ്ഞപ്പോ ഉസ്കുനാന്ന് പറഞ്ഞില്ല, കേറാൻ പറഞ്ഞപ്പോ ഉസ്കുന്ന് പറഞ്ഞു. തിന്നണ്ട പറഞ്ഞപ്പോഴോ ലാ തഖറബല്ല. പിന്നെ രണ്ടാളും വേണ്ടട്ടോ. കാരണം ഖുർആൻ അർത്ഥം വെക്കാനുള്ളതല്ല, ഖുർആൻ ചിന്തിക്കാനും കൂടി ഉള്ളതാണ്. അകക്കം തുറന്നൊന്ന് നോക്കൊന്ന് മൂടാ, ഉത്സാരം വന്നാലുറങ്ങാമോ കേടാ, പകൽ കണ്ണടച്ചാലിരുളാമോ പോട്ട, പന്തം പേടിച്ചാൽ ഫജ്റാമോ പൊട്ട, പൊട്ടാനി മുന്തുള്ളി പിഞ്ചോരെ കാട്ട, പിന്നെ കാട്ടം ചുമെന്നൊരു കൊട്ട, പെട്ടെന്ന് ചത്താൽ താകമല്ലേ പോട്ട, പറഞ്ഞോടൽക്ക് ബഹുമാനം പൊട്ട. അകത്തൊരു കണ്ണുണ്ട്, തുറന്നു നോക്കിയാലേ സംഗതി ശരിയാവുള്ളൂ. അതിനാണ് നോമ്പ്. നോമ്പ് എന്നൊന്നും പറഞ്ഞാൽ പട്ടിണി എടുക്കാനല്ല, ഈ കണ്ണു തുറക്കാനാണ്. അത് നോമ്പ് എന്ന് പറഞ്ഞാൽ അതിനെ ഈ കണ്ണൊന്ന് തുറപ്പിക്കാനാണ്. പട്ടിണി കിടന്നിട്ട് എന്താ കാര്യം? പട്ടിണി കിടന്നിട്ട് മുത്തക്കീയങ്ങളാണെങ്കിൽ നിരാഹാര സമരം നടത്തുന്ന ആൾക്കാർ ഔലിയാക്കളാണ്ടേ. പട്ടിണി ലക്ഷ്യമല്ല, പട്ടിണി ഒരു മാർഗമാണ്. പട്ടിണി അതിന്റെ ഒരു മാർഗമാണ്. ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കണം. ലക്ഷ്യം ലാലക്കും തെത്തക്കൂൻ അത്തക്കുവ ഹാഹുന മുഹമ്മദ് മുസ്തഫ. ഇത് തുറക്കലാണ് ലക്ഷ്യം. ഇത് പൂടിക്കെടുക്കാണ്. അതിന്റെ ചാവിയാണ് റമദാൻ 1 കൈ തരുന്നത്. നമ്മൾ ഈ ചാവിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് മുന്തിരി ദിവസം കുടിക്കണം, ഇത് തുറക്കണില്ല. അല്ലെങ്കിൽ എന്താ റമദാന്റെ അവസ്ഥ അല്ലേ?
പൊതുവെ ഞാനൊരു കാര്യം ഇടയിൽ പറയട്ടോ, കുടുംബം ആയുസ് കൂടണം, ഓരോരുത്തർക്ക് മറ്റാക്ക് വർദ്ധിക്കാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം തീറ്റ കൂടിയതാണ്. അതുകൊണ്ട് അള്ളാഹു തആല തീറ്റ കുറക്കാനുള്ള തൗഫീഖ് തരും. വല്ലാതെ ആമീൻ കിട്ടൂലെന്ന് എനിക്കറിയാം. തീറ്റ ഒന്ന് ചുരുക്കി പിടിക്കാനുള്ള അവസ്ഥ അള്ളാഹു നൽകട്ടെ. ഒരു പോരാട്ടെങ്കിലും കുറഞ്ഞിട്ടൊന്ന് ആമീൻ പറഞ്ഞാൽ. കാരണം എന്താ ചിലവരെ ചാമ്പല് കാര്യങ്ങള് മാരിവും കിട്ട് വാങ്ങിക്കൊടുത്താൽ റെയിൽവേ ഗേറ്റ് തുറന്ന മാതിരിയാണ്. പിന്നെ എന്തൊക്കെ ആയിക്കൂടി ഫോണെന്ന് തന്നെ ഒരു പിടുത്തില്ല. നാളെന്താ ഒരാള് പോയും കൂടി പിച്ച് ചെയ്യുന്നത് ചോദിച്ച പറഞ്ഞ സമയം ലേറ്റാണ്. അല്ല, ഇത് ഞാനിത് വെറുതെ ചിരിക്കാനല്ല ചിന്തിക്കാനും കൂടിയാണ് പറയുന്നത്. വസ്സാലിമാമിനൊക്കെ തീറ്റ കുറക്കണമെന്ന് പറയാൻ തന്നെ കിതാബന്നുണ്ട്. കാരണം തീറ്റ കൂടിയ കസാവത്തുൽ ഖൽബ് ഇബാത്തിനൊന്നും തലതുണ്ടാവില്ല എന്നാണ്. ഒരു രസം എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. തറാവിയൊക്കാണ്ട് കഴിഞ്ഞിട്ടാണ് ഞമ്മക്കും പടച്ചമ്പരാനെല്ലാം അറിയുള്ളപ്പോ. അഥവാ ഇമാം അവർകൾ മറന്നിട്ട് 21ാമത്തെ കാണ നീച്ചാല് ഇരുന്നിട്ട് കാണാൻ പയ്യെ ചേർന്നമാര് എന്താ അതിന്റെ മേനെ പുറത്തം വിട്ടിക്കണ ഹംക്കഞ്ഞ കൊടുക്കാന്നാ. എന്നാ 19 ഇരുന്നാലോ മുണ്ടൂല്ല. അല്ല, കാരണം ഒന്ന് കുറഞ്ഞിട്ടല്ലേ. ഇങ്ങനെ ആയാ പറ്റുമോ? പ്രത്യേകിച്ച് കുറെ മണിക്കൂർ നമ്മൾ പട്ടിണി ഇങ്ങനെ കിടക്കുമ്പോ ആമാശയൊക്കെ ഇങ്ങനെ ചപ്പിയിട്ട് കിടക്കുകയാണ്. അതാണ് റംള്, ചൂടാകുക എന്നാണ് അതിന്റെ ഒരു മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്. അന്നം വെള്ളമില്ലാതെ ആമാശയം ഇങ്ങനെ ചുളിഞ്ഞിട്ട് ചൂടായി കിടക്കുകയാണ്, അതുകൊണ്ട് റമളാന്ന് പേരിട്ടതെന്നാണ്. ഇതിക്ക് ആദ്യം തന്നെ ഈ പൊറാട്ടയും സമൂസയൊക്കെ കണ്ട് ചെന്നാൽ പെട്ടെന്ന് ക്യാൻസർ ഉണ്ടാവും. കാരണം പൊറാട്ട എന്ന് പറഞ്ഞാല് മൈദയാണ്, അത് നോട്ടീസ് ഒട്ടിക്കുന്ന സാധനമാണ്. അത് എവിടെ ചെന്നാലും അവിടെ ഒട്ടിക്കും. പിന്നെ ഓലപ്പടക്കണ്ടല്ലോ, മറ്റേ എന്താ അതിന്റെ പേര്, സമൂസ. അത് ഉള്ളു പോയാലോ പൊട്ടല്, പുറത്തുനിന്ന് അങ്ങനെ വല്ലാതെ പൊട്ടൂലേ, ആണ് പൊട്ടിച്ചെതറും. അയിമക്കൂടി കാണാം നമ്മൾ ചെറുനാരങ്ങന്റെ വെള്ളം. ചെറുനാരങ്ങ ഏതാ സാധനം? അത് വെറും പാറ്റി കൊടുത്താൽ എന്താ, ഡോക്ടറോട് ചോദിച്ചു നോക്കിങ്ങള്. പിന്നെ ഈ പൊരിച്ചിറച്ചിയാണല്ലോ, നമ്മൾ ഈ പുഴുങ്ങിയൊന്നും തിന്നൂലല്ലോ. അറബികള് പൊരിച്ചിറച്ചി അറബികൾ കൊടുത്താൽ പോലും പറയും കൊല്ലാൻ വേണ്ടി വന്നതാണോന്ന്. ഞാനൊരു അറബിക്ക് അവിടുത്തെ തബ്ബാഹ്, ഞാനവിടെ നോമ്പറക്കാൻ പോയിരുന്നു മജ്ലിസിക്ക്. അപ്പൊ തബ്ബാഹ് എന്നെ കരുതിയാണ് പൊരിച്ചിറച്ചി ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഞങ്ങളെ മുമ്പിലാ കൊടുന്ന് ചെന്നത്. ചൂടായി, എന്താ ആളെ കൊല്ലാൻ വന്ന കാത്തിലാണോന്ന് വെച്ചു. താനും പൊരിച്ചു. ഞമ്മക്കോ പൊരിക്കാതെ തന്നാച്ച് മനുഷ്യനെ തമാശാക്കുക. എണ്ണ കെമിക്കലാണ്, അത് ചൂടാക്കിയ ക്യാൻസർ. ആർക്കാ അറിയാത്തത്? അതിക്ക് ഈ മൈദട്ടിട്ട് വരത്തിയാലോ? അതുകൊണ്ട് ക്യാൻസർ വ്യാപകമാണ്. ആർക്കല്ലെന്ന് നോക്കണ്ട, ആർക്കല്ലാത്തെന്ന് വെച്ചാൽ മതി. അങ്ങനായി. ഇടയിൽ ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകട്ടെ, തീറ്റ കുറക്കാൻ അള്ളാഹു ഒന്നും കൂടി ആമീൻ പറയും, തോഫീക്ക് ചെയ്യട്ടെ. ഉള്ളുന്നല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞോളേ, അള്ള തോഫീക്ക് ചെയ്യട്ടെ. അതുകൊണ്ട് അത് വലിയ അത്യാവശ്യമാണ്. കുടുംബത്തിലൊക്കെ ഒന്നായിട്ട് തിന്നാൻ കൊടുക്കരുത്. ഒക്കെ ഒന്ന് ചുരുക്കി പിടിക്കണം. ഇങ്ങനെ ചുരുക്കി പിടിക്കണം. കുട്ടികൾ ചോദിക്കണം, ഒക്കെ കൂടി കൊടുന്നു അലത്തരുത്. ഒന്നായിട്ട് പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഒന്നായിട്ട് കൊടുത്തിട്ട് ആ വലിയ വലിയ മുളക് തുറന്നു നോക്കിയാൽ മുളകിന്റെ ഒരു വാസനയും കൂടി ഉണ്ടാവില്ല. അതൊക്കെ കൊടുന്ന് പറ്റി പൊരിച്ച് ഒക്കെ കൂടി അതൊക്കെ ജീവിതത്തിൽ കണ്ട വല. ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ ഇറങ്ങിയ വല തക്കറബ, തീറ്റയ്ക്ക് ലിമിറ്റ് വേണമെന്നാണ്. ഒക്കെ തിന്നോളി, പക്ഷെ ഇങ്ങോട്ട് വേണ്ടാണ്. അപ്പൊ കുടുംബത്തിൽ തീറ്റയ്ക്ക് ലിമിറ്റ് വേണം. ലിമിറ്റില്ലാതെ തിന്നാലോ അനുഗ്രഹം പൊളിയും. ആദനബിക്ക് പൊളിഞ്ഞു, അനുഗ്രഹം സ്വർഗായിരുന്നു, ദുന്യാവുക്ക് കയറി വന്നു. അതാണ് അമിതമായി ആഡംബരത്തോടെ നിയമം പൊളിച്ച് തിന്നാൽ ഉള്ള അനുഗ്രഹം പൊളിയും. തെളിവ് ആദനബിക്ക് പൊളിഞ്ഞു, സ്വർഗാവുന്ന അനുഗ്രഹം പോയി. ദുന്യാവുക്ക് വരേണ്ടിയെന്നോ ആട്ടിപ്പുറത്താക്കിയതൊന്നുമല്ല, ദുന്യാവുക്ക് വരേണ്ടിയെന്നോ നേരെ വന്നത് ഇന്ത്യക്കാ. അതാ രസമായത്. സ്വർഗത്തിൽ നേരെ ഇറങ്ങിയത് നമ്മളെ നാട്ടിക്കാ, നമ്മളെ രാജ്യത്തേക്ക്. അത് ഞാൻ അങ്ങനെ ചിന്തിക്കണേ, ഇന്ത്യനെ മാത്രം ചിന്തിക്കുമ്പോഴേ ഞാൻ ചില സ്ഥലത്ത് വിദേശത്ത് പോയിട്ട് പ്രസംഗിക്കുമ്പോൾ അത് പറയലുണ്ട്. കാരണം സ്വർഗത്തുനിന്ന് നമ്മളെ വല്യപ്പ ഇറങ്ങിയത് അത് എടുക്കുമല്ലോ, നമ്മളാട്ടക്കല്ല, ഇന്ത്യക്കല്ലേ. ഇന്ത്യക്കല്ല ഇറങ്ങിയത് നമ്മളെ വാപ്പ. ഇറങ്ങിയിട്ട് എന്താ പണിയെന്നറിയോ? ഇരുന്നിട്ടങ്ങ് കരയാൻ തുടങ്ങി. അബൂനാബുൽ ബശറാദൻ നബി അലൈഹിസ്സലാം കരഞ്ഞ് 40 പ്രാവശ്യം ഇന്ത്യയിൽ വെച്ച് ബോധം കെട്ട് വീഴുകയാണ്. ഇന്ത്യയിൽ വെച്ചിട്ട് 40 വട്ടം ബോധം കെട്ടു വീണു. പടച്ചോനെ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ബോധം കെട്ടു വീണു. കരഞ്ഞ ആദനബിന്റെ കണ്ണീര് തട്ടിയ സ്ഥലത്താണ് ഇഞ്ചി ഉണ്ടായത്. ആദനബിന്റെ കണ്ണീര് തട്ടിയ സ്ഥലത്താണ് ഊതുണ്ടായത്. ആദനബിന്റെ കണ്ണീര് തട്ടിയ സ്ഥലത്താണ് ചന്ദനം ഉണ്ടായത്. ഇത് മൂന്നും വല്യപ്പാന്റെ കണ്ണീരിന്നുണ്ടായതാണ്. ഹവ്വാബി നേരെ ഇറങ്ങിയത് ജിദ്ദീക്കാണ്, സൗദിക്കാണ്.
ജിദ്ദ, വെല്ലിമ എന്നതിന്റെ അർത്ഥം. അത് പിന്നെ ജദ്ദ ആയതാണ്, ജിദ്ദൻ വെല്ലിമ. അവ്വാബി കടൽ തീരത്ത് പോയിട്ടാണ് കരയാൻ തുടങ്ങി. അവ്വാബിന്റെ കണ്ണീര് തട്ടിയ സ്ഥലത്ത് അതിനാണ് മുത്തും പവിഴൊക്കെ ഉണ്ടായത്. ഒരു മുഅ്മിനായ മനുഷ്യൻ കരഞ്ഞാൽ അതും വെറുതാവൂലെന്നർത്ഥം. ഊത് എന്താ നല്ല സുഗന്ധമല്ല ഊത്. ഊതിന്റെ അത്തറും. ഗൾഫ് നാട്ടിക്ക് ഇവിടുന്നാണ് പോണത്. നല്ല ഊതുള്ള ഇന്ത്യയിലാണ്. കോഴിക്കോട് പോയാൽ കിട്ടുന്ന ഊതൊന്നും ഗൾഫ് പോയാൽ കിട്ടൂല. ഇവിടുന്നാണ് പോണത്, അവിടെ ഉണ്ടാവുള്ളൂ. കാരണം വാപ്പ അവിടെ വന്നിട്ടാ കരഞ്ഞ്, ഇന്ത്യയിൽ വന്നിട്ടാ കരഞ്ഞ്. അവിടെ നിന്നാണ് ഊതുണ്ടായത്. ചന്ദനം ഉണ്ടായത്. ചന്ദനത്തിന് അത്ര ആസ്വദിച്ച് നോക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും. ഇഞ്ചി പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ, എല്ലാ സോക്കണ്ണും മരുന്നാണ്. അതുകൊണ്ടല്ലോ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കാണാൻ നമ്മൾ മലയാളക്കരയിൽ നിന്ന് രാജാവ് പോയി പള്ളിപ്പാണ പെരുമാള്, ചേരമാൻ പെരുമാള് പോകുമ്പോ എന്തേറ്റാ പോയത്? ഇഞ്ചിയേറ്റാ പോയത്. കയ്യിലൊരു സഞ്ചി ഉണ്ടായിരുന്നു, അതിൽ ഇഞ്ചി ഉണ്ടായിരുന്നു എന്ന് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്തറക്കിൽ ഉദ്ധരിക്കുന്നുണ്ട്. ചിന്തിക്കണേ, ആദ്യമായി കടന്നു വന്നോ അതാ ഭാര്യയും ഭർത്താവും രണ്ടു ലോകത്താണ്. രണ്ട് ലോകത്ത്. ആദനബി ഇന്ത്യയില്, അവ്വാബി സൗദിയില്. എന്നിട്ട് എന്ത് ചെയ്ത്? ഭർത്താവ് ഭാര്യനെ കാണാൻ അങ്ങോട്ട് പോയി. ആദനബി ഭാര്യയാവുന്ന അവ്വാബിനെ കാണാൻ അങ്ങോട്ട് പോയി. കാരണം പെണ്ണ് കാണാൻ പോക്കാണ്, ആണ് കാണാൻ പോക്കില്ല. പെണ്ണ് കാണാൻ പോക്കുള്ളത് അല്ലേ? നമ്മളിങ്ങനെ തെരഞ്ഞെടുക്കലുണ്ട് എക്കന്മാര്, 3-4 എക്കന്മാർ എടുക്കാം. നമ്മൾ ചെയ്തലേക്ക് പെണ്ണ് കാണാൻ വേണ്ടി പോകണം പറയും. നേരെ മറിച്ചെങ്കിലും ചോക്കാണെങ്കിൽ മാരിവിന്റെ ശേഷം 3-4 പെണ്ണുങ്ങൾ എടുക്കാം. നമ്മൾ അദ്രാമാനെ കാണാൻ പോകണം. ഇന്നത്തെ സമാനം കൂടിയാണ്. കാണാൻ പോയ ഉള്ള തൂക്കത്തിൽ കണ്ട് വരൂല അതാണ്ടാല്. അപ്പൊ പെണ്ണ് കാണാൻ പോക്കതാ. കാരണം ഇവിടുന്ന് പെണ്ണാ പോയത്. അറഫാന്റെ ഭൂമിയിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ട് മനസ്സിലായി. അപ്പൊ അറഫായി. അങ്ങനെ കണ്ടപ്പോ മനസ്സിലായി. അപ്പൊ ആ സ്ഥലം അറഫായി. ഞാൻ കുടുംബത്തങ്ങൾ നോക്കൂ, ചിന്തിക്കണ, കുടുംബത്തെ നോക്കൂ. മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടി ഭാര്യ ഭർത്താക്കന്മാരായത് മുഴുവനും ഗുണാണ്. എല്ലാം കൂടെ ഏത് പ്രയാസങ്ങളെ അതിജയിക്കാൻ അവർക്ക് കഴിയും. ഞാൻ മൂന്നാമത്തെ ഒരു കുടുംബത്തിനും കൂടി പരിചയപ്പെടുത്തരാം, കേൾക്കണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഹാജർ ബി ഇസ്മായിൽ നബി. അല്ലാഹുവേ, എന്താണ് അവരുടെ ജീവിതത്തിന്റെ ത്യാഗനിർഭരമായ അവസ്ഥകൾ. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ സ്വന്തം ഭാര്യ സഹധർമ്മിണിയായ ഹാജർ ബീവിയെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും വിജനമായ മക്ക മണൽക്കാട്ടിലെ പാറക്കെട്ടിന്റെ അടിയിലാണ് കൊടുത്തിടുന്നത്. എന്നിട്ട് കുടുംബനാഥൻ തിരിച്ചു പോവാണ്. എന്നിട്ട് ദ്വാരുന്നൊരു ദ്വായുണ്ട്. എന്താണെന്നറിയോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറ. അസ്കൻതു എന്നെ വലിയ ചിന്തിപ്പിച്ചൊരു വാക്കാണ്. അസ്കൻതു പറയേണ്ട എന്താ? തൊറഹത്തൂന്ന്. പഠിച്ചോനെ, ആരുമില്ലാത്ത സ്ഥലത്ത് എന്റെ പെണ്ണിനെ കുട്ടി ഞാൻ ഇട്ടെറിഞ്ഞു പോകണമെന്നല്ല പറയേണ്ടത്. തറക്തു തൊറഹത്തു എന്നല്ല പറയേണ്ടത്. പറഞ്ഞത് അസ്കൻതുന്ന. അതിന്റെ അർത്ഥം സമാധാനത്തോടെ പാർപ്പിച്ചിരിക്കുന്ന റബ്ബേന്ന്. ഇനി നമ്മൾ ചിന്തിക്കാം, നമ്മളിപ്പോ കുടുംബത്തിന് സമാധാനത്തിന് വെച്ചുകൊടുക്കുന്ന കുറെ സാധനങ്ങളില്ലേ? കമ്പ്യൂട്ടർ, TV, മൊബൈല്, ന്യൂസ് പേപ്പർ, കളി സാമാധാനങ്ങള് എല്ലാം കൊടുക്കുന്നുണ്ട്. ഇബ്രാഹിം നബി തന്റെ ഭാര്യന്റെയും കുട്ടിന്റെ മുമ്പില് സമാധാനത്തിന് എന്താണ് വെച്ചുകൊടുത്തത്? അയൽവാസികളില്ല, കുടുംബക്കാരില്ല, ഉറ്റവരില്ല, ഉടയവരില്ല, സ്നേഹിതന്മാരില്ല, സഹായിക്കാൻ ആളില്ല, നാട്ടുകാരില്ല, അങ്ങാടില്ല, കയ്യിൽ ഭക്ഷണം കൂടുതലില്ല, പാനീയല്ല, പിന്നെ വലിയ വലിയ കരിമ്പാറ കെട്ടുകൾ അതിന്റെ ഇരുട്ടത്ത് കൊണ്ടുപോയിട്ട് ഇരുത്തി. അപ്പുറപ്പുറമൊക്കെ ചെന്നായകൾ ഓടി കളിക്കുന്നുണ്ട്. എന്നിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് കുടുംബനാഥം പറയാ, സമാധാനത്തോടെ പാർപ്പിച്ചിരുന്നു പഠിച്ചോനെന്ന്. നമ്മളാണെങ്കിലോ പരിഹാസത്തിന് പരിധി വേണമെന്ന് പറയും. എന്നാ ഇബ്രാഹിം നബി പരിഹസിക്കോ? അതന്നെ ഇന്നീന്ന് തെക്കീതിട്ടിട്ടാ പറഞ്ഞത്. അസ്കന്തു എന്നല്ല, അതിന്റെ മുമ്പ് ഇന്നി പറഞ്ഞു, തെക്കീതാണ്. അതിൽ സംശയമില്ലാന്ന്. ഞാൻ പാർപ്പിച്ചത് സമാധാനത്തിൽ തന്നെയാണ്. ഒരു പെണ്ണരത്തിന്റെ മുമ്പിൽ സമാധാനത്തിന് എന്താ മുമ്പിലുള്ളത്? ചെന്നായ പാറ. അത് സമാധാന? അവിടെയാണ് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടത്, കൽബിന്റെ കണ്ണ്. കാരണം എന്താണെന്നറിയോ? ഒരു പെണ്ണൊരുത്തിനെയും കാലിന്റെ ചേപ്പ് മാറാത്ത തൊട്ടാൽ പൊട്ടുന്ന പ്രായത്തിലെ പൊന്ന് പൈതലിനെയോ കരിമ്പാറ കെട്ടുകൾക്കിടയിൽ ഇട്ടേച്ചുകൊണ്ട് കുടുംബനാഥനെ തിരിഞ്ഞു പോകുമ്പോ
സഹധർമ്മിണി പിന്നാലെ ചെന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ എന്നെയും പൊന്ന് പൈവലിനെയും ഇട്ടേച്ചു പോകുന്നത്? എങ്ങോട്ടാ നിങ്ങൾ പോകുന്നത്? കുടുംബനാഥൻ തിരിഞ്ഞു നോക്കിയില്ല. പിന്നെയും പോവുകയാണ്. ഹാദർബി പിന്നെയും പിന്നാലെ പോവുകയാണ്. എന്നെയും എട്ടും പൊട്ടും തിരിയാത്ത പൊന്ന് പൈതലിനെയും ഇട്ടേച്ചുകൊണ്ട് എങ്ങോട്ടാ നിങ്ങൾ പോകുന്നത്? അപ്പോഴും തിരിഞ്ഞു നോക്കിയില്ല. അപ്പൊ പെണ്ണെടുത്ത് ചോദിച്ചു, വേഗം അങ്ങോട്ട് മാരിഫത്തേക്ക് കടന്ന് അള്ളാന്നുള്ള ബോധത്തെ കൊണ്ട് കടന്നു ചോദിച്ചു, അല്ല ഇത് അല്ല പറഞ്ഞിട്ടെന്നെ അള്ളാന്നാണ്ട് കേട്ടപ്പോ തിരിഞ്ഞു നോക്കി. കാരണം ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. ഏത് തിരിഞ്ഞു നോക്കാതെ തിരിഞ്ഞു നോക്കും. അള്ളാന്നാണ്ട് കേട്ടാൽ മനസ്സിൽ അതിന്റെ അലവലി വരും. അപ്പൊ നോക്കും. അപ്പൊ നിങ്ങള് അള്ള പറഞ്ഞിട്ടെന്നെ നെറ്ററിന് പോണെന്ന് വെച്ചപ്പോ അള്ളാന്നാണ്ട് കേട്ടപ്പോ അതന്നെയാണ് അള്ള പറഞ്ഞിട്ട്. അതില് പിന്നെ ആചർവി യാത്രയപ്പലേക്ക് ഇന്ന തിരിഞ്ഞു നോക്കണ്ട, പോയി അവിടുന്ന്. അള്ള പറഞ്ഞിട്ടാണെങ്കിൽ ഇന്നല്ലാഹ മഈ, അള്ളാഹു എന്റെ കൂടെ ഉണ്ട് എന്ന വിശ്വാസത്തിലേക്ക് ഒരു പെണ്ണൊരുത്തിന്റെ കൽബങ്ങട്ട് രൂഢമൂലമായി തറക്കാണ്. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല, പോയിടുന്നു. ആ കൽബിന്റെ ബർക്കത്ത് നിന്നല്ലേ സംസം വെള്ളം വന്നത്. ഇസ്മായിലിന്റെ കാലിന്റെ അടിയിൽ നിന്നാണെങ്കിലും അതിന് കാലിന് ആജർവിന്റെ നെഞ്ചകല്ലേ. ഒരു പെണ്ണായാൽ ലോകത്തെ മുഴുവനും വെള്ളം കുടിപ്പിക്കാൻ കഴിയും, ദാഹം മാറ്റാൻ കഴിയുന്ന അതിന്റെ അർത്ഥം. ഒരു പെണ്ണായാൽ ലോക ജനതയുടെ ദാഹം മാറ്റാൻ പെണ്ണിന് കഴിയുന്ന അതൊരു കുടുംബമാണ്. അതിൽ നിന്നല്ലേ സംസം വെള്ളം വന്നത്. അതിൽ നിന്നല്ലേ ലോകത്തിന്റെ ഇമ്പമായ പ്രകാശമായ വിശ്വാസത്തിന്റെ ശ്വാസമായ റൂഹിന്റെ കബിലയായ കൽബിന്റെ കവാടമായ അല്ലാഹുവിന്റെ മുത്തായ ലോകത്തിന്റെ സത്തായ നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ അന്നബി സല്ലല്ലാഹു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബാറക കുല്ലു മൻ സല്ല عليه وينال البركة كل من صلى عليه الله 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 നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് ആ കുടുംബത്തിൽ നിന്നല്ലയോ? ഇവിടെ സംശയം വരും. നമ്മൾ സാധാരണ പറയലുണ്ട് ഇബ്രാഹിം നബിയേക്കാൾ വലിയ മഹാനാണ് മുഹമ്മദ് നബി. ഇബ്രാഹിം നബി ഉണ്ടാകാൻ കാരണം മുഹമ്മദ് നബിയാണെന്ന്. ഇപ്പൊ നമ്മൾ പറയുന്നത് മുഹമ്മദ് നബി വന്ന് ഇബ്രാഹിം നബിന്റെ ദുആ കാരണത്താണ്. കൺഫ്യൂഷന്റെ ആവശ്യം വേണ്ട. മുഹമ്മദ് നബി റഹ്മത്തുല്ലിൽ ആലമീനാണ്, ആലമീന്റെ റഹ്മത്താ. അതുകൊണ്ട് മുഹമ്മദ് നബി എവിടെയും വരാം. മക്കയിൽ തന്നെ വന്നോളുന്നില്ല. മുഹമ്മദ് നബിക്ക് ഇന്ത്യയിലും വരാം, പിന്നെ പാകിസ്ഥാനിലും വരാം. മുഹമ്മദ് നബിക്ക് ഇറാനിലും വരാം, ഇറാഖിലും വരാം, അഫ്ഗാനിലും വരാം, എവിടെയും വരാം. പക്ഷെ ലോകത്ത് എവിടെയും വരാൻ സാധ്യതയുള്ള ഈ പൂമുത്തിനെ ദ്വാരന്നിട്ട് മക്കയിലേക്ക് കൊണ്ടുവന്നു ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആണ് ഇബ്രാഹിം നബിന്റെ അന ദഅവത്തു അബി ഇബ്രാഹിം. ഇനി ഹദീസിന് അർത്ഥം വെച്ചാൽ സുഖം കിട്ടും. അല്ലാതെ ഇബ്രാഹിം നബി ആണ് ദ്വാരന്നിട്ടില്ലെങ്കിൽ മുസ്തഫ നബി വരില്ല എന്നൊന്നുമല്ല. മുസ്തഫ നബി ഇബ്രാഹിം നബിന്റെ വല്യപ്പയാണ് ആത്മീയ ലോകത്ത്. ഭൗതിക ലോകത്ത് ഇബ്രാഹിം നബി റസൂലുള്ളാഹിന്റെ വല്യപ്പയാണ്. ആത്മീയ ലോകത്ത് ഇബ്രാഹിം നബിന്റെ വല്യപ്പയാണ് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട് മുഹമ്മദ് സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ بالضمين جميع مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ഒരഭിപ്രായത്തില് വാല്യുണ്ടോ ഇല്ല എന്നുള്ള വേറൊരു കാര്യം. എഴുതപ്പെട്ട ഒരു അഭിപ്രായത്തില് ആദം അലൈഹിസ്സലാം ഹവ്വാ ബീവിനെ മണവാട്ടിയായി ഇണയായി സ്വീകരിക്കുന്ന സമയത്ത് കൊടുത്ത മഹർ മുഹമ്മദ് നബിയുടെ മേലുള്ള സലാത്താണ്. ഹവ്വാബിനെ കണ്ടപ്പോ ആദം അലൈഹി സ്വലാം പ്രാപിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ അള്ളാഹ് ഇടപെട്ട് മലക്കുകളെ കൊണ്ട് എവിടുക്കാന്ന് വെച്ചു, അതിന്റെ എണ്ണയല്ലേ എനിക്ക് പിടിച്ചുവിടാന്ന് വെച്ചു. ഇല്ല മഹർ കൊടുത്തിട്ടേ തൊടാൻ പാടുള്ളൂ. അപ്പൊ ആദം നബി വെച്ചു വമാ മഹറുഹ, ഓൾക്ക് കൊടുക്കേണ്ട മഹർ എന്താന്ന് വെച്ചു. അപ്പൊ അള്ളാഹ് പറഞ്ഞു സൊല്ലി അല ഹബീബി മുഹമ്മദിൻ, എന്റെ ഹബീബായ മുഹമ്മദ് നബിനെ സലാത്ത് അല്ലിക്കോളി, അതന്നെയാണ് മഹർ എന്നാണ്. അങ്ങനെയാണ് കുടുംബം തുടങ്ങിയത് എന്നാണ്. അതുകൊണ്ട് സലാത്ത് നമുക്ക് മാറ്റിയേക്കാൻ പറ്റില്ല. മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണേ.
അല്ലാ എന്ന പൊരുത്തത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ കൽപ്പന ശിരസാവഹിക്കാൻ വേണ്ടി, ദീനിന്റെ ഗുണത്തിന് വേണ്ടി, പരലോകത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് കുടുംബം തുടങ്ങുന്നതെങ്കിലോ യാവിൽ സമാനമാ ആഖിറത്തിൽ സന്തോഷം. ചോദിച്ചു ഉസ്താദേ, പറഞ്ഞു കുടുംബത്തിൽ കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണം, കൂടുതൽ പ്രസവിച്ച ആളുടെ പ്രസവത്തിന് സന്തോഷമാണ്. അപ്പൊ എനിക്ക് ആ ഗുണക്ക ചെറുപ്പത്തിൽ കൊല്ലരുത്. അപ്പൊ അതിന്റെയൊക്കെ കാരണം എന്നാണെങ്കിലും ഉള്ള പഴയ കാലത്ത് കാട്ടറി സ്വഭാവം പ്രസവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. പിന്നെ ഓല് ജീവനോടെ കുഴിച്ചുവിടും, ഉമ്മാന്റെ കുഴിച്ചുവിടൂല. ഒരു സൽക്കാരത്തിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കുഴി വെച്ചിട്ട് കുട്ടിനേക്ക് തള്ളലാണ്. ഇന്ന് കാട്ടറബിയേക്കാൾ വലിയ കശ്മലനായി മലയാളി കൊലയാളിയായിട്ട് മാറി. കാരണം ഉമ്മാന്റെ ഗർഭാശയത്തിൽ വെച്ചിട്ട് പെണ്ണാന്ന് പറഞ്ഞാല് വാപ്പന്നെയാണ് ഉമ്മാന്റെ ഗർഭത്തിനുള്ളിൽ വെച്ചിട്ട് കുട്ടിനെ കൊല്ലുകയാണ്. ഗർഭാശയത്തിന്റെ പേരെന്നെ റഹ്മ എന്നാണ്, അത് റഹ്മത്ത് നിന്ന് വന്നാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ റഹ്മത്ത് ഉത്പാദിപ്പിക്കപ്പെടേണ്ട ഫാക്ടറി ഉമ്മാന്റെ ഗർഭാശയാണ്. അവിടെ ഇപ്പം നടക്കുന്ന ഏറ്റവും വലിയ അതാപാണ്. കാരണം വാപ്പ മോനെ ഉമ്മാന്റെ വാറ്റിന്റെ ഉള്ളിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ എന്തെന്നാ പറഞ്ഞീന്ന് ഓർമ്മ ഉണ്ടോ? എന്ത് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിയത്? ഞാന് രാത്രി ഉറക്കണ്ടായില്ല, പകലിപ്പോ ഒരു പരിപാടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്തിയത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേറെ പരിപാടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഓർമ്മ പോകുന്നുണ്ട്. എന്താ ഞങ്ങൾ പറഞ്ഞു എയിം നിങ്ങൾ കൊണ്ടുവരുന്നു. ഞാൻ എന്താണ് ഓർമ്മ ഉണ്ടോ? സലാത്ത് പറഞ്ഞിട്ട് വേറെ എന്തോ കാര്യം പറഞ്ഞല്ലോ അല്ലെ? അതിന്റെ ആ ദാവത്ത് അത് പറഞ്ഞ ചിന്തിക്കണം. അപ്പൊ നല്ല കുടുംബം, അതാണ് നല്ല കുടുംബം, നല്ല നീയത്ത്, അള്ളാന്റെ അപ്പൊ ഈ കുട്ടിനെ മരിക്കുക, അതാണ് ഈ കുട്ടി ചെറുപ്പത്തിൽ കുട്ടികൾ മരിച്ചാൽ അതൊരു അർത്ഥത്തിൽ ഗുണാണ്. എന്താ വെച്ചാല് ഇതിനേക്കാളും വലിയ ഗുണം എന്താ ഉള്ളത്? ഈ ചെറുപ്പത്തിൽ മരിച്ച കുട്ടികൾ അത് മുശ്രിക്കിന്റെ കുട്ടിയാണെങ്കിലും അല്ലാത്താണെങ്കിലും സ്വർഗത്തിലാണെന്നാണ്. കുട്ടികൾക്ക് എന്താ അത്ഫാലുൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളെ കുട്ടികളും സ്വർഗത്തിലാണെന്നാണ് പ്രബല അഭിപ്രായം. അപ്പൊ നാളെന്ത് ചെയ്യും? മനുഷ്യ ജനകോടികളെ ഹിസാബിന് വേണ്ടിയിട്ട് മഷറിയിൽ ഇങ്ങോട്ട് നിരത്തി നിർത്തി. മഷറല്ല മഷറിൽ എന്ന് പറയാലിക്കും ഭംഗി. മഷറാന്ന് മോന്നസാക്കണം തോന്നുന്നില്ല. മഷർ ഒരുമിച്ച് കൊണ്ട സ്ഥലം. മഷറില് എല്ലാരും ഇങ്ങനെ നിരത്തിയിട്ട് ഇങ്ങനെ ഇരുത്തുമ്പോ ഈ പൈതങ്ങൾ ഉണ്ടാവും, ചെറിയ ചെറിയ കുട്ടികൾ. ഓൽക്ക് തക്ലീഫ് ഉണ്ടായിട്ടില്ലല്ലോ. അള്ളാഹു തആല മലക്കളോട് അറിയും, ആ കൂട്ടം കൂടിക്കണ കുട്ടികളൊക്കെ കൂടിയാണ് സ്വർഗത്ത് കൊണ്ടുപോയിക്കോളെ. ഏറ്റവും എന്ത് ഹിസാബാന്ന് നോക്കാം. ആ മലക്കള് ചെറുപ്പകാലത്ത് മരിച്ചുപോയ, പ്രായപൂർത്തിയാണതിന് മുമ്പ്, പക്വത ആണതിന് മുമ്പ് മരിച്ചുപോയ, തമീസ് എത്തുന്നതിന് മുമ്പ് കുട്ടികളെ, ചെറിയാരും വലിയാരും, അത് ചാപ്പിള്ളായാലും വേണ്ടിയില്ല, ജീവൻ ഉണ്ടായാലും വേണ്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, എല്ലാരും കൂട്ടം കൂട്ടായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് സ്വർഗത്തിന്റെ വാതിന്റെ അവിടെ നിർത്തും. അപ്പൊ അതിന്റെ പൂമണം സുഗന്ധം ഇങ്ങനെ അടിക്കും വരെ മൂക്കിക്ക്. മലക്കുകള് ഇങ്ങനെ കൊണ്ടുപോയിരുത്തുമ്പോ സ്വർഗത്തിന്റെ പാറാവുകാരൻ ചോദിക്കും, എന്തേത് ഇവർക്ക് ഹിസാബ് കഴിഞ്ഞോന്ന് ചോദിക്കും. ഇവർക്ക് അതിന് ഹിസാബ് ചെല്ലോ. ഇവരെ ഉമ്മത്ത് മുഹമ്മദില ആ ചെറിയ ചെറിയ കുട്ടികൾ ശരി, അവരാണെങ്കിൽ കർണോട്ടായിട്ട് മലക്ക് വാതിലിനുള്ളിൽ കൂടി കടക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കും. അപ്പോ കൊണ്ടുപോയ മലക്കുകൾ പറയും, മക്കളെ ഉദ്ഖുലു, കേറിക്കോളി എന്നറിയും. ആ സമയത്ത് ഈ പൊന്നുമക്കള് വലത്തേക്കും ഇടത്തേക്കും നോക്കുന്നതാണ്, പിന്നിലേക്കും മുന്നിലേക്കും നോക്കുന്നതാണ്. ആ സമയത്ത് സ്വർഗത്തിന്റെ പാറാവുകാരൻ ചോദിക്കോ, മക്കളെ ഇത് നോക്കി നോക്കി സമയം കളയേണ്ട സന്ദർഭമല്ല, നിങ്ങൾക്ക് വേണ്ടി ആ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടത്, അങ്ങോട്ട് കയറിക്കോ. എന്താ നിങ്ങൾ പരതുന്നത്? ആരെയാ നിങ്ങൾ നോക്കുന്നത്? ആ സമയത്ത് വലത്തേക്കും ഇടത്തേക്കും പിന്നിലേക്കും മുന്നിലേക്കും നോക്കുന്ന പൊന്നു പൈതങ്ങൾ പറയും, എന്റെ വാപ്പ എവിടെ, എന്റെ ഉമ്മ എവിടെ? 9 മാസം ഗർഭത്തിൽ എന്നെ പോറ്റിയ, കാലിൽ നീരിറങ്ങിയ പെണ്ണാണ്, ഭക്ഷണത്തിന്റെ ക്രമം തെറ്റിയ അവസ്ഥയിലാണ്, എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുകയാണ്. എന്നാലും എന്നെ ഗർഭത്തിൽ പോറ്റിയ ഉമ്മയുണ്ട്, നൊന്ത് പ്രസവിച്ച ഉമ്മയുണ്ട്. ആ ഉമ്മ എവിടെ? ഞാൻ കാണാത്ത എന്റെ ഒരു വാപ്പയുണ്ട്. കാരണം എന്റെ പൊന്നുമ്മ എന്നെ പ്രസവിക്കുന്ന സമയത്ത് എന്നെ നോക്കാൻ വേണ്ടി വാപ്പ വിദേശത്താണ്, അല്ലെങ്കിൽ എന്നെ നോക്കി
വളർത്തി എന്റെ പൊന്നുപ്പയുണ്ട്. ആ ഉപ്പാന്റെ വിരല് പിടിച്ചിട്ടാണ് ഞാൻ മാർക്കറ്റിൽ പോയിരുന്നത്. ആ ഉപ്പാന്റെ വിരലുകളായിരുന്നു ആദ്യകാലത്ത് എന്റെ ചോക്ക്. ആ ഉപ്പാന്റെ മുഖമായിരുന്നു എന്റെ ബോർഡ്. ആ ഉമ്മാന്റെ മടിശീലയായിരുന്നു എന്റെ യൂണിവേഴ്സിറ്റി. എന്റെ കാഷ്ടം പേറിയത് ആ ഉമ്മയാണ്. എന്റെ മൂത്രം ആ ഉമ്മക്ക് സ്പ്രേ പോലെ ആയിരുന്നു. ആ ഉമ്മ എവിടെ? എന്റെ വാപ്പ എവിടെ? ആ സമയത്ത് പടച്ചതമ്പുരാനെ എല്ലാം അറിയാം. എന്നാലും അള്ളാഹുവിന്റെ ഭരണ സംവിധാനം അള്ളാഹു മനുഷ്യർക്ക് അറിയുന്ന സ്വഭാവത്തിലാക്കുകയാ. അള്ളാഹു മലക്കുകളോട് ചോദിക്കും, എന്താണ് ആ കുട്ടികൾ സ്വർഗത്തിലേക്ക് കടക്കാത്തത്? എന്താണ് അവർ ആ വാതിലിന്റെ ഉള്ളിലേക്ക് കയറാത്തത്? ആ സമയത്ത് മലക്കുകൾ പറയും, റബ്ബേ, അവർ വാപ്പാനെയും ഉമ്മാനെയും തെരയുകയാ. പപ്പാനും ഉമ്മാനും തരിയാണ് പഠിച്ചോനെ പറയും. അപ്പൊ അള്ള പറയും, പിന്നെ ആ ഇസാവ് നടന്നിക്കണോ ഇല്ലയോ നോക്കണ്ട, പല വാപ്പാനിമാരെ കണ്ട് പിടിച്ചു കൊടുത്തിട്ട് ഒപ്പാണ്ട് കേറ്റിക്കാളിയും എന്ന് അള്ളാഹു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. നീ എന്തൊക്കെയും ചെറുപ്പകാലത്ത് കുട്ടികൾ മരിച്ച വാപ്പാർക്ക് അനുഗ്രഹമാണോ അല്ലേ? ഇതിനെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ഉസ്താദ് വാക്കിന്റെ മോൻ മരിച്ചു, പാപ്പാക്ക് സങ്കടം ഉണ്ടാവും. പക്ഷെ മോൻ ഫറത്താവല്ലേ? കുട്ടികൾ മരിച്ച മൈതിസ്കാരത്തിലെ എക്സ്ട്രാ ദുആല്ലേ, അള്ളാഹു മുജാലു ഫറത്തല്ലേ അബോയ്. ഈ ഫറത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫറത്ത് എന്ന് പറഞ്ഞാല് ഒട്ടക സംഘത്തിന് കൊണ്ടുപോകുമ്പോ നേരത്തെ തന്നെ പോയിട്ട് അവർക്ക് സൗകര്യം ചെയ്യാൻ വേണ്ടി, അവിടെ സൗകര്യം ഒരുക്കാൻ വേണ്ടി പോണ ആളുകൾക്ക് ആ ഫറത്ത് എന്ന് പറയാം. അപ്പൊ മോന് ഫറത്താവും, ചെറിയ കുട്ടി ഫറത്താവും എന്ന് പറഞ്ഞാല് വാപ്പാപ്പും ഉമ്മാക്കും ആണ്ട് വന്നാൽ സ്വർഗത്തിൽ നേരത്തെ പോയിട്ട് സീറ്റ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നതിന്റെ അർത്ഥം. അള്ളാഹു താല ചെറുപ്പത്തിൽ മരിച്ച കുട്ടികളെ വാപ്പാർ ഇവിടെ ഉണ്ടാവും, അവർക്കൊക്കെ ആ മക്കാമ് കൊടുക്കട്ടെ. നമ്മളെ കുട്ടികളെല്ലാം മരിപ്പിക്കട്ടെ എന്ന് ഓർക്കണ്ട, അത് നല്ലതല്ല. സംഭവിച്ചാൽ അതിനെ കുറിച്ചേ പറയാൻ പറ്റുള്ളൂ. മരിപ്പിക്കട്ടെ എന്ന് ഓർക്കരുത്. കാരണം കുട്ടികളുണ്ടായാൽ അത് നേട്ടാണ്. ഒരു കുട്ടി വളർന്ന ഹാഫിളായാൽ, ഒരു കുട്ടി വളർന്ന ആലിമായാലോ നമുക്ക് കബറ് കിടന്നിട്ട് പെൻഷൻ പറ്റാൻ പറ്റും. ജോലി കഴിഞ്ഞിക്കണ ഹയാത്തിനെ ക്യാൻസലാക്കിയിട്ട് മൗത്തുക്ക് എത്തിക്കണ്, എന്നാലും അമലിന്റെ പെൻഷൻ പറ്റുകയാണ്. കാരണം ഈ മോന ഒരു ആലിമിനെ ഇവിടെ ഇരിക്കുമ്പോഴുള്ള ഗുണാണ്. ഒരു സ്വാലിയായ മതി, വലിയ ആലിമൊന്നും വേണ്ട. അഞ്ചക്ത് തസ്കരിക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ കുട്ടി, വാപ്പ കബറ് കിടക്കാണ്. പക്ഷെ ഇവിടെ ഉള്ളിടത്തോളം, ശ്വാസം വിടുന്ന കാലത്തോളം മൂപ്പർക്ക് ഗുണം കിട്ടുകയാണ്. അപ്പൊ കുട്ടി നന്നായി. പക്ഷെ ഒരു കാര്യങ്ങളെ അടിയിൽ മനസ്സിലാക്കണം. ഞാൻ രണ്ടാമത്തെ ഒരു കുടുംബത്തിന്റെ ലക്ഷ്യത്തിൽ പറഞ്ഞത് മുസ്തഫ നബിയെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. വിശദീകരിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. കാരണം തസവ്വജുൽ വലൂദൽ വദൂദ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫൈനി മുഖാത്തിറും ബിക്കുമുൽ ഉമ്മ യൗമൽ ഖിയാമ, നിങ്ങളെ വെച്ചിട്ട് പരലോകത്ത് എനിക്ക് അള്ളാന്റെ മുമ്പില് മറ്റുള്ള അമ്പിയാക്കളുടെ മുമ്പിൽ അഭിമാനം നടിക്കാനാണെന്നാണ്. നിങ്ങൾ ചിന്തിക്കാം, എന്താണ് ആ പറഞ്ഞതിന്റെ മാന? നമ്മളെ കുറെ കുടുംബം, കുറെ കുട്ടികൾ, പേരക്കുട്ടികളൊക്കെ ആയിട്ട് വെല്ലിപ്പിയും മാപ്പിയൊക്കെ കൂടി കണ്ട് പോകണം മഹ്ശറിക്ക്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മഹ്ശറിൽ വെച്ച് കാണുമ്പോ അള്ളാന്റെ റസൂലിനെ തോണ്ടിയിട്ട് വരും. അപ്പൊ ചുറ്റുപറ്റി ഇങ്ങനെ ഉണ്ടാവുമല്ലോ, അറിയില്ലേ? ആ പള്ളിക്കും മദ്രസക്കും വേണ്ടി ലക്ഷങ്ങൾ കൊടുത്ത കുഞ്ഞാമാരിയല്ലേ നിങ്ങളെ കുട്ടികൾ? ഇങ്ങോട്ട് പേര് എല്ലാരും എടുത്തുക്കുന്നോളി. ഇത് നമ്മള് മദ്രസക്ക് വേണ്ടിയിട്ട് പറമ്പെടുത്ത ആളല്ലേ? ഇത് പള്ളിപ്പണിന്റെ കാര്യം പറഞ്ഞപ്പോ മാല മൊത്തം ഊരിയിട്ട് മഹറിന്റെ ആണെന്നും കൂടി നോക്കാതെ ഊരി കൊടുത്തമ്മല്ലേ എന്നിട്ട് വരും. ഇതൊക്കെ എന്റെ മക്കൾ പേരക്കുട്ടികളാണ് മുത്തനബി എന്ന് പറയുമ്പോ അള്ളാന്റെ റസൂൽ ഇബ്രാഹിം നബിനോട് പറയും, ഇതൊക്കെ എന്റെ ഉമ്മത്തിലെ മെമ്പർമാരാണ്. അതിനാണ്. ഇനി ഞാൻ അവിടെ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഇന്നത്തെ നമ്മളെ മക്കളുണ്ടല്ലോ, ആ മഗ്‌രിബായാല് ട്രൗസർ ബാലന്മാരായി മൊബൈലേന്തികളായിട്ട് അങ്ങാടിയിൽ മൊത്തം പിടിച്ചെടുക്കണ, എല്ലാ ബസ് സ്റ്റോപ്പിലും എല്ലാ കല്ലിന്റെ മേലെ ഇരിക്കണ, ഇത് മനുഷ്യനാണോ മൃഗാണോ തിരിയാത്തൊരു സൈസില്ലെന്ന് ഓലെ കണ്ടപ്പോ മുത്തനബി ഇബ്രാഹിം നബിനോട് അഭിമാനം പറയോ? എന്താ നിങ്ങളെ അഭിപ്രായം? അല്ല, അവിടെ ഈ ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി, അവിടെ ഞാൻ വിഷയം പറയണ്ട, കുടുംബത്തിന്റെ ലക്ഷ്യം അങ്ങോട്ട് പൊളിഞ്ഞു. അത് ഇന്നെന്താ ഇപ്പൊ കുട്ടികളുടെ അവസ്ഥ? എന്താ പോലെ അവസ്ഥ? ഓലെ തലമക്ക് അങ്ങോട്ട് നോക്കിയതിന്റെ ഉമ്മത്തിൽപ്പെട്ട ആളാന്ന് പറയോ? കാരണം തല മൊത്തം ജൂതന് കൊടുത്തു. ഈ കട്ടിങ് ഉണ്ടല്ലോ, സൈഡൊക്കെ വരണ്ടിയിട്ട് നടുവിൽ എത്തുന്നത് ഈ ത്വരീഖത്തിന്റെ മുറബിയ ശൈഖൻ ജൂതനാണ്. ഇതിന്റെ ഷെയ്ഖ് ജൂതനാണ്. ഒന്നായിട്ട് ഇവിടെ കണ്ട് വരണ്ട, കാണാനോ ഒരു വൃത്തിയില്ല. അതൊന്നും ഇപ്പൊ ചെറുപ്പക്കാര് നോക്കണില്ല. വൃത്തിയുണ്ടോ ഇല്ല എന്നുള്ളതല്ല, അനുകരിക്കന്നെ. പിന്നെ ഒരു 10 കൊല്ലം മുമ്പ് നിങ്ങൾ കണ്ടുക്കണം മലയാളക്കരയിൽ ഷെഡ്യും കോണട്ട് നടക്കണം മുസ്ലിം ചെറുപ്പക്കാരെ. ഇപ്പൊ എന്താ, മഗ്‌രിബ് കണ്ടായാല് ഈ ബറാക്ക് ഒബാമ വാക്കിങ്ങിന് ഒരു ട്രൗസർ ഉണ്ട്, അതങ്ങോട്ട് ഇടുകയാണ്. എന്നിട്ട് മുട്ടിന്റെ മേലെ ഔറത്ത് കാണിച്ചിട്ട് ഇങ്ങനെ മൊബൈൽ, കയ്യിലൊരു മൊബൈൽ ഉണ്ടാവും. 3-4 സംഘം ഒന്ന്, അവർ 5-8 അവിടെ, 10-20 അവിടെ, ചിലത് ഒറ്റപ്പെട്ടിട്ട് കല്ലിന്റെ മേലെ ഇരുന്നിട്ട് മൊബൈലേറ്റ് ഇങ്ങനെ ഇരിക്കുക ചിരിച്ചിട്ട്. നമ്മൾ ആയിരിക്കും മജ്ദൂബീങ്ങൾപ്പെട്ട ഔലിയാക്കൽപ്പെട്ട ആളാണെന്ന്. അല്ല, കാരണം ഇന്നിപ്പോ ഇങ്ങനെ കണ്ടാല് ഏതിനാ സുഖമില്ല ഇല്ലാത്തതെന്ന് തിരിച്ചറിയണില്ല.
അങ്ങനെ വയറൊക്കെ കൂടി ഇങ്ങനെ മേത്തിയിട്ട് മൊബൈൽ പോക്കറ്റിലാ, ഇയർഫോൺ ചവിട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ പോവാ. നമുക്ക് ബാക്ക് നിന്നുണ്ടാവുന്നതും കുതിരവട്ടത്തിന് വരികയാണ്. നോക്കുമ്പോ വേറെ ഏതോ ലോകത്താണ്. ഇത് ഏതിനാ സുഖമില്ല ഇല്ലാത്തൊന്നും മനസ്സിലാണ് ചെപ്പോ. എനിക്കിങ്ങനെ തോന്നുക പള്ളിക്കാട്ടിൽ നിന്നൊക്കെ മീസാങ്കല്ലും തുറന്നു കൊടുത്തിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു 10-25 കൊല്ലം മരിച്ചുപോയ ആൾക്കാർ തലട്ട് നോക്കിയിട്ട് അങ്ങാടി കാണുകയാണെങ്കിൽ ഓർ പറയും നമ്മൾ വരുമ്പോ എല്ലാവർക്കും സുഖം ഉണ്ടായിരുന്നു, ഇപ്പൊ എല്ലാരും പൊട്ടന്മാരായിക്കുന്നു, ചൂടന്മാരാണ്. എന്തേ ഒറ്റക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് കൈകൊണ്ട് വർത്താനം പറയുന്നുണ്ട്. ഓൽക്കിതൊന്നും വരികയില്ല. ഇന്ന് കുട്ടികൾക്ക് സത്യത്തിൽ ഹൽവത്താണ് ഏറ്റവും ഇഷ്ടം എന്നാണ് ഇന്നത്തെ പുതിയ പഠനം. കൂടിയിരിക്കണ ഇഷ്ടമല്ല, ഹൽവത്തിൽ ഇരുത്താണ് ഏറ്റവും ഇഷ്ടം. കാരണം ഹൽവത്തിൽ ഇരുന്നാൽ മതി, റൂം അങ്ങോട്ട് അടച്ചിട്ട് ഈ സാധനം കയ്യിലുണ്ടായാല് അമേരിക്കയിലുള്ള പെണ്ണും നമ്മളെ റൂമിൽ വരും. അപ്പൊ അവർക്കിപ്പോ വീട്ടിൽ വാപ്പയമ്മയൊക്കെ ശല്യാണ്. നമ്മളൊക്കെ ചെറുപ്പത്തില് വാപ്പാരില്ലെങ്കിൽ, എനിക്കൊക്കെ എന്റെ വാപ്പ, ഞാനൊക്കെ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് എനിക്കിപ്പോ ഒരുപാട് പ്രായം നയിച്ചില്ലല്ലോ, പക്ഷെ ആ സമയത്ത് എന്റെ വാപ്പ ഒരു മണിക്കൂർ പോരില്ലെങ്കിൽ എനിക്ക് ഇടങ്ങറാണ്. പരിന്ന് പോയാൽ 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നില്ലേ അമ്മാനോട് ചോദിക്കും, അമ്മ ഇപ്പൊ എവിടെ? അപ്പൊ അമ്മ അറിയും ഇപ്പൊ എവിടെടാ? 5 മിനിറ്റും കൂടി ക്ഷമിക്കും. വന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ എവിടെ അമ്മ? അന്റെ ഇപ്പൊ വരും. ഓ എനിക്കൊരു ഇപ്പൊ അമ്മ വേണ്ടല്ലേ അമ്മ. പിന്നെ ഞാൻ ചോദിക്കും, അപ്പൊ ഇപ്പൊ വന്നാ പറയും ഇതങ്ങളെ മോനെ ചോദിച്ച ഇടങ്ങറാക്കിക്കണ. അപ്പൊ ഇപ്പൊ എന്നെ ഒന്ന് വിളിച്ചാണ്ട് ഒന്ന് കൊടുന്നൊരു മുട്ടായൊക്കെ തന്നാ എനിക്ക് സമാധാനമായി. പിന്നെ അപ്പനോട് പറയും ഇനി ഇപ്പൊ പോണ്ടട്ടോ എന്ന് പറയും. ഇന്ന് കുട്ടികൾക്ക് വാപ്പാര ആവശ്യമുണ്ടോ? മുണുങ്ങാനും കേബിളിന്റെ വാടക കൊടുക്കാനും മാത്രം മതി, വേറെന്താ? പിന്നെ ഇവര് ശല്യാണ് വീട്ടില്. കാരണം മോനിങ്ങനെ മറ്റേത് കാണാൻ എന്നെ ഓണാക്കിയിട്ട് ആ സമയത്ത് ചിലപ്പോൾ വാപ്പാക്ക് ഈമാണ്ടാവും, അയാളെ പള്ളിയിൽ നിന്ന് ജമാഅത്ത് ചേരുകയാണ്. അപ്പൊ ഓനും സെറ്റ് ഇരുന്നിട്ട് ഈ സിനിമ കാണുമ്പോ മുപ്പരൊന്ന് ബാക്കിൽ നിന്ന് കുറക്കും, ഇതാടേ. അപ്പൊ ചിലപ്പോ ഒന്ന് ഓഫാക്കേണ്ടി വരും. അപ്പൊ ഇയാളൊരു ശല്യമായി മാറിക്കണം. എന്നാ വേണം, കാരണം വാടക കൊടുക്കാൻ മുപ്പര് വേണം. മച്ചോൻ പറ്റില്ല, കാരണം ഈ സാധനം കൊടുക്കാൻ പൈസ വേണം, അല്ലാതെ ആള് തരണം. ഇങ്ങനായി വാപ്പിയും ബന്ധമില്ല. നിസ്കരിക്കടാന്ന് പറയാൻ നെഞ്ചുറപ്പുള്ള വാപ്പാരില്ല. വാപ്പാര് നിസ്കരിക്കാണ്, മക്കളതാ കിടന്നുറങ്ങണം. വാപ്പാര് മാരിവേഷനടിയിൽ ഇതാവക്കത്തിന് അപാരക്കാണ്. മക്കൾ അത്താണിമ കയറി നിന്നിട്ട് പാമ്പരാകും, പിന്നെ കഞ്ചാവും, അതിന്റെ മേലെ പലതും. രാത്രി ഇങ്ങോട്ടായാൽ പിന്നെ നമുക്ക് റമദാനിൽ ഒറ്റപ്പെട്ട രാവിലെ അപ്പൊ നമ്മള് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഓൾക്ക് എന്നും ലൈലത്തുൽ ഖദറാണ്. ഓൾക്ക് മഗ്രിബ് ഇങ്ങോട്ടായാൽ പിന്നെ ലൈലത്തുൽ ഖദറാണ്. നമ്മളെ മക്കള് അതിൽ എന്തെല്ലാം സംഭവിക്കണേ ചിന്തിക്കണം. എന്തെല്ലാം സംഭവിക്കണേ. ഏറ്റവും കൂടുതൽ തോന്നിയാസം നടക്കുന്നത് ഇപ്പൊ മലപ്പുറം ജില്ലയിലും ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലൊക്കെ ഏറ്റവും കൂടുതൽ തോന്നിയാസം. ഏറ്റവും കൂടുതൽ തോന്നിയാസം എന്നാണ് ഏറ്റവും കൂടുതൽ തോന്നിയാസം. ഏറ്റവും കൂടുതൽ തോന്നിയാസം. പടച്ചമ്പുരാൻ കാത്തുരക്ഷിക്കട്ടെ. ഇടടുത്ത് വലിയൊരു കള്ളുടിയാണ്. ആള് വാളൊക്കെ കേട്ട് നന്നായി. ആൾക്ക് പിന്നെ ആളെ നാട്ടിലൊന്ന് പോയിട്ട് വാള് വരണമെന്നായി. ആള് വീട്ടിൽ ഭക്ഷണം കഴിച്ചു. ഭയങ്കര കുടിയനാണ്. ഭയങ്കര കുടിയൻ എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര കുടിയൻ എന്ന് പറയാം. അപ്പൊ ഞാൻ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആളോട് വെച്ചു, ഇപ്പോ ഒഴിവാക്കിയൊക്കെ ഒരു സമാധാനം, എന്താ ഇപ്പൊ സമാധാനം എന്ന് വെച്ചപ്പോ എന്നോട് പറഞ്ഞു, സമാധാനമായിട്ടില്ല, കുറെ പെങ്ങന്മാരോട് പൊരുത്തപ്പെടിക്കാണ്ട്. എന്തേന്ന് വെച്ചു. അപ്പൊ എന്നോട് ഇയാൾ പറഞ്ഞു, പെങ്ങന്മാരോടല്ല അളിയന്മാരോടും പൊരുത്തപ്പെടിക്കണം പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ പെങ്ങന്മാരോടും അളിയന്മാരോടും കൂടി ഒപ്പം തന്നെ പൊരുത്തപ്പെടിക്കണ കാര്യങ്ങള് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നോമ്പ് പറഞ്ഞിട്ടൊന്ന് എഴുതിച്ചു നോക്കി മനസ്സിലാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അളിയന്മാരോട് എന്തിനാ പൊരുത്തപ്പെടിക്കണത്? പെങ്ങന്മാരെ ലൈംഗികമായി ഉപയോഗപ്പെടുത്തിയെന്നതിന്റെ അർത്ഥം ആണ് അളിയന്മാരോട് പൊരുത്തപ്പെടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ അളിയന്മാരോട് പൊരുത്തപ്പെടിക്കാൻ പോണ, കാരണം പെങ്ങന്മാര് പിന്നെ ഓല വീട്ടിലുണ്ടാവില്ല. ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ അള്ളാഹിനോട് തൗബ ചെയ്തോളി. കാരണം ഇതൊക്കെയല്ലേ പിന്നെ സംഭവിക്കാൻ. ആർക്കത് അറിഞ്ഞുകൂടാത്തത്? ആർക്കത് അറിഞ്ഞുകൂടാത്തത്? മക്കളിപ്പോ ഇതിന്റെ അടിമകളാണ്. നല്ല നല്ല വാപ്പാര്. ഇന്ന് ഏറ്റവും വലിയൊരു സങ്കടം എന്താ അറിയോ? എല്ലാരും കൊണ്ട് വയന്ന് അലമ്പുകളായിട്ട് നരകത്ത് പോകണമെങ്കിൽ നമുക്ക് സങ്കടമാണ്, പക്ഷെ സഹിക്കാം. പക്ഷെ അത് വാപ്പാര് തൊപ്പിട്ട് നിസ്കാരത്താകുമ്പോ കയ്യില് തസ്ബീമാല, വാപ്പാന്റെ പേര് പറയാ ഒതു കൊടുക്കണം, മോന്റെ പേര് പറഞ്ഞാൽ ബ്രഷ് ചെയ്യും വേണം. ഒരു ബന്ധമില്ല. ഒറ്റ പൊരയില രണ്ടു കൂട്ടരും താമസിക്കുന്നത്. അതാ വലിയ രസം. വാപ്പിയമ്മയും താമസിക്കുന്ന റൂമില് ഹദ്ദായ റാത്തീവിന്റെ ഏട്, 30 ജുസിന്റെ ഖുർആന് മുസാഫ്, 100 മണിന്റെ തസ്ബീമാല. ഓലെ റൂമിക്കാണ്ട് കിടക്കുമ്പോ മക്ക മദീന ഒക്കെ ഉണ്ട്. അതിന്റെ നേരെ അപ്പുറത്തെ മോന്റെ റൂം. അവിടെ കിടക്കുമ്പോ മക്കി മദീനല്ല, മമ്മൂട്ടി മോഹൻലാലും. ഉള്ളിൽ കിടന്നാലോ ഹദ്ദാറാത്തീവിന്റെ ഏടല്ല, ബ്ലൂ ഫിലിമിന്റെ CD. പിന്നെ വാപ്പാനി ഇമ്മാന്റെ റൂമില് കന്നാസിൽ സംസം വെള്ളമുണ്ട്. ഇവന്റെ റൂമിലും വെള്ളമുണ്ട്, പക്ഷെ സംസമല്ല. ഇത് ഒറ്റ ചുമരിന്റെ വ്യത്യാസമാണ്. അതാ സങ്കടം. ഒറ്റ ചുമരിന്റെ വ്യത്യാസം. ഇതെങ്ങനെ വരുന്നെന്ന് എനിക്കറിയില്ല.
വേറൊരു വീടാണെങ്കിൽ സഹിക്കാം. ഒറ്റ വീട്ടില് ഒറ്റ ചുമരിന്റെ വ്യത്യാസത്തല്ല ഈ രണ്ട് ചിത്രം. ഇവിടെ അപകടം എന്താ ഉണ്ടാകുന്നറിയോ? ചില ആളുകൾ നാളെ നരകത്ത് കിടക്കുന്നത് നിസ്കരിക്കാത്തതിന്റെ പേരിലാണ്. അത് ഓല കാരനാന്ന് മനസ്സിലാക്കാം. ചില ആളുകൾ നാളെ നരകത്ത് കിടക്കുന്നത് വ്യഭിചരിച്ചതിന്റെ പേരിലാണ്. തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഓല കാരനാന്ന് മനസ്സിലാക്കാം. ചില ആളുകൾ കിടക്കുമ്പോ കള്ളു കുടിച്ചതാണ്. ചില ആളുകൾ കിടക്കുമ്പോ പലിശയായിട്ട് ബന്ധപ്പെട്ടതാണ്. ചില ആളുകൾ കിടക്കുമ്പോ കൊല നടത്തിയതാണ്. ചില ആളുകൾ കിടക്കുന്നത് SLC പഠിക്കണ മോന്റെ കാരണത്താലാണ്. വേറെ ഇയാൾക്ക് കടക്കേണ്ട ഒരു അവസ്ഥയില്ല. നിസ്കാരത്താമ്പുണ്ട്, 5 വക്ത് ജമാഅത്ത് റെഡിയാണ്, റവാത്തിബ് ഒഴിവാക്കൂല, സദക്കയിൽ മുമ്പിലാണ്. പക്ഷെ മോൻ കള്ളുടിയാനാണ്. അപ്പൊ മോൻ പറഞ്ഞു, പഠിച്ചോനെ, ഞാൻ കുടിച്ച് നടക്കുന്നതും ജാഹിലായി നടക്കുന്നതും ലാലിമായി നടക്കുന്നതും എന്റെ വാപ്പ അറിഞ്ഞിരുന്നു. അയാളിങ്ങനെ ജമാഅത്തും 70,000 ദിക്റും പള്ളിയൊക്കെ ആയിട്ട് നടക്കുകയെന്നല്ലാതെ ആ കാലത്തിനടക്ക് എന്നോട് കുടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ കുടിക്കുമായിരുന്നില്ല. അതുകൊണ്ട് വാപ്പ ഹക്ക് തീർത്തിട്ടില്ല, ഹുക്കൂക്ക് എന്നോടുള്ളത് തീർത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തമ്മാടിയായിട്ട് കാരങ്കൂസായിട്ട് നരകത്തേക്ക് പാറാൻ കാത്തുക്കണയില് ആ തലയെക്കിട്ട് ആ തൊപ്പിയിട്ട് നിസ്കാരത്താൻ വെച്ചിട്ട് സ്വർഗത്തിന്റെ ടോക്കൺ പിടിച്ച് കാത്തുക്കണ അയാളൊരു കാരനാണെന്ന് പറഞ്ഞാല് ഈ മനുഷ്യൻ പിന്നെ നരകത്ത് പോണത് ഈ മോന്റെ മുറവിളി കൊണ്ടാണെന്ന് മുഹമ്മദ് മുസ്തഫ. ചെറിയ കാര്യല്ല. കുടുംബം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മാനി അങ്ങനെ ഉണ്ട്. കുടുംബം മുമ്പൊന്നുണ്ട്, കൂടെ നിർത്തേണ്ടതുണ്ട്. എവിടെയാണ് വാപ്പ മോനെ കൂടെ നിർത്തേണ്ടത്? ഇവിടല്ല. ഇവിടെ പുരണ്ടാക്കി കൊടുത്താൽ വലിയ നേട്ടമൊന്നുമില്ല. കാരണം ഇപ്പൊ സൂര്യൻ 12 കോടി മൈൽസുകൾക്ക് അപ്പുറമാണ്. ഈ സൂര്യൻ നാളെ മഹ്ശറില് തദ്നു ശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖി ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീൽ എന്നാണ്. മീൽ എന്ന് വായിച്ച ഒരു സുർമാക്കൊള്ളി എന്ന് അർത്ഥം വരിക. അപ്പൊ മനുഷ്യന്റെ തലയിൽ ഒരു സുർമാക്കൊള്ളി വെച്ചാൽ സൂര്യനുമ തട്ടും. അവിടെ സൂര്യൻ വന്ന് നിൽക്കുമ്പോ അവിടെ മോനെ പുരണ്ടാക്കി കൊടുക്കണ്ടേ? അർശന് നിലുണ്ടാക്കി കൊടുക്കണ്ടേ? ഇവിടെ സൂര്യന്റെ വെളിച്ചം തട്ടാക്കാൻ വേണ്ടിട്ട് ഒരു ഷെഡ് ഉണ്ടാക്കി കൊടുത്തൊരു കാര്യമുണ്ടോ? അവിടെ അർശന് നിലുണ്ടാക്കി കൊടുക്കണം. അതിന് മോനെ മുത്തക്കയായിട്ട് വളർത്തണം. അങ്ങനെ വളർന്ന ഈ കുട്ടിക്ക് അർശന്റെ നിലുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അവിടെ വാപ്പി മോനും പരസ്പരം അകലുമല്ലോ. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه. അവിടെ വാപ്പ മോനെ കാണുമ്പോൾ ഓടുകയാണ്. അതിന് ഇമാം ഇസ്മായിൽ അക്കറുള്ള എന്ന് പറഞ്ഞൊരു ഇഷാറത്തുണ്ട്. ഓടാൻ കാരണം മഹ്ശറിന്റെ ഭീതി കൊണ്ട് മാത്രമല്ല. പിന്നെ മോനെങ്ങനെ കാണുമ്പോ വാപ്പാക്കറിയാ ഞാൻ ആ മോനോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിസ്കരിക്കാൻ പറയാത്ത കാരണത്ത് ആ ഓപ്പന്നെ കണ്ടാ ചവിട്ടും എന്ന് പേടിച്ചിട്ട് കടമ തീർക്കാത്ത വാപ്പ മോനെ കാണുമ്പോൾ ഒളിച്ചോടുകയാണ്. അവിടുന്ന് ചവിട്ടിട്ടും നിങ്ങളെ കൊണ്ടല്ല എനിക്ക് ഗതികേട്ടിന് ചവിട്ടിട്ടും, അല്ലെങ്കിലോ കഷ്ടപ്പെട്ട് കഴിഞ്ഞ് മോന്റെ ചവിട്ടുകൊണ്ട് നാവ് പുറത്ത് കാണണോ? അപ്പൊ ഇയാൾ ഓടുകയാണ്. വലിയ നമ്മള് ബാപ്പാരും ആലിമീങ്ങളൊക്കെ ആയ മക്കളുണ്ട്. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഫൈസി അദ്ദേഹത്തിന്റെയും വാപ്പ ആലിമായിരുന്നു. ഒരു പാരമ്പര്യ കുടുംബം തന്നെ ആലിമ. അങ്ങനെ വലിയ തൗഫീഖുള്ളവരുണ്ട്. എന്നാ ഞാൻ അങ്ങനെ അല്ലെങ്കിൽ എന്ത് കൂട്ടുക? ഞാൻ ഏതോ ആലിമായില്ല. എന്റെ മക്കളിൽ 8 ആൾക്കാർ ഒന്നും ആലിമീങ്ങള. ഒന്നിന് ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ആലിമാക്കുന്ന നല്ല നെയ്യത്തില് ഒരു കുട്ടി നിങ്ങൾ പള്ളിയർസ് കൊണ്ടേ ചേർക്കി, അല്ലെങ്കിൽ കോളേജ് കൊണ്ട് ചേർക്കി. ഇന്നിപ്പോ സങ്കടമല്ലല്ലോ, മിക്സ്ഡ് പഠനങ്ങൾ അധികരിച്ചില്ലേ, അവിടെ കൊണ്ടേ ചേർക്കി. ഇന്ന് എന്തുണ്ടാവും? നമ്മളാണ്ട് മരിച്ചാല് മയ്യിത്ത് നിസ്കരിക്കാൻ ഒരാളായി മരിക്കുമല്ലോ. അത് തീരുമാനമായിട്ടില്ലേ? മരിക്കൂലേ? ഇല്ലല്ലേ? അപ്പം അത് തീരുമാനമായാൽ ഇനി മയ്യിത്ത് നിസ്കാരം നടക്കണ്ടേ? അതിന് കൂട്ടുന്നൊന്നും വേണ്ടേ? പക്ഷെ ഇല്ല. എവിടെ ഉള്ളത്? 5-8 മക്കളുണ്ട്. ഏനെയിപ്പൊ മുമ്പിൽ കൊടുന്നിടുക? ആ മൂത്തോനെ എന്തിച്ചോ കാണി എന്നിട്ട് അടുപ്പിക്കാനേ പറ്റൂല. രണ്ടാമത്തോനോ ഒതു കൊടുക്കാൻ അറിയില്ല. മൂന്നാമത്തോനോ മയ്യിത്ത് നിസ്കാരം അറിയില്ല. നാലാമത്തോനോ സഫിൽ നിൽക്കാൻ അറിയില്ല. 5-മത്തോനോ ചെല്ലിപ്പറ അറിയില്ല. പിന്നെ ആരാ നിൽക്കുക? ഇപ്പൊ അടുത്ത് ഞാനൊരു നിസ്കാരത്തെ പങ്കെടുത്തപ്പോ മയ്യിത്തിനെ കൊടുത്തിട്ടിക്കണ്, നിസ്കരിക്കാൻ ആളില്ല. അപ്പൊ ഞാൻ അങ്ങനെ കയറുന്നുണ്ടപ്പോ എന്നോട് എല്ലാവരും കൂടി പറഞ്ഞു ഉസ്താദ് നിസ്കരിക്കുന്നത്. ഞാൻ ചോദിച്ചു മക്കളില്ലെന്ന് വെച്ചു. അപ്പൊ ചൂണ്ടിക്കാണിച്ചു ഈ കുട്ടിനെ അങ്ങനെ കണ്ടപ്പോ എന്നോട് പറയാൻ കരടിനെ കണ്ട മാതിരി ഒരു സാധനം. അപ്പാന്റെ മയ്യിത്തിനൊപ്പം വന്നാൽ എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ കൂടി ഇങ്ങോട്ട് വൈക്കോൽ കൊണ്ട് ഏറ്റിച്ച മാതിരി. എന്നിട്ട് കണ്ണൊക്കെ അങ്ങനെ തുറച്ചിട്ട് കൈമൊക്കെ ചരടിട്ടിക്കുന്നത്. നമ്മളായിരിക്കും വാപ്പാനെ തല്ലാൻ വന്നതാണ്, നിസ്കരിക്കാൻ വന്ന കോലാപ്പത്. അങ്ങനെ ഇവനാണല്ലോ ഇപ്പോ മൂത്തോനെ. അപ്പൊ ഞാൻ പറഞ്ഞു ഓന് സമ്മതാണോന്ന് വെച്ചു. അപ്പൊ മുക്രി പറയുന്നുണ്ട് ഉസ്താദിനോട് നിസ്കരിക്കാൻ പറഞ്ഞാളെ. അതിനൊന്നിന് പറ്റണില്ല. അല്ല അപ്പൊ ഓൻ ചോദിക്ക എങ്ങനെയാ വരണ്ടേ? ഞാൻ അങ്ങനെ ചിന്തിച്ച ഒരു മനുഷ്യൻ കബർക്ക് ഇറങ്ങിയുള്ള അതാപം എന്തായിരിക്കും? കാരണം ഇങ്ങനത്തെ 5-8 ഉണ്ടാക്കിയ എന്താ കാര്യമുള്ളത്? എന്നിട്ട് ഓൻ ചോദിക്കാം എങ്ങനെയാ പറയണ്ടേ?
മുക്കര് പറഞ്ഞു കൊടുക്കാണ്, നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞോളൂ. അപ്പൊ പോകണം, നിങ്ങൾ നിസ്കരിച്ചോളൂ പോകുന്നു. അങ്ങനെ മുമ്പ് വിചാരിച്ചിട്ട് ഇതൊക്കെ പറയാൻ കുറെ അബുദാലുസുന്നത്തൊക്കെ ഉണ്ട്. ഒരു വിവരമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിവരം വേണ്ടേ? നിങ്ങളെ കുറിച്ചല്ല ഇവിടൊക്കെ വലിയ പഠന ക്ലാസ്സുകളും ബഹുമാനപ്പെട്ട ഫൈസിന്റെ ഖുർആൻ ക്ലാസ്സും നിങ്ങളൊക്കെ നല്ല, ഞാൻ പറയുന്നത് പല പ്രദേശങ്ങളെ ചുറ്റിക്കറങ്ങണ മുത്താലിമീങ്ങൾ എന്നൊക്കെ നമ്മൾ ഈ സങ്കടം പറയുന്നത്. ഇപ്പൊ അടുത്തൊരു വേദി പോയി നോക്കുമ്പോ അങ്ങനെ കുറെ ചെറുപ്പക്കാർ സംഘടനയിലൊക്കെ ഉണ്ടാവും, ഒന്നും പഠിക്കൂല, വാദ പരിപാടിയിലെ പോലും ഉണ്ടാവും. അപ്പൊ നന്ദി പറയാൻ വേണ്ടി ഒറ്റം കയറി നിൽക്കണം. നെരിയാണി കീഴ്പോട്ട് തുണി കെട്ട് അടിച്ചിട്ട് ചരടൊക്കെ കെട്ടിട്ട്, അപ്പൊ എന്തൊക്കെ പറഞ്ഞിട്ട് ഇന്നൊക്കെ റഹ്മാനി എന്നൊന്നും പറയാനില്ല, മുള്ളാണി എന്നൊക്കെ പറയണത്. ഓനിങ്ങനെ വഴങ്ങണില്ല, ആണി എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ആരോ പറഞ്ഞ് സലാത്തല്ലേ പിരിച്ചിട്ടാളായിരുന്നു. അപ്പൊ പോനാണ്ട് സലാത്ത് തുടങ്ങി, മഹ്റജൊക്കെ തെറ്റ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞു. അവനെ നബിയന്നില്ല. അങ്ങനെ സലാത്ത് ഇങ്ങനെ നീളുക. 11 സലാത്തും കഴിഞ്ഞ് നിർത്തണില്ല. അപ്പൊ സലാത്തിൽ ഇപ്പൊ നമുക്കൊക്കെ ആവേശമുണ്ട്, എത്ര ഇരുന്ന് കൊടുക്കാം. പക്ഷെ എനിക്ക് വേറെ പരിപാടിക്ക് എത്താണ്ട്. അപ്പൊ അവിടെ നിന്നിട്ടില്ലെങ്കിൽ ഞാനും സീപ്പാവും. അപ്പൊ ഞാനിത് ഇടങ്ങറായി. 30 വരെ ഞാൻ നിന്നുകൊടുത്തു, നിക്കണില്ല, അങ്ങനെ പോവാണ്. അങ്ങനെ ഞാൻ ചോദിച്ചത് എപ്പോഴാ നിൽക്കാന്ന് വെച്ചാൽ, അപ്പൊ അടുത്ത് പോയപ്പോഴാണ് ഇത് നിർത്താൻ അറിയില്ല. കാരണം സാധാരണ നിൽക്കുമ്പോ എന്തോന്ന് ചൊല്ലലുണ്ട്, അത് മനക്കാരുള്ള എന്താണ് കൊടുത്തല്ല. അപ്പൊ അങ്ങനെ ചൊല്ലാണ്. ഇങ്ങനെ ആയാൽ മതിയോ നമ്മളെ മക്കള്? അല്ല, ഒരു സലാത്ത് തുടങ്ങിയാൽ എങ്ങനെ നിർത്തണ്ടേന്ന് അറിയണ്ടേ? അതും അറിയില്ല. കുറെ മക്കളുണ്ട്, അല്ലാഹ്, എന്നാ കുറെ നാടന്മാരുണ്ട് കേട്ടോ, ഓലെ ആലിമീങ്ങളായില്ല, അതിന്റെ സങ്കടം തീർത്തു. ഒക്കെ മക്കള് അങ്ങനെയുള്ളവരുണ്ട്. ഞാൻ തന്നെ ഒരു ക്ലാസ്സിന് പോയപ്പോഴ് ചേളാരി ഭാഗത്താണ് അവിടെ ഒരു കുഞ്ഞാമുട്ടിയേജി ഉണ്ട്, കോമുകുട്ടിയേജി. ആളെ ആലിമെന്നല്ല, തലയിലെ തൊപ്പിട്ട് പള്ളിയിലൊക്കെ എപ്പോഴും നിസ്കരിക്കാൻ വന്ന് നല്ല ചിട്ടുള്ള ഞങ്ങളെ പോലത്തെ മുത്താലിമീങ്ങളെയും ആലിമീങ്ങളൊക്കെ വല്ലാതെ സ്നേഹിക്കുന്ന ആളാണ്. സമസ്തന്റെ നല്ലൊരു പ്രവർത്തകനുമാണ്. ഞാൻ അയാളെ നാട്ടിൽ ക്ലാസ്സിനായപ്പോ പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയപ്പോ ഹൗലങ്കരക്കുണ്ട് ഒരു 11-12 വയസ്സായ ഒരു പയ്യൻ ഇങ്ങനെ ഓതുകൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കോമക്കുട്ടി എന്നോട് വെച്ച്, ആ കുട്ടി ഞങ്ങൾ അറിയാന്ന് വെച്ച്. ഇല്ല അറിഞ്ഞ്, അതിന്റെ ചെറിയ മോനാണ്, കൊല്ലം ഹാഫിളായി ഇറങ്ങിയ ആളാന്ന് പറഞ്ഞു. ഹാഫിളായി ഇറങ്ങിയ ആളാണ്, 12 വയസ്സിൽ ഹാഫിളായി. അപ്പൊ എന്നോട് അറിഞ്ഞേ, നിങ്ങൾക്ക് ആ മൈക്ക ശരിയാക്കി തന്ന ഒരു ജുബട്ട ഒരാളില്ലേ, ആരാന്ന് വെച്ചാൽ അതിന്റെ മൂത്തോനാണ്. അവൻ കഴിഞ്ഞെല്ലാം ബാക്കിയാത്തിന് ബിരുദെടുത്ത് വാക്കവിയായിട്ട് ഇറങ്ങിയാണ്. ഒന്ന് ഹാഫിള്, ഒന്ന് ബാക്കവി. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് മക്കളുണ്ടോന്ന് വെച്ച്. 2 ദാർലോദയിൽ ഉദവിക്ക് പഠിക്കണ്ട് കാരണം അയാളൊക്കെല്ലേ തൗഫീഖുള്ള മനുഷ്യന്. 4 കുട്ടികളും 4 ആലിമ്യങ്ങള്. ഞമ്മളോട് വെച്ചാലോ, റഹ്മാനി അത്താണിയെന്ന ആ ബോധം കെട്ടുകണില്ലേ, മൂത്തോനാണ്. പൂരപ്പറമ്പെന്ന് അടി ഉണ്ടാക്കിയിട്ട് മൂക്കിന്റെ പാലം പൊട്ടിയില്ലേ, അത് താഴെയുള്ളവനാണ്. കഞ്ചാവ് വെച്ചിട്ട് പോലീസുകാർ പിടിച്ചില്ലേ, ആ നടുവിലുള്ളവരാണ്. ഇങ്ങനെ എണ്ണിട്ട് എന്താ കാര്യം? ഇത് തീരുമാനമാണ്. കുടുംബമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ തീരുമാനമാണ്. ഇനി ഒരു കുട്ടി മൂലേരാവും. പള്ളി ദർസുണ്ട്, നീ പള്ളി ദർസിൽ കൊണ്ടുപോയി ചേർത്താൽ തന്നെ സ്കൂൾ പഠിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടല്ലോ. ഒരു കുട്ടീനെ പള്ളി ദർസിൽ ചേർക്കുക, അല്ലെങ്കിൽ കോളേജിൽ ചേർക്കുക. ഒരു കുട്ടി വീട്ടില് മസല പറയാൻ പറ്റുന്ന കുട്ടിയാട്ടെ. വാപ്പങ്ങനെ TV കാണുമ്പപ്പാ ഈ ആയത്തും ഹദീസും അതിനെതിരാന്ന് പറയുമ്പോൾ നമ്മൾ ഓഫാക്കും. അങ്ങനെ ഉണ്ടല്ലേ ഇടങ്ങറായിട്ട് ഒരു സ്വാലിയാല് കുടുങ്ങിയിട്ട് അങ്ങനെ ആവും. അങ്ങനെ കുട്ടി സമ്മതിക്കില്ല. കുട്ടി മസാല പറയാൻ തുടങ്ങും. കുട്ടി മസാല എങ്ങനെയാണ് പറഞ്ഞാൽ വാപ്പ കൊടുങ്ങും, വാപ്പ നിർത്തും, ഓരോന്ന്. അപ്പൊ കുടുംബം നന്നാവും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുടുംബം മറ്റുപോവുകയാണ്, ലക്ഷ്യം പൊളിഞ്ഞു പോവുകയാണ്. ലക്ഷ്യത്തിൽ അല്ലാഹുവിന്റെ പൊരുത്തം പ്രധാനമാണ്. വിവാഹത്തിൽ ദീനിന്റെ അഡ്രസ് അതാ പരിഗണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ടല്ലോ ഓരോ നിങ്ങൾ നോക്കൂ, നിക്കാഹിന് ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയാണ് അല്ലെ? ഏറ്റവും നല്ല സ്ഥലം പള്ളിയാണ്. ഏറ്റവും നല്ല മാസം ശവ്വാലാണ്. കാരണം എന്താ റമദാനേക്കാളും ശവ്വാല് ഗുണം കിട്ടാൻ? റമദാന് രാത്രിയൊക്കെ നിക്കാഹിക്കൂടെ? പക്ഷെ റമദാനേക്കാളും നിക്കാഹിന് ഗുണം ശവ്വാലാണ്. കാരണം എന്താ അറിയോ? റമദാൻ എന്ന് പറഞ്ഞാൽ ലാലക്കും തത്തക്കൂനാണ്. അപ്പൊ ശവ്വാൽ എന്നാകുമ്പോ ആള് മുത്തക്കയായ ഒരാണും തക്കവുള്ള ഒരു പെണ്ണും കൂടി മണിയറയിൽ ഒരുമിച്ച് കൂടിയിട്ട് സംസർഗം നടത്തിയിട്ട് അതിലുണ്ടാണ് ഉൽപ്പന്നം. തക്കവിന്ന് വരുന്ന ഉൽപ്പന്നമായിരിക്കും. അതാണ് ശവ്വാലെ തെരഞ്ഞെടുക്കാൻ കാരണം. ദുൽഖാദും ലഹജാക്കാകുമ്പോ കേടുവന്നിട്ടുണ്ടാവും. അതിതിങ്ങനെ പിടിച്ചിക്കല്ലേ. അപ്പൊ ആ ശവ്വാൽ അങ്ങനെയൊക്കെ വലിയ ഗുണം ഉണ്ടാവും. കുറച്ചാണ്ട് കഴിഞ്ഞാൽ പിന്നെയും തുടങ്ങും ഓഫാക്കിയത് ഓണാക്കല്. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് തക്കവും അങ്ങനെ ചോർന്നു പോകും. ആ ആരംഭത്തിലാണെങ്കിലോ സംഗതി പരിപാടി ഉഷാറാവും ചെയ്യും. അത് ശവ്വാല് തെരഞ്ഞെടുക്കാൻ കാരണം ദിവസം വെള്ളിയാഴ്ച. കാരണം വെള്ളിയാഴ്ചയാണ് എല്ലാ കല്യാണം നടന്നത്. ആദം ഹവ്വാ ബീവിന്റെ കല്യാണം നടന്നത് വെള്ളിയാഴ്ചയാണ്.
യൂസുഫ് നബി അലി ഇസ്ലാമിന്റെയും സലീഹാബിയുടെയും കല്യാണം നടന്നത് വെള്ളിയാഴ്ചയാണ്. സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെയും ബിൽക്കീസ് റാണിയുടെയും കല്യാണം നടന്ന വെള്ളിയാഴ്ചയാണ്. അള്ളാൻ റസൂലിന്റെയും ഖദീജാവിന്റെയും കല്യാണം എന്ന വെള്ളിയാഴ്ചയാണ്. അള്ളാൻ റസൂലിന്റെയും ആയിഷാബിയുടെയും കല്യാണം എന്ന വെള്ളിയാഴ്ചയാണ്. അലിയാരുടെയും ഫാത്തിമാന്റെയും റളിയല്ലാഹു അൻഹുമ കല്യാണം എന്ന വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ചക്കൊരു ഗുണം, പള്ളിക്കൊരു ഗുണം. ഇതൊക്കെ അങ്ങോട്ട് പോയി. പള്ളിയിലോ ഇപ്പൊ നിക്കാഹോ, പള്ളിയിൽ നിക്കാർത്തിയാ പടക്കം പൊട്ടിക്കാൻ പറ്റൂല, അതുകൊണ്ട് പള്ളിയിൽ നടത്തൂല. നമുക്ക് ആ നിക്കാഹ് ജഗഭോഗാക്കണ്ടേ? പള്ളിയില് പുറത്ത് എന്ത് ചെയ്താലും പള്ളിയിൽ ഈ പരിപാടിയൊന്നും നടത്തൂലല്ലോ. അതുകൊണ്ട് പള്ളിയിലില്ലാണ്ട് ഒഴിവായി. അതുകൊണ്ട് അതൊക്കെ തിരിച്ചുപിടിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതൊക്കെ തിരിച്ചുപിടിക്കണമെന്ന നീയത്തിന് കൂടിയായിരിക്കണം ഈ ഉത്ബോധനം. ഇതൊരു പക്ഷേ ഈ നാട്ടിൽ ആവശ്യമുണ്ടാവുകയില്ല. പക്ഷെ നമ്മുടെയൊക്കെ കുടുംബങ്ങളൊക്കെ ഒരേ നാട്ടിലല്ല, പല നാടുകളിലായി തെറിച്ചു കിടക്കുകയാണ്. അവരോടൊക്കെ പോയിട്ട് കേട്ടതും മനസ്സിലാക്കിയതും തബ്ലീഗ് ചെയ്യേണ്ടി എത്തിച്ചു കൊടുക്കേണ്ട കടമകൾ നമുക്കാണ്. എന്തുകൊണ്ട് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവിടെ റജുലൻ വാഹിദ് എന്നാ പറഞ്ഞത്. അതുകൊണ്ട് മനസ്സിലായി വാല് കേട്ട ഒരുപാട് ആൾക്കാർ നന്നാവൂലെന്ന്. റജുലൻ വാഹിദൻ, 10,000 ആളുകളിൽ ഒരാൾ നിസ്കാരം തുടങ്ങിയ വാല് മുതലായി. 1,00,000 ആളുകളിൽ 10 ആൾക്കാർ സിനിമ ആണല്ലോ ഒഴിവാക്കിയ വാല് മുതലായി. കാരണം റജുലൻ വാഹിദ് എന്ന് പറഞ്ഞത് ഒറ്റ ആള്. വല്ലാതെ പ്രതീക്ഷിക്കണ്ട, പ്രത്യേകിച്ച് ഇനിയുള്ള സമാനില്. പക്ഷേ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അതിനൊരുപാട് ദീനിയ സംരംഭവും സുഹൃതവും, അതിനൊക്കെ നിങ്ങളെ ഒത്താശയും പിന്തുണയും, അതിനൊക്കെ നിസ്വാർത്ഥമായ നേതൃത്വവും സേവനവും എല്ലാ ലക്ഷണങ്ങളും ഒരുമിച്ച ഒരു നാട്ടിലാണ് ഞാൻ എന്റെ ഈ മിമിക്രി അവതരിപ്പിക്കാൻ വന്നെന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നസീഹത്തൊക്കെ ബഹുമാനപ്പെട്ട പൈസയും ഞാൻ ഒരു സൈഹത്തിന്റെ ആളാണ്. ഞാൻ അത് നസീഹത്തായി കിട്ടണം, അതിന് നിങ്ങൾ ദ്വാരിക്കണം. പക്ഷെ നിങ്ങളെ ഏറ്റവും വലിയ പിന്തുണ എന്താ വെച്ചാൽ ഇതാണ്, വാതിൽ കേട്ട കാര്യങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് നിങ്ങൾ ദ്വാരിക്കുക, കൂട്ടത്തിൽ നമ്മളൊക്കെ നടപ്പിലാക്കാൻ നമ്മളും തീരുമാനാക്കുക. അപ്പൊ വാത് ഉഷാറായി. അതാണ് വാതിന്റെ ഉഷാറ്. പിരിവ് ക്യാമായതുകൊണ്ട് മാത്രം ഉഷാറാവൂല. വാത് ഉഷാറായോ? ഒക്കെ കഴിഞ്ഞിട്ട് 10,000 ബാക്കിയല്ലേന്ന്. അതിപ്പോ അടുത്ത് തുടങ്ങിയതാണ്. വാത് ഉഷാറായോ? നിസ്കരിക്കാത്ത 5-6 ആൾക്കാർ പള്ളി കാണാൻ തുടങ്ങി, ഉഷാറായി. അതിപ്പോ പറയണില്ല. ഒക്കെ കഴിഞ്ഞിട്ട് പിരിവ് 50,000 ഉഷാറാതെ. അല്ലെങ്കിലോ വേളോ ഞാൻ അടുത്ത കാലത്തൊന്നും വേല നടത്തൂല, കാരണം 25,000 കടാണ്. അപ്പൊ ഇനി വേല നടത്തൂല. എന്നോട് ഒരാൾ പറഞ്ഞാണ്, ഞങ്ങൾ കുറെ ആൾക്കാർ പങ്കെടുത്ത സദസ്സാണ്, നാട് അങ്ങനെ പിന്നെ പിരിവിട്ടില്ലെങ്കിൽ ഞങ്ങൾ അവരുടെ കാര്യമുണ്ടോ? പിരിവിന്റെ പൂരം നടത്തുന്ന വലിയ വലിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പേര് ഞാൻ പറയണില്ല. വലിയ വലിയ ആളുകൾ, കൂട്ടത്തിൽ പാട്ട് കേട്ട ഞാനുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കൂടി പിരിച്ചു. പോലെ ഉദ്ദേശമായിട്ടില്ല. എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അയാളെ വിളിച്ച് എന്നോട് പറഞ്ഞു, പിന്നെ ഒരു 4-5 മാസം കഴിഞ്ഞാൽ ഒന്നും കൂടി ഉണ്ട്. അപ്പൊ പറഞ്ഞു മറ്റേ ആൾ എങ്ങനെയായെന്ന് വെച്ച്, അത് അതിന്റെ ആ കഷ്ടപ്പാടും ദുഃഖവും അതിന്റെ നഷ്ടമൊന്നും ഇപ്പോഴും തീർന്നിട്ടില്ല, ഞങ്ങളിങ്ങനെ നികത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്തേന്ന് വെച്ച് 25,000 കടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അവിടെ കുറെ കള്ളുടിയന്മാരെന്ന്, അവർക്കിതിൽ മാറ്റം അതിൽ കുറെ ആൾക്കാരൊക്കെ പള്ളി കാണുന്നുണ്ട് പറഞ്ഞു. അത് നോക്കണമെന്നില്ല, ഇവർക്ക് 25,000 കട, അതുകൊണ്ട് അത് കഴിഞ്ഞു. അപ്പൊ വാതിന് കുറവൊന്നുമില്ലല്ലോ. വാതിന് കുറവില്ല, പ്രവാചകന്മാർക്ക് കമ്മില്ല. എത്ര ഐറ്റം പ്രവാചകന്മാരാണ്. ഞാൻ നാള് കാസർഗോഡ് കാത്തു പോയപ്പോ മേലെ കൊണ്ടുവച്ചിരിക്കുന്ന സ്റ്റേജ്, എന്നിട്ട് കോണിമക്ക് കൂടി കയറണം അങ്ങോട്ട്. അതെന്നെ തീറ്റ കഴിഞ്ഞിട്ട് വേള തുടങ്ങുന്നത്. അവിടൊക്കെ പോയാൽ തിന്നാന്നുള്ള പൈസനോട് ചോദിച്ചാൽ മതി. നമ്മൾ നിർത്തിയാൽ ഓല് നിർത്തൂല, ഓല് തുടങ്ങാണ്, വാരിയിടുകയാണ്. നമ്മളാണ് നിർത്തിയ ഓല് കാണാം. എന്താ വേള പറയാനുള്ളല്ലേ തിന്നൂടിയെന്ന്. ഇവരിയാച്ചിങ്ങനെ വേള പറഞ്ഞെങ്കിൽ വേറൊക്കെ പഴയ പള്ളിന്റെ മേറാവ് പേര് ഉറപ്പിക്കണം എന്നാ. വേറെ എത്ര ചുരുങ്ങി അതിനനുസരിച്ചുകൊണ്ട് വേള ഉഷാറാവും, ശ്വാസം കിട്ടും. അതായിട്ട് എനിക്കറിയില്ല. തീറ്റിച്ചിട്ട് അങ്ങോട്ട് തുമ്പില്ലാതാക്കും. അങ്ങനെ അപ്പുറത്തും ഇപ്പുറം നായും മേലെ ഇട്ട് കരിച്ചതും പൊച്ചതും തന്ന് അതിന് അവസാനം ഒരു 3-4 ഗ്ലാസ് പായസം ഇതൊക്കെ കുടിച്ചിട്ട് ഞാൻ ട്രെയിൻ എപ്പോഴാന്ന് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. വളരെ വയ്യ. എന്നിട്ട് കയറുന്ന സ്റ്റേജ് ആണെങ്കിലോ മേൽക്ക് നോക്കണം. അങ്ങനെ കയറപ്പം ചോദിച്ചു, നിങ്ങളെന്താ മനുഷ്യനെ കളിയാക്കുന്നത്, ഇങ്ങനൊക്കെ സ്റ്റേജ് ഉണ്ടാക്കണം. അപ്പൊ എന്നോട് പറഞ്ഞു, ഇന്നലെ 9 വയസ്സുള്ള ഒരു കുട്ടിയെന്ന്, അപ്പൊ ഓനെ കാണാൻ വേണ്ടി അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പൊ തലേന്ന് വേല പറഞ്ഞത് 9കാരനാണ്. മൂപ്പർക്ക് താഴെ ഇരുന്നാലും പാലിട്ടാലും മതിയാവില്ല. അങ്ങനെ തെങ്ങമ്മ കയറ്റിച്ചതാ. അവിടേക്കപ്പൊ നമ്മളും കയറുന്നത്. നമുക്ക് വേറെ സ്റ്റേജ് കിട്ടൂലല്ലോ. അപ്പൊ പല ഐറ്റം വേലുണ്ട്. ഒക്കെ നന്നാട്ടെ, അതിന് നമ്മളെതിരല്ല. പ്രഭാഷകന്മാരും ധാരാളുണ്ട്, എല്ലാ ശൈലിയുണ്ട്, മനോഹരമായ സ്റ്റേജുകളുണ്ട്. ഒരർത്ഥത്തിൽ പഴയ കാലത്തിനേക്കാൾ ആൾക്കാരുണ്ട്, വേല വെക്കാനൊക്കെ ആൾക്കാരുണ്ട്. ഇതൊക്കെ ആണെങ്കിലും പഴയ കാലത്തുള്ള എന്തോന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കണം. അതാണ് തെരഞ്ഞു പിടിക്കേണ്ടത്.
അത് സ്റ്റേജല്ല, അത് ചേലുങ്കോലല്ല, അത് സെറ്റിംഗ്സ് അല്ല, അത് ശ്രോതാക്കളും അല്ല. അത് എന്താണത്? അതാണ് തിരിച്ചു പിടിക്കേണ്ടത്. അത് കൽബിന്റെ ബോധാണ്. അതങ്ങോട്ട് ലോക്കാക്കി ഇബ്ലീസ്. അത് തുറക്കാൻ നമുക്ക് കഴിയില്ല. അത് തുറന്നിട്ടാനാണ് ഈ അധ്വാനങ്ങളൊക്കെ. ഇതൊക്കെ ആ ഒരു സെക്കൻഡിന് വേണ്ടിയാണ്. കുടുംബത്തിലൊന്നും ഭർത്താവ് ഉണ്ടാവില്ല, ഭാര്യ ഉണ്ടാവില്ല, അത് പിരിയും. ഒക്കെ ഗസ്റ്റാണ്, അതിഥികളാണ്. എന്റെ നാട്ടിലൊരാളുണ്ടായിരുന്നു, പൂതിപ്പാപ്പ എന്നാ പേര്. പൂതിപ്പാപ്പ എന്ന് പറഞ്ഞാൽ മൂപ്പരെ ദിക്ര അങ്ങനെയായിരുന്നു. പെണ്ണെട്ടാൻ പൂതി കായില്ലാത്ത കേടുണ്ട്. കല്യാണം അയാൾ കഴിച്ചിട്ടില്ല. ഒരു മജ്ദൂബായിരുന്നു പൂതിപ്പാപ്പ. അതിങ്ങനെ പെണ്ണെട്ടാൻ പൂതി കായില്ലാത്ത കേട്, പെണ്ണെട്ടാൻ പൂതി കായില്ലാത്ത കേട്, ഇതിങ്ങനെ പറഞ്ഞെടുക്കുന്ന ആളാണ്. മൂപ്പര് ആരെങ്കിലും മന്ത്രിക്കലോ അത് പറഞ്ഞിട്ടാണ് പെണ്ണെട്ടാൻ പൂതി കായില്ലാത്ത കേട് എന്ന് പറഞ്ഞാൽ പനി മാറും. നമ്മള് പറഞ്ഞാലോ അപ്പൊ മൂന്നാമത്തെ പെണ്ണും കിട്ടും. അയാളെ ദിക്ര അതായിരുന്നു. ആ പൂതിപ്പാപ്പനെ തലക്കെടുത്തൂര് വെച്ചിട്ട് മൂന്നാലാൾക്കാർ എന്നാ പെണ്ണെട്ടല്ലേ എന്ന് വെച്ചിട്ട് അവിടെ ഒരു ആചാര്യം ഉണ്ടായിരുന്നു. വലിയൊരു ആളായിരുന്നു, ഒരു ചികിത്സക്കാരനായിരുന്നു. അയാളെ അടുത്ത് കൊണ്ടുപോയി. ആ ഒപ്പര് പറഞ്ഞു എന്നാ പിന്നെ പെണ്ണിട്ടല്ലോ എന്ന് വെച്ചു. അതിൽ പാടി കൊടുത്ത ബൈത്താണത്. തസവ്വദ് കരീനം മേ ഫിഅലിക ഇന്നമാ കരീനുൽ ഫതാ ഫിൽ ഖബൂരി മാ കാന യഅമലു അലാ ഇന്നമൽ ഇൻസാനു വൈഫുൽ യഹ്ലിഹി യുഖീമു ഖലീലൻ ഇൻദഹും സുമ്മ യർഹലൂ. അത് കേട്ട സദസ്സിലുണ്ടായിരുന്ന ആലിമീങ്ങളൊക്കെ കരയുകയാണ്. എല്ലാരോടും കരഞ്ഞു. എന്നിട്ട് ഒരു ആലിം പറഞ്ഞു, നിങ്ങൾ എന്തിനായി ചോദിച്ചത്? കാരണം അതൊരു വലിയ പാടുമ്പോ മനസ്സിക്ക് തട്ടും. ആണ് ഒരു വലിയ അങ്ങോട്ട് പാടുമ്പോ ആ മനസ്സിക്ക് തട്ടും. അങ്ങനെയല്ല ഔലിയാക്കളെ പഞ്ഞ അതിപുരസ്താവിടെ വരണുണ്ടെന്ന് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ മജിസ്താവ് പറഞ്ഞു. അതിപുരസ്താവിന് മുമ്പിൽ നിങ്ങളൊന്ന് ശരിക്കാണ്ട് ഇരുന്നോക്കാനേ. എന്ത് പറഞ്ഞാലും നമുക്ക് അർശിൽ വരും. നമ്മള് പറയണതായിരിക്കും ഉസ്താദ് പറയണത്, ഞമ്മള് പറയണതായിരിക്കും ഉസ്താദ് പറഞ്ഞത്. എന്നാലും ഉസ്താദിന്റെ തൊള്ളേന്ന് കേട്ടാല് കണ്ണറിയാതാണെന്ന് അറിയും. അതാണ് ജാടി അല്ലാത്ത തമ്മിലുള്ള വ്യത്യാസം. അതാണ്. അല്ലാഹു തആല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഓലൊക്കെയാണ് നമ്മളെ തണല്. ഭൂമിയിൽ അള്ളാന്റെ അർശ് എന്ന് പറഞ്ഞാൽ ഓലൊക്കെ തന്നെയാണ്. മുമ്മിന്റെ താഴെയാണ് അള്ളാന്റെ അർശ്. ഇഖ്തസൽ അർശു ലി മൗത്തി സഅദ് ഇബ്നു മുആദ്. സഅദ് ഇബ്നു മുആദ് എന്നുള്ള സ്വഹാബി മരിച്ചപ്പോ അർശ് അങ്ങോട്ട് കുലുങ്ങിയെന്ന് മുഹമ്മദ് മുസ്തഫ. കാരണം സഅദ് ഇബ്നു മുആദ് അർശിനേക്കാൾ വലിയ ആളാണ്. അപ്പോഴാ കുലുങ്ങ, അല്ലെങ്കിൽ അർശനാ കുലുങ്ങുന്നത്. ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആ വില കഅബ ഷരീഫിന് പോലും ഇല്ല എന്നാണ്. നമ്മളായാൽ ഒക്കെ നമ്മളെ ബാക്കിലാണ്, ഒക്കെ നമ്മളെ ബാക്കിലാണ്. ഒരു ഗ്രാമവാസികളൊക്കെ മുത്തഖീങ്ങളായാൽ മേൽന്നും താഴെന്നും ബർക്കത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെടുന്നതാണ്. എന്താ മേൽന്നും താഴെന്ന് പറഞ്ഞാല് ആകാശം മേലെയാണ്, ഭൂമി താഴെയാണ്. അതിന് ചില ബുദ്ധിമാന്മാരായ പണ്ഡിതന്മാർ കൊടുത്തൊരു ഇഷാറത്തുണ്ട്. മേലുള്ള ഹൽക്കൊന്നും അനുകൂല അവസ്ഥ ഉണ്ടാവും, താഴെയുള്ള ഹൽക്കൊന്നും അനുകൂല അവസ്ഥ ഉണ്ടാവും. അത് ആദ്യ ആളുകൾ തെളിയിച്ചു. പായക്കപ്പലില് വന്നിട്ട് ബഹുമാനപ്പെട്ട മഹാന്മാരായ സഹാബാക്കൾ കൊടുങ്ങല്ലൂരിൽ ഇറങ്ങിയപ്പോ മേലുള്ള ഹൽക്ക് ഭരണാധികാരികൾ പറമ്പ് കൊടുത്ത്, താഴെയുള്ള ഹൽക്ക് അയ്യപ്പന് ഇളനീര് കൊടുത്ത്, രണ്ടും കിട്ടി. സമാവും അറുളും തുറന്നു കൊടുത്ത്. നമ്മളൊക്കെ നാട്ടിലുണ്ടായിരുന്നു. എന്റെയൊക്കെ ചെറുപ്പത്തില് ഞാൻ നിർത്തി എന്റെ ചെറുപ്പത്തില് ഞാൻ സ്കൂളിൽ പോകുമ്പോഴേ ഞങ്ങളെ വാണിയന്നൂർ ജുമാഅത്ത് പള്ളിന്റെ കൂടി ഈ വൈരങ്കോട് ക്ഷേത്രമുണ്ട്. അവിടേക്ക് ഹൈന്ദവ സഹോദരന്മാർ, നമ്മളവരെ എതിർക്കല്ല, അവരെ ഉത്സവത്തിന് വേണ്ടിയിട്ട് കരിങ്കാളം കെട്ടിപ്പോകും. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. വാണിയന്നൂർ ജുമാഅത്ത് പള്ളിന്റെ അവിടെ എത്തിയാല് ഇതിൽ കരിങ്കാളന്മാരും ഭൂതന്മാരും ഉണ്ടാവും. പുറത്തപ്പെട്ട ചാട്ടായിരിക്കും. ചിലർക്ക് തെക്കലീഫൊക്കെ പോയിട്ടുണ്ടാവും ഇത് ചെന്നിട്ട്. എന്നാലും മുന്നിലൊരാള് ബാക്കൊക്കെ നോക്കിയിട്ട് ഒരു വിസിലടിക്കും. മാപ്പിളാരെ പള്ളി എന്നറിയും. അപ്പ എത്തിയാളാണ് ബ്രേക്ക് ഇട്ട് ചവിട്ടിയാര് ചുണ്ടം കൊണ്ട് താത്തും, ഷട്ടർ പൂട്ടിയാര് കൊണ്ടൂല. എന്നിട്ട് മുട്ടാതെ ബഹളം ഉണ്ടാക്കാതെ ഒച്ചപ്പാടുണ്ടാക്കാതെ മിണ്ടാതാണ്ട് പോകും. എന്നിട്ട് അപ്പുറത്തൊരു മദ്രസ ഉണ്ട്, അതും കഴിഞ്ഞിട്ട് കുറച്ചാണ്ട് ഇറങ്ങിയ ഇയാൾ പറയും അപ്പൊ പിന്നെ ചാട്ടം തുറക്കും. എന്നപ്പ അവിടെ പോയി നോക്കി നിങ്ങള്. അവിടെ പോയാൽ പള്ളിന്റെ അടുത്ത് എത്തിയാൽ അതേമാതിരി കാട്ടും മാപ്പിളാരെ പള്ളിന്ന്. അപ്പൊ നിന്ന് ചാടുന്നവര് ചാടിച്ചാടാ, നിന്നിട്ട് ഇങ്ങനെ മുട്ടുന്ന ഒച്ചപ്പാടുണ്ടാക്കുന്നവരാണ് ചാടിയിട്ട് മുട്ടുന്നത്. കാരണം പള്ളി എത്തി, ഇനി ചാടി കൂടി നിൽക്കാൻ പറ്റൂല. കാരണം എന്താ? അന്നുള്ളവർക്ക് അല്ലാഹു തആല ഇവരുടെ മനസ്സ് തുറന്നു കൊടുത്ത് ഇത് പള്ളിയാണ് മാപ്പിളാരാണെന്നുള്ളൊരു ഒരു ഹൈബത്തും പേടിയൊക്കെ കൊടുത്തത്. ഇന്നോ
പള്ളിയൊക്കെ ഞങ്ങൾ വീതി കൂട്ടിക്കണ്. പക്ഷെ അന്നത്തെ ആൾക്കാരൊന്നും ഒന്നാം സഫിലും രണ്ടാം സഫിലൊന്നും ഇല്ല. ഓലൊക്കെ ഖബറിന്റെ അടിയിലാണ്. പുതിയ തലമുറ അത് ഇമാമിനും മുക്കറിനെ മാത്രം ഏൽപ്പിച്ചിട്ട് ഓല അങ്ങടിയിലാണ്. അത് പല സ്ഥലത്തും അങ്ങനെ. ഞാൻ നിർത്തുകയാണ്. അപ്പോ വാപ്പയും മക്കളൊക്കെ എന്തൊരു സന്തോഷ. റബ്ബന ഹബലന മിൻ അസ്വാജിന വ ദുരിയാത്തിന ഖുറത്തൈൻ. എന്താണ് ഖുറത്തൈന്? വാപ്പ അങ്ങനെ പള്ളി കയറിയാണ് സഫിൽ നിന്ന്. അങ്ങനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സലാം വീട്ടിയപ്പോ വീട്ടിയ സ്ഥലത്ത് മൂത്തോന്, ഇടത്തേക്ക് സലാം വീട്ടിയപ്പോ ചെറിയോന്, ബാക്കൊക്കെ നോക്കിയപ്പോ പേരക്കുട്ടി. ഒരു മൂന്നാളും ബാപ്പിയും വെല്ലിപ്പിയും ഒക്കെ കൂടി പള്ളിയിൽ നിന്നാണ്ട് മാരി നിസ്കരിച്ചിട്ട് പരിപ്പോയപ്പോഴോ അവിടെ പെണ്ണുങ്ങളും പെൺകുട്ടികളൊക്കെ കൂടി പെണ്ണുങ്ങളുടെ നേതൃത്വത്തിൽ ഇമാമത്ത് നിന്നിട്ട് അവിടെയും അതിൽ ഈ വാപ്പ കൊലായിലിരുന്നിട്ട് പഠിച്ചോനെ. അതാണ് ആ ഖുറത്തൈന്. പഠിച്ചോനെ ഖുറത്തൈനി തരുന്നത്. പക്ഷെ എന്നാ ഖുറത്തൈനൊക്കെ പോയി. അത് തിരിച്ചെടുക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് തിരിച്ചെടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു പറഞ്ഞതും കേട്ടതും കബൂലാക്കട്ടെ. ഓരോ വാപ്പയും കുട്ടിയുടെ മുമ്പിൽ, പേരക്കുട്ടിയുടെ മുമ്പിൽ, ഓരോ ഭർത്താവും ഭാര്യയുടെ മുമ്പില് അതിഥിയാണ്, വിരുന്നുകാരനാണ്, ഗസ്റ്റാണ്. ഇന്നല്ലെങ്കിൽ നാളെ 6 കാലുള്ള കട്ടിലിൽ 6 അടി മണ്ണിലേക്ക് 3 കഷ്ണം തുണിയിലായി പരലോക പൗരത്വം സ്വീകരിച്ചുകൊണ്ട് ഏകാന്തതയുടെ ഇരുത്തുകൊണ്ട് പെയിന്റിട്ട തടവറയായ ഖബറിലേക്ക് പോവുകയാണ്. ആ സമയത്ത് കവളിൽ നിന്ന് കഫൻ തുണി നീക്കിയാൽ മണ്ണിലേക്ക് ചേർക്കപ്പെടുമ്പോൾ തുടങ്ങുന്നൊരു ജീവിതമുണ്ട്. അതാണ് ജീവിതം. ആ ജീവിതത്തിലാണ് മക്കളെയും കുട്ടികളെയും പെണ്ണുങ്ങളെയും ഉറ്റവരെയും മുടവരെയും കുടുംബമായി മഹ്ശർ വൻസഭയിൽ പരലോകത്ത് സംഘടിപ്പിക്കേണ്ടത്. എന്നിട്ട് കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് പോകണം. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു പറഞ്ഞോ കേട്ടോ കബൂലാക്കട്ടെ. 3 മണി കഴിഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി സമാപന ഇടപെടൽ ബഹുമാനപ്പെട്ടവർ നടത്തുക എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബഹുമാനികളെ, നല്ല റാഹത്തുള്ള ഒരു മജ്‌ലിസാണ്. ധാരാളം ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഒരു ദുആ